എന്റെ അമ്മേ. ശ്യാമേട്ടനുണ്ടോ? ആരാ? എന്താ കാര്യം? നമ്മുടെ ശ്യാമണ്ണന്റെ മുറപ്പെണ്ണ കണ്ടിട്ട് എന്തോ കാര്യമുണ്ട്. ഓഹോ, മുറപ്പെണ്ണ അല്ലേ? ചേട്ടൻ ഇവിടെ ഉണ്ടോ? അയ്യോ, ഉണ്ടെന്ന് മാത്രമല്ല, കുട്ടിയെ കാത്തിരിക്കാൻ കൂടാ. വന്നേ. നീ എവിടെ പോവാ? അയ്യോ, ഞാൻ ശ്യാമണ്ണന്റെ ബെസ്റ്റ് ദോസ്തല്ലേ. ആഹാ, ദോസ്തിയൊക്കെ അങ്ങ് പുറത്ത് കണ്ട ആപ്പ ഉപ്പൊക്കെ കയറി നിരങ്ങാനുള്ള സ്ഥലമല്ലത്. അപ്പൊ പിന്നെ സാറോട് നിൽക്കുന്നത് ചേരടാ പുറത്ത്. ആ, കുട്ടി വന്നേ. ശ്യാമേ, ദേ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്. ശ്രീകുട്ടി, വണ്ടി എടുക്ക്. ശ്രീകുട്ടി അവിടെ നിൽക്കാൻ. എന്ത് പറ്റി? ഓ, ഒന്നും അറിഞ്ഞൂടല്ലേ? ഇതിനാണ് എന്നും കാലത്ത് ക്യാമറയും കെട്ടിപ്പോഞ്ഞോണ്ട് ഇറങ്ങുന്നല്ലേ? കൊണ്ട പെമ്പിള്ളാരുടെ അവിടെ ഇവിടെ പിടിക്കാൻ നാളല്ലേ മനുഷ്യൻ. നീ ഒരുപാട് ചന്ത പെമ്പിള്ളാരെ പോലെ സംസാരിക്കരുത്. മാസിന്റെ മോശത്തിന് വേണ്ടി പെമ്പിള്ളാരുടെ ഫോട്ടോ എടുക്കുന്നതിന്റെ ജോലിയാ. അപ്പൊ പിന്നെ അവിടെ ഇവിടെയും പിടിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു നിർത്തുകയൊക്കെ ചെയ്യും. ഇത്ര മനസ്സിലാക്കാനുള്ള കഴിവ് 4 ലക്ഷം പഠിച്ചിട്ട് സിറ്റി ജോലി നിനക്കില്ലേ? സിറ്റി ആയാലും ഗ്രാമമായാലും എനിക്കിതൊന്നും സഹിക്കാൻ പറ്റില്ല. ഇപ്പൊ ഇതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. ഞാൻ ഹോസ്റ്റലിൽ വരാം. ഓ, ഇവിടെ ഇങ്ങോട്ട് പിടിച്ചോണ്ട് ആര് പറഞ്ഞു? അണ്ണാ ഞാൻ അറിഞ്ഞ അണ്ണ അവിടെ പെമ്പിള്ളേരായിട്ട് പഞ്ചായത്ത് നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നാ പോയോ ഒന്നിച്ചെങ്കിൽ വരണം. ചുമ്മാ കണാവണ കടം പറയരുത്. വണ്ടി മൂത്ത വായിച്ചിട്ടല്ല ഓടുന്നത്. ഇതാ ഒരു നീണ്ട കഥ, നീണ്ട കഥ. പിടിച്ചോ. എന്തോ ഇത്? ഒരു നീണ്ട കഥ. മണ്ണിൽ വിരിഞ്ഞ പൂക്കൾ വാടിയപ്പോൾ ബൈ OP വളശ PO. തിരിച്ചിട്ടാൽ മറിച്ചിട്ടാൽ വളശ. ഇത് വായിച്ചാൽ പെണ്ണുങ്ങൾ കരയും, ആണുങ്ങൾക്ക് കലി വരും, കുട്ടികൾ ചിരിക്കും, സിനിമാക്കാർ വായിക്കും, കാശി തന്ന് വാങ്ങിക്കും. എന്താ ഇതിന്റെ കഥ? ഒരച്ഛൻ, ഒരമ്മ, 2 കൊച്ചു കുഞ്ഞുങ്ങൾ, ഒരു കൊച്ചു കുടുംബം, സംതൃപ്തമായ കുടുംബം. രാത്രി 12 മണി, നിശ്ചലമായ നിശ, എങ്ങും കനത്ത നിശബ്ദത. അതാ വീട്ടിൽ നിന്നും ഒരാൾ പ്രത്യക്ഷപ്പെടുന്നു. പ്രത്യക്ഷപ്പെട്ട് 1 ബോംബ്, 2 ബോംബ്, 3 ബോംബ്, നിർത്തറയുമ്പോക്കി തോന്നി ദിവസം കാണിക്കാൻ എന്റെ പറഞ്ഞു ചന്ദ്രൻ വിചാരിച്ചോ? അയ്യോ, സാറിനെ ഒന്ന് ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. കുട്ടികൾ 2 ഓടി, അച്ഛനും അമ്മയും മരിച്ചു. ഓട്ടത്തിനിടയിൽ അവർ വേർപിരിയുന്നു. സെന്റിമെന്റ്. ഓട്ടത്തിനിടയിൽ അവർ പാട്ടിൽ വലുതാവുന്നു. വില്ലനെ കണ്ടുമുട്ടുന്നു, പ്രതികാരം തീർക്കുന്നു. ചേട്ടനും അനിയനും ഒന്നിക്കുന്നു. ഒരാളുടെ കാമുകിക്ക് വേണമെങ്കിൽ ക്യാൻസറോ സ്വൽപ്പ കിഡ്നി ട്രബിളോ ആകാം. അതിനൊരു സൈഡ് ട്രാക്ക് വേറെ ചേർത്തിട്ടുണ്ട്. തീർന്നോ? വേണമെങ്കിൽ കുറച്ച് ഇലാബറേറ്റ് ആയിട്ട് പറയാം. ഇനി ഒരക്ഷരം മിണ്ടിയ നിന്റെ വീട്ടിൽ ഞാൻ തകർക്കും. എന്നിട്ട് വേണം ഇങ്ങനെയുള്ള ചീപ്പ് കഥകളൊന്നും ഞാൻ പ്രസിദ്ധീകരിക്കില്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ? എന്റെ പേരെന്താണെന്ന് അറിയാമോ? അറിയാം. MTE ദാമോദരൻ. മഹാനായ ടൈം എഡിറ്റർ ദാമോദരൻ. മഹാതെണ്ടി എരപ്പാളി ദാമോദരൻ എന്നും പറയും. നിന്റെ തന്ത പറയും. പുള്ളിക്കാരൻ പറയും. നല്ല വിവരമുള്ളവനായിരുന്നാ നാട്ടുകാർ പറയുന്നത്. നാട്ടുകാർ പറഞ്ഞു കേട്ട അറിവല്ലേ നിനക്കുള്ളൂ. നിന്റെ തള്ളയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. മനുഷ്യനെ മെനക്കെടുത്താൽ പോകാം. സാർ ഏത് തരത്തിലുള്ള കഥകളാ പബ്ലിഷ് ചെയ്യാ? ആധുനിക സാഹിത്യ സൃഷ്ടികൾ, അല്ലെങ്കിൽ ശുദ്ധഹാസ്യം. അതുമല്ല, കുറച്ചും കൂടെ കിഴിപ്പോട്ട് ഇറങ്ങുകയാണെങ്കിൽ നമ്മുടെ എന്റെ ഇന്നലകൾ പോലെയുള്ള സാധനങ്ങൾ. നിന്റെ ചുളുവരട്ട് പണികളൊന്നും എന്റെ അടുത്ത് എടുക്കണ്ട. ഇപ്പോൾ ഞാൻ പോകുന്നു. പക്ഷെ പൂർവാധികം ശക്തിയോടെ ഈ OP വളച്ച തിരിച്ചു വരും. ആ ഏറുപടക്കം കൊണ്ട് ഇതിനകത്തേക്ക് കയറിയേക്കരുത്. ചേട്ടൻ ചൂടാവാതെ. ഞാനൊരു ഐഡിയ പറയാം. പത്രം ജനശ്രദ്ധ പിടിച്ചു പറ്റണം. കൊലക്കേസിനായി നമ്മൾ മാറ്റിവെച്ചിരിക്കുന്ന സ്പേസിൽ നിറയ്ക്കാൻ ഒരു വാർത്ത വേണം, അല്ലേ? ഇല്ലാത്ത ഒരാളിന്റെ പേരിൽ ഒരു കഥയുണ്ടാക്കി കാത്തണം ചേട്ടാ. എപ്പോ എവിടെ വെച്ച് സംഭവം നടന്നു എന്ന് പോലീസ് മറ്റേ ചോദിച്ചാൽ എന്തോ ചെയ്യും? അജ്ഞാതന്റെ ടെലിഫോൺ വഴി വാർത്ത കിട്ടുകയാണെന്ന് പറയണം. പ്രശ്നം വല്ലതും ഉണ്ടായാൽ 2 എണ്ണത്തിനെ ഞാൻ കുരുതി കൊടുക്കും, പറഞ്ഞേക്കാം. എന്തോന്ന് ചേട്ടാ, ചേട്ടനെ പോലെ ഭീരുക്കളാണ് ഞങ്ങളെന്ന് വിചാരിച്ച. എന്നാ ഒരു സംഭവം അങ്ങോട്ട് കെട്ടിച്ചമച്ചാട്ടെ. നീ ചമയ്ക്കണ, ഞാൻ ചമയ്ക്കണ? നീ ഒന്നും തുടക്കം വിടും, ബാക്കി ഞാൻ ചമച്ചോളാം. എഴുതണം. 23/6/1985.
പ്രത്യേക ലേഖൻ. പട്ടിണിപ്പാറ. ഇവിടെ ഈ പട്ടിണിപ്പാറ? പട്ടിണി ഈ ചമയ്ക്ക് നിന്നെ ഇങ്ങനെ വെച്ചോണ്ട് ഞാൻ എന്ത് ചെയ്യുന്നത്? എട്ടുവീട്ടി തറവാട്ടിലെ ഇപ്പോഴത്തെ അവകാശിയും അനേകം തൊഴിലാളി കുടുംബങ്ങളെ വഴിയാധാരമാക്കിയ ഒരു ചരിത്രവുമുള്ള എട്ടുവീട്ടിൽ രാഘവൻപിള്ള ബുധനാഴ്ച രാത്രി 4 ഹരിജൻ യുവതികളെ ബലാത്സംഗം ചെയ്ത് കൊന്നിരിക്കുന്നു. അത് മതി. അവശ വിഭാഗങ്ങളെ കയ്യിലെടുക്കാൻ, ആവേശം കൊള്ളിക്കാൻ അത് മതി. ബുധനാഴ്ച രാത്രി ഒരു 12 മണിയോടടുത്താണ് സംഭവം. ദൂരെയുള്ള ഗ്രാമത്തിൽ പകലന്തിയോളം പണിയെടുത്ത് തളർന്ന മതാലസകളായ 4 ഹരിജൻ യുവതികൾ പട്ടിണിപ്പാറയിലുള്ള ഒറ്റയടിപ്പാതയിലൂടെ നടന്ന് അപ്പോൾ മദ്യപിച്ച് മതോന്മത്തനായി കൂട്ടുകാരോടൊപ്പം ഒറ്റയടിപ്പാതയിൽ നിൽക്കുകയായിരുന്ന എട്ടുവീട്ടിൽ രാഘവൻപിള്ള ഹരിജൻ യുവതികളെ കടന്നു പിടിക്കുന്നു. കൂട്ടുകാരുടെ സഹായത്തോടെ വീണ് കിടക്കുന്ന ഒരു തെങ്ങിൽ കെട്ടിയിട്ടാണ് തീയാൻ കാര്യം സാധിച്ചത്. തുടർന്നുള്ള നാടകീയ മുഹൂർത്തത്തിൽ 4 സ്ത്രീകളും കൊല്ലപ്പെട്ടിരിക്കുന്നു. ബാക്കി മനോധർമ്മം പോലെ നടത്തണം. ശരി, 8 ഓളത്തിൽ മതിയോ? ശകലം ഭാവന യൂസ് ചെയ്യണം. എന്തറിയോ പോയില്ലയോ? ആ സ്ഥലത്ത് വെയിലടിച്ചാലെങ്കിലും ഒന്ന് എണ്ണീറ്റൂടെ? സർക്കാർ ഓഫീസിലല്ലേ ജോലി? ഒന്നാമതെ കയ്യാലപ്പുറത്ത് തേങ്ങ പോലെ പണിയിരിക്കുന്നത്. ഒരു ചെറിയ കാരണം കിട്ടിയാൽ മതി, കളവൻ ചവിട്ടി പുറത്താക്കും. ഉപദ്രവിക്കാതെ പോടെ, ഉറങ്ങാനും സമ്മതിക്കൂല. നിനക്ക് തോന്നുമ്പോ എണീറ്റേ വായും പൊളിച്ചങ്ങ് വാ, ഉരുട്ടി വെച്ചേക്കാം. ആ ശരി, എന്നാ സൗകര്യം പോലെ ഉറങ്ങിക്കോ. പാചകലോകം ചിക്കൻ മസാല. ആകാശവാണി മദ്രാശി. കലാരംഗം. ഇന്നത്തെ കലാരംഗത്തിൽ ആദ്യം പാചകലോകമാണ്. കോഴിക്കറികൾ എങ്ങനെ ഉണ്ടാക്കാം എന്നതാണ് വിഷയം. ആദ്യമായി ചിക്കൻ മസാല. കോഴിയെ നന്നായി കഴുകി വൃത്തിയാക്കുക. ആവശ്യത്തിനുള്ള മുളക്, മല്ലി, കുരുമുളക്, കറിമസാല, ഇഞ്ചി, ഉരുളക്കിഴങ്ങ്, തക്കാളി, പച്ചമുളക് ഇവ റെഡിയാക്കി അടുത്ത് വെക്കുക. മുളക്, മല്ലി, കറിമസാല, വെളുത്തുള്ളി ഇവ നന്നായി അരച്ചെടുക്കേണ്ടവയാണ്. ഉപ്പിനെ കുറിച്ച് ഞാനിവിടെ പറയുന്നില്ല, പക്ഷെ അത് ഇടേണ്ടപ്പോൾ കറിയിലിടാൻ മറക്കരുത്. ഇനി കോഴിയെ കയ്യിലെടുക്കുക. ഇനി മെല്ലെ ശ്വാസം അകത്തേക്ക് വലിക്കുക. കൈകൾ ഇരുവശത്തേക്കും അകത്തുക. ശ്വാസം മെല്ലെ വിട്ടുകൊണ്ട് പൂർവ്വസ്ഥിതിയിലേക്ക് വരിക. എന്നിട്ട് കാലുകൾ ഇരുവശത്തേക്കും അകത്തുക. കഴുത്ത് മുകളിലേക്കും വീണ്ടും താഴേക്കും കൊണ്ടുവരിക. വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് വരിക. കാലുകൾ രണ്ടും തറയിൽ ഉറപ്പിച്ച് നിവർന്നു നിൽക്കുക. കൈകൾ മുന്നിലേക്കും പിന്നിലേക്കും കറക്കുക. അതുപോലെ തലയും കഴുത്ത് ലൂസാക്കി കറക്കുക. ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നതാണ് സ്വാദിഷ്ടമായ ചിക്കൻ മസാല. ഇനി വൃത്തിയായ പാത്രത്തിൽ സാലഡുകളോടൊപ്പം വിളമ്പിയാൽ മാത്രം മതി. ഇന്നത്തെ പാചകലോകം ഇതോടെ അവസാനിക്കുന്നു. കാറ് പോവോ? പിന്നെ കാണാനാ നിർത്തിയിരിക്കുന്നത്. എന്നാ പോട്ടെ. അതെ, അങ്ങനെ ചുമ്മാ പോട്ടെന്ന് പറഞ്ഞാലൊന്നും പോകത്തില്ല. ആർക്ക് പോണം, എവിടെ പോണം, എന്തിനു പോണം, എത്ര ബഡ്ജറ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ സൗകര്യം ഉണ്ടെങ്കിൽ വരും. എന്താ ഇത് തകരം കൊണ്ടാണോ സ്വർണം കൊണ്ടാണോ ഉണ്ടാക്കിയിരിക്കുന്നേ? എന്തുകൊണ്ട് ഉണ്ടാക്കിയാലും താൻ ഇതിനകത്ത് കാണുന്ന ഇവിടെ ആരും നിർബന്ധിച്ചില്ലല്ലോ. ഈ ചക്കടാ വണ്ടിയുടെ വളയം പിടിച്ചപ്പോ നിനക്കൊക്കെ ഈ പോസ് എടുത്തോണ്ട് പോണ സഞ്ചിയും നോക്കിയിട്ടൊന്നും നടക്കുന്നത്. നിങ്ങൾക്ക് ഇതിലും ഭേദം വല്ല കല്ല് കുത്താൻ പാപ്പല്ലേ? കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടി വാങ്ങിക്കുന്ന പോലെയാണല്ലോ നിങ്ങൾക്ക് ശമ്പളം തരുന്നത്. മന്ത്രി സംബന്ധിച്ചിട്ടാണെങ്കിൽ മന്ത്രിയുടെ ഫോട്ടോ ഇല്ല, കുറെ തലയും മുലയും കാണിച്ചു വെക്കുന്ന പെമ്പിള്ളേരുടെ ഫോട്ടോ എടുക്കാനാണോ പത്രം കാശ് കൊടുക്കുന്നത്?
സാറ് കുറച്ചുകൂടെ സഭ്യമായ രീതിയിൽ സംസാരിച്ച കൊള്ളായിരുന്നു. നിങ്ങളോട് ഇതിനേക്കാൾ കൂടുതൽ സഭ്യമായി സംസാരിക്കാൻ എനിക്ക് സാധിക്കില്ല. ഇന്ത്യ ഒട്ടുക്കും മിഡിൽ ഈസ്റ്റിലും സർക്കുലേഷനുള്ള ഒരു പത്രത്തിന്റെയും മാസികയുടെയും കറസ്പോണ്ടൻസ് കം ഫോട്ടോഗ്രാഫേഴ്സ് ആണ് പോലും. കുറച്ച് കോമൺ സെൻസ് ഉപയോഗിച്ചൂടെ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇങ്ങനെയാണ് പോക്കെങ്കിൽ ഞാൻ നിങ്ങളെ ബോംബെക്കോ കൽക്കട്ടയ്ക്കോ ട്രാൻസ്ഫർ ചെയ്യും. അവിടെ ചെന്നാൽ ഞങ്ങൾ നല്ല ഫോട്ടോ എടുക്കുമെന്നാണോ? യാതൊരു പ്രതീക്ഷയില്ല, പക്ഷെ എന്റെ കടമ കാണിക്കുന്നു, അത്രേ ഉള്ളൂ. നിങ്ങളാണ് ഈ എഡീഷൻ നാണക്കേട് വരുത്തി വെച്ചത്. അടുത്ത മാസം നടക്കുന്ന നാഷണൽ ഫോട്ടോഗ്രാഫി മത്സരത്തിൽ ആരെങ്കിലും ഒരാൾ അവാർഡ് വാങ്ങിയില്ലെങ്കിൽ രണ്ടിനെ ഞാൻ ടെർമിനേറ്റ് ചെയ്യും. പറഞ്ഞില്ല എന്ന് വേണ്ട. അപരാന്നത്തിന്റെ അനന്ത പഥങ്ങളിൽ ആകാശ നീലിമയിൽ അവൻ നടന്നകന്നു. ഭീമനും യുധിഷ്ഠിരനും ബീഡി വലിച്ചു. സീതയുടെ മാറുപിളർന്ന് രക്തം കുടിച്ചു ദുര്യോധനൻ. ഗുരുവായൂരപ്പന് ജലദോഷമായിരുന്നു അന്ന്. അമ്പലത്തിന്റെ അകാൽ വിളക്കുകൾ തെളിയുന്ന സന്ധ്യയിൽ അവൾ അവനോട് ചോദിച്ചു, ഇനിയും നീ ഇതുവഴി വരില്ലേ ആനകളെയും തെളിച്ചുകൊണ്ട്? എങ്ങനുണ്ട്? നിന്റെ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? ഇല്ല. പിന്നെ എന്താ ഇതിന്റെ അർത്ഥം? സാർ ആധുനികമേ പബ്ലിഷ് ചെയ്യൂ എന്ന് പറഞ്ഞതുകൊണ്ട് സ്വപ്പ കഞ്ചാവ് അടിച്ചുകൊണ്ട് എഴുതിയതാ. കഴിഞ്ഞ തവണ പറഞ്ഞ അതേ ബോംബ് കഥ തന്നെ, സ്റ്റൈല് മാറിയപ്പോ ഇങ്ങനെ ആയിപ്പോയി. എടാ മരമണ്ടം കഴുതേ, നിനക്ക് പറ്റിയ പണി എന്താണെന്ന് ഞാൻ പറയാം. ഇതല്ലേ എനിക്കറിയാം, പക്ഷെ അവന്മാർക്ക് ഇപ്പൊ യൂണിയൻ ഉണ്ട്. അതുകൊണ്ട് അതേ സ്റ്റാറ്റസ് ഉള്ള വേറൊരു പണി ഞാൻ നോക്കി. ഒന്നുകിൽ ഒരു എഡിറ്റർ ആകുക, ഇല്ലെങ്കിൽ ഒരു സാഹിത്യകാരനാകുക. അതൊന്നുമല്ല ഞാൻ പറയാൻ വന്നത്. നീ കോമഡി എഴുതണം, മറ്റൊന്നും വേണ്ട. നിനക്ക് പറ്റിയ അബദ്ധങ്ങൾ മാത്രം കുറിച്ചിട്ടാ മതി. അത് തന്നെ ധാരാളം ഉണ്ടല്ലോ. അതെങ്ങനെ ഒരു കഥയാകും? ഹാസ്യത്തിന് കഥ വേണ്ട, സിറ്റുവേഷൻ മാത്രം മതി. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇല്ലാത്തൊരു ന്യൂസ് ഒരു ചുറ്റുപാടിൽ ഇല്ലാത്തൊരാളെ കുറിച്ച് പ്രസിദ്ധീകരിച്ചു എന്ന് വിചാരിക്കാം. അയാൾ ശരിക്കും ഉണ്ടായി. അയ്യോ, അതെങ്ങനെ? അങ്ങനെ സംഭവിച്ചു എന്ന് സങ്കല്പിക്കുക. അയാൾ എന്നോട് എങ്ങനെ പെരുമാറും? അത് പറയാൻ പറ്റില്ല. ആളിന്റെ സ്വഭാവം പോലെ ആ പെരുമാറ്റമാണ് കോമഡി. നീ ഒന്ന് അയാൾ എന്നോട് എങ്ങനെ പെരുമാറും ഊഹിച്ചു പറ, നിനക്ക് കോമഡി മനസ്സിലാവും. അത് അത് തുണയുണ്ടെങ്കിൽ ഇറങ്ങി വരില്ല. എട്ട് വീട്ടിൽ ലാഭമില്ല. ഏതോടെ മാനവപ്പെടുത്തിയത് നിന്റെ പത്രം ഞാനിത് അവസാനിപ്പിക്കൂടാ. എടാ, ഇതിനകത്ത് ചങ്കരപ്പിള്ള ഒരു ചെറ്റ ഇരിപ്പില്ലടാ. ഉണ്ടെങ്കിൽ ഇറങ്ങി വരില്ല. കുത്തും കൊലയും ജയിലും ഒന്നും എനിക്ക് പുത്തരി അറിയാൻ നാറികളെ. എല്ലാത്തെയും ഞാൻ ബോംബിട്ട് നശിപ്പിക്കും. ഞാൻ കൊലമരത്തിൽ കയറിവിടാ. ഇറങ്ങി വരണോ അവൻ ഞാൻ അങ്ങോട്ട് വരണോ? ഇവനാരുടെ ഇവിടെ ചാടുന്നു? അവൻ ഇപ്പൊ ഒരു കുത്തു കേസ് ജയിലിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. പേര് എട്ട് വീട്ടിൽ രാമപിള്ള. എട്ട് വീട്ടില് രാമപിള്ള. മാനവും മര്യാദയ്ക്ക് മനുഷ്യൻ ജീവിക്കാൻ സമ്മതിക്കില്ല. അയ്യോ, തല്ലല്ലേ? ഞാൻ പറയുന്നത് കേക്ക്. ഞാനല്ലേ എഴുതി. ഇനി ആരാ? ഉടുപ്പേന്ന് വിടെ. ഉടുപ്പേന്ന് വിടെ. ഞാൻ കാണിച്ചു തരാം. വന്നത് എടാ, നീയാണോ ചീപ്പ് അടിച്ചത്? അയ്യോ, ഞാനല്ല. കസേരയിലിരിക്കുന്ന എം ടി രാമോദരൻ. പന്ന റാസ്കളെ, നീ എന്നെ പറ്റി അനാവശ്യം. നീ നിന്റെ ഒരു പത്രം നിന്നെ ശരിയാക്കുന്നു. മേലിൽ ആരെപ്പറ്റേലും അനാവശ്യമായ ന്യൂസ് എഴുതിയാൽ കൈയും കാലും വേണ്ടി ദൂരെ കഴിഞ്ഞാൽ പറഞ്ഞേക്കാം. ആകാരത്തിന് വല്ല അംഗഭംഗവും സംഭവിച്ചോ സാർ? ഇപ്പൊ പിടികിട്ടി എന്താണ് കോമഡി. വിത്തിൻ 2 weeks കഥ റെഡി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ മിസ്റ്റർ അനിൽകുമാർ നാഷണൽ പ്രസ് ഫോട്ടോഗ്രാഫി മത്സരത്തിൽ 1ാം സമ്മാനം കരസ്ഥമാക്കിയിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത സ്നേഹപുരസ്സരം അറിയിച്ചുകൊള്ളുന്നു. അനിൽകുമാറിന്റെ ഈ വിജയം ടൈം പബ്ലിക്കേഷൻസ് എന്നും അഭിമാന പുരസ്സരം സ്മരിക്കുന്നതാണ്. ഫോട്ടോഗ്രാഫിയുടെ നൂതന സങ്കേതങ്ങളെ കുറിച്ച് ഗവേഷണം നടത്താൻ ടൈം പബ്ലിക്കേഷൻ സ്വന്തം ചെലവിൽ അനിൽകുമാറിനെ ബോംബെക്ക് അയക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെ അനിലിനെ ബോംബെക്ക് അയക്കുകയാണെങ്കിൽ എന്നെ അയക്കണം.
നീ എന്ത് കോപ്പ് കാണിച്ചിട്ട് നിന്നെ ബോംബെക്ക് അയക്കണം? നിന്നെ പൂത്തർക്കൊക്കെ അയക്കാം. ആ ചോദ്യം ഇവരോട് ചോദിക്കണം. ഏതോ ഫോട്ടോ സ്റ്റുഡിയോന്ന് കാശ് കൊടുത്ത് ഫോട്ടോ വാങ്ങിച്ച് അവാർഡ് വാങ്ങിച്ച ഫോട്ടോഗ്രാഫർ ആവും. എടാ അസൂയക്കും കഷണ്ടിക്കും പണ്ടേ മരുന്നില്ലെന്ന് വിവരമുള്ളവർ പറഞ്ഞിട്ടുണ്ട്. സ്വന്തം പലട കുത്തി നാറ്റിക്കണ്ട. നിങ്ങൾ രണ്ടുപേരും കള്ളന്മാരാ. ആ വിവരം നാട്ടുകാരെ അറിയിച്ച് പത്രത്തിന് നാണം കെടുത്തണ്ട. അല്ലെങ്കിൽ പത്രം നാറി. ഇനി ഇവരെ ബാംബെക്ക് ഇവിടെ അയച്ചാ ആ നാറ്റം ബോംബെ വരെ എത്തും. എടാ വഞ്ചക, ഫോട്ടോ കട്ടതോ മോഷ്ടിച്ചതോ എന്നുള്ളത് എനിക്കൊരു പ്രശ്നമേ അല്ല. നാണമില്ലാത്തവന്റെ പ്രശ്നത്തിൽ ഒരു ആല് കളിച്ചാൽ അതും അവനൊരു തണലാണെന്ന് ഷേക്സ്പിയർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അനിൽകുമാറിന് ബോംബെക്ക് അയക്കാനുള്ള എന്റെ തീരുമാനം പാറ പോലെ ഉറച്ചതാണെന്ന് ഞാൻ എല്ലാവരെയും അറിയിച്ചു കൊള്ളുന്നു. കയ്യടി. സാറ് വിഷമിക്കണ്ട. ഫ്രാഡുകൾക്ക് ഈ രാജ്യത്ത് രക്ഷയുള്ളൂ. എന്നിട്ടും എന്തുകൊണ്ട് സാറ് രക്ഷപ്പെടുന്നില്ല എന്ന് ചോദിച്ചാൽ സാറിന്റെ ഫ്രാഡ് പണികൾ സന്ദർഭത്തിനൊത്തു എരുന്നില്ല എന്ന് ഞാൻ പറയും. അതുകൊണ്ട് സാർ അത് വയത്തണം, വയത്തി പിടിക്കണം. സാറേ, സത്യം, ധർമ്മം, നീതി, ന്യായം ഇതൊക്കെ ദൈവങ്ങൾക്ക് മാത്രമുള്ളതാ. അതുകൊണ്ട് നടന്നാൽ ഇക്കാലത്ത് വയറ് വഴയ്ക്കാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, സാറിന്റെ കൂട്ടുകാരൻ ചെക്കൻ അനിൽ ഫോട്ടോ സ്റ്റുഡിയോയിൽ നിന്നും ഫോട്ടോ മേടിച്ച് അവാർഡ് വാങ്ങിച്ചു. എന്നിട്ടിപ്പോ എന്തായി? എല്ലാരും കൂടെ ഹാരവും മാലയും ഒക്കെ ഇടിയിച്ച് ബോംബെക്ക് കെട്ടി എഴുന്നള്ളിക്കാൻ പോണെന്ന്. സത്യം പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും മണ്ടന്മാരാ. പക്ഷെ ഇപ്പൊ ഇന്ത്യയിൽ അവനൊരു വിലയുണ്ട്. എങ്ങനെ? ഫ്രാഡ് വില കാണിച്ചിട്ട്. ഇനി തിരിച്ചു വരുമ്പോ അവന്റെ പോസ് നോക്ക് സഹിക്കാൻ പറ്റുമോ? എന്റെ അടുത്ത് പോസ്റ്റ് കാണിച്ചാണ്ടല്ലോ ഇടിച്ചാൽ മൂഞ്ചി ഇടിച്ചു വിടും. നടക്കാത്ത കാര്യം കള. നടക്കുന്ന കാര്യം ആലോചിക്കും. അവന്റെയും ഒരുപടി മേലെ സ്റ്റാറ്റസിൽ നിൽക്കാൻ ശ്യാംകുട്ടിക്ക് മോഹമില്ലേ? ചൽമി അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യും? വഴിയുണ്ട്. മനോഹരമായ ഒരു വലിയ ഫ്ലാറ്റ്, അതിലാവശ്യത്തിന് കാശും പത്രാസും, പ്രേമിക്കാൻ തരുണീമണികൾ. ഇങ്ങനെ ഒരു ചുറ്റുപാടിനെ പറ്റി ശ്യാംകുട്ടി ആലോചിച്ചിട്ടുണ്ടോ? ആകെ ഒരു പളവളപ്പ്, ഒരു ഗ്ലാമർ. ഇന്ന് പുച്ഛിക്കുന്നവർ നാളെ ലജ്ജിക്കും. ശ്യാംകുട്ടിയുടെ മുമ്പിൽ ലജ്ജിച്ച് തല താഴ്ത്തും. കാര്യമൊക്കെ ശരി തന്നെ, പക്ഷെ ഞാനിതെങ്ങനെ ഒപ്പിക്കും? എങ്ങനെ അനിൽ അവാർഡ് ഒപ്പിച്ചു? അവന്റെ കഴുത്തിൽ എങ്ങനെ ഹാരം വീണു? അവൻ എങ്ങനെ ബോംബെക്ക് പറക്കാൻ പോണു? ആ മണ്ടൻ മണ്ട ഉപയോഗിച്ചു. ഫ്രാഡ് പണി, ഇന്നസെന്റ് ഫ്രാഡ്, ആർക്കും ഉപദ്രവമില്ലാത്ത ഫ്രാഡ് പണി. ഇങ്ങനെ ഒരു ജീവിതം വേണോ വേണ്ടയോ എന്ന് ശ്യാംകുട്ടി ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒന്നാലോചിച്ച ആ ശരിയാ. ലൈഫ് ഇസ് എ ചലഞ്ച് മീറ്റിംഗ്. എന്നാരാ പറഞ്ഞ? ഞാനല്ല, പക്ഷെ പറഞ്ഞ നാറിക്ക് വിവരമുണ്ട്. കേൾക്കുന്ന നാറികൾക്കും വിവരം ഉണ്ടാവട്ടെ. താങ്ക് യു, താങ്ക് യു. കൈയും വീശി ഇനി പോന്നല്ലയോ? ഒരു ബൊക്കെ ഇവിടെ വാങ്ങിച്ചോട്ട് വന്നുകൂടായിരുന്നോ? ദരിദ്രവാസി, നീ എന്താണ് ബോംബെയിൽ പൂക്കച്ചവടം നടത്താൻ പോന്നോ? ഒരു പടം വാങ്ങിച്ചാൽ അർദ്ധരാത്രി പിടിക്കാൻ. എന്റെ അമ്മോ, അസൂയ അസൂയ. അത് തന്നെയാണ് അസൂയ തന്നെ. ആ കള്ളനാവാൻ കഴിയാത്തതിലുള്ള അസൂയ. Passenger traveling to Bombay, ഗുഡ് ബൈ. please report immediately at the security check. Last and final call for Mr. Anil Kumar. ബൈ 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 ബൈ. Passenger traveling to Bombay. താങ്ക് യു. Please report immediately at the security check. അലയാ, ഗുഡ് ബൈ. നീ വെള്ളം അടിച്ച് കാർ ഓടിക്കാറുണ്ടോ? മുതലാളി വേണമെങ്കിൽ എന്റെ ചെകിടത്ത് 4 പൊട്ടിച്ചോണം. പക്ഷെ ഞാൻ വെള്ളം അടിച്ചത് മാത്രം പറയരുത്. അല്ല, 4 ഞാൻ പൊട്ടിക്കുന്നുണ്ട്. അതിനു മുമ്പ് സത്യം എന്താണെന്നൊന്ന് അറിയണമല്ലോ. കാറിന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. കീ എവിടെ? ജാക്കിയും സ്റ്റെപ്പിനും ഒക്കെ കാറിലുണ്ടോ? എന്റെ സാറേ, എന്റെ ജീവനേക്കാളും വലുതാണോ ജാക്കിയും സ്റ്റെപ്പിനും ഒക്കെ? മനസ്സിലായില്ല. സാർ കേൾക്കണം. ഞാൻ ഇങ്ങനെ ശബരിമല ഇറക്കം ഇറങ്ങി വരുന്നു. താഴെ വലിയ കൊക്കോ. ഞാനൊരു വളവ് തിരിയുന്നു. പെട്ടെന്ന് കുറേ നിൽക്കുന്നു. ആരാ? 3 ഒറ്റയാൻ. ഞാനൊരു ചവിട്ട് വെച്ചു കൊടുത്തു. എന്റെ സാറേ, വായുണ്ടെങ്കിൽ കാർ പോലും നിലവിളിച്ചേന്. ഞാൻ മിണ്ടിയോ? മിണ്ടിയില്ല. ഞാനൊരു 10 മിനിറ്റ് ലൈറ്റ് അണച്ച് കാറിലിരുന്നു. ആനകൾ അനങ്ങിയോ? അനങ്ങിയില്ല. നിവർത്തിയില്ലാതെ ഞാൻ ജാക്കി എടുത്തെറിഞ്ഞു. പോയി. ആനയോ? അല്ല, ജാക്കി. രണ്ടാമത് ഞാൻ സ്റ്റെപ്പിനെ എടുത്ത് ഉരുട്ടി വിട്ടു. പോയി. സ്റ്റെപ്പിന്? കറക്റ്റ്. ഇപ്പൊ സാറിന് കാര്യങ്ങൾ മനസ്സിലായി വരുന്നുണ്ടല്ലോ. ആനകൾ അനങ്ങിയില്ല. പിന്നെ എന്റെ സാറെ, എനിക്ക് ഒരുമാതിരി ചൊറിഞ്ഞു പറഞ്ഞു വന്നു. ഞാൻ വീൽ കപ്പും ലാമ്പും ബമ്പർ എല്ലായിടത്തും ചണ ഗുണ വലിച്ചെറിഞ്ഞു. അവസാനം എന്റെ നല്ല കാലത്തിന് കാശിരുന്ന ബാഗ് കൈ കിട്ടി. 10,500 രൂപ ഉണ്ടായിരുന്നുള്ളൂ.
അത് ഞാനെടുത്ത് ചേറി എറിഞ്ഞു കൊടുത്തു. അപ്പോ ബമ്പറും ടെയിൽ ലാമ്പും കാശും കൂടെ പോയി അല്ലേ? പോയെങ്കിൽ എന്ത് സാറേ, ആനകൾ പോയി കിട്ടിയില്ലേ? ഞാൻ എന്റെ ഉള്ള ഉയരം കൊണ്ട് മല ഇറങ്ങി പോകുന്നു. ഇപ്പോഴും എന്റെ കൈ വിറയ്ക്കുന്നുണ്ടല്ലേ സാർ? എന്നിട്ട് ഇപ്പൊ കാർ എവിടെ? കാറ് അങ്ങ് ശബരിമലയല്ലേ? ശബരിമലയിലെവിടെ? അങ്ങ് ഇറക്കത്തിൽ. അവിടെ എല്ലാം ഇറക്കമാണല്ലോ. അങ്ങോട്ട് പോകുമ്പോ കയറ്റല്ലേ സാർ? കാർ എവിടെ കിടക്കുന്ന ചോദിച്ചത്? ഇങ്ങോട്ട് വരുമ്പോ ഇടവശത്തുള്ള കള്ളഷാപ്പിന് മുമ്പ് കിടപ്പുണ്ട്. അത് ശരി. അപ്പൊ ആനയല്ല ഷാപ്പായതെല്ലാം കൊണ്ടുപോയത്. അപ്പോ സാറിന് എന്നെ വിശ്വാസമില്ലേ? അയ്യോ ഇല്ല. ഇത്രയും നാൾ സാറിന്റെ അടുത്ത് ഞാൻ വിശ്വാസത്തോടെ പണിയെടുത്തു. ഇനി ചീത്തപ്പേരെയൊക്കെ ഞാൻ തയ്യാറല്ല. സ്വരം എന്തായിരിക്കും നമുക്ക് പിരിയാം. അവിടെ നിൽക്കാൻ. ഇല്ല, നമ്മളൊന്നും ശരിയാകത്തില്ല. ശരിയാകത്തില്ല. അവിടെ നിൽക്കാനോ? ഇല്ല, നമ്മൾ ശരിയാകും. ഈ ജമ്മ ശരിയാകത്തില്ല. ഇല്ലേ ഇല്ല. എടാ റാസ്കൽ, നിന്നെ ഞാൻ കേസ് കൊടുത്ത് താഴ്ത്താക്കിയില്ലെങ്കിൽ എന്റെ പേര് ശ്രീകണ്ഠൻ നായരെന്നല്ല. ശ്രീകണ്ഠൻ നായരല്ലേ? ശ്രീകണ്ഠേശ്വരം ഒന്നും അല്ലല്ലോ. പോവാൻ പറ അണ്ണ. എന്താ പിരിച്ചുവിട്ട കാര്യം? അസൂയ അണ്ണ, അസൂയ. ഞാൻ ഒരു നായരായി പോയില്ലേ. ഒരു നായർക്ക് വേറൊരു നായർ നന്നാവുന്ന കണ്ടാ സഹിക്കുവോ? അത്രയൊക്കെ ഉള്ള അണ്ണാ കാര്യം അസൂയ കൂട്ടങ്ങൾ. കുട്ടപ്പന് മോട്ടോർ പണി അറിയാവുന്നിടത്തോളം കാലം യവനൊന്നും കുട്ടപ്പന ഒരു പുല്ലും ചെയ്യൂല. അടുത്ത മിനിറ്റിൽ അപ്പോയിന്റ്മെന്റ് ആർഡറുമായിട്ട് ആള് വന്നില്ല അണ്ണ. എവിടുന്ന്? കാർ വർക്ക്ഷോപ്പിൽ നിന്ന്. അപ്പൊ നീ ഇപ്പൊ വർക്ക്ഷോപ്പില? പിന്നെ അതല്ലേ അണ്ണൻ കാറിന്റെ പ്രശ്നം പറഞ്ഞപ്പോ ഞാൻ കയറി ഏറ്റത്. അണ്ണൻ ധൈര്യമായിട്ട് പോണം. അണ്ണന് പെമ്പിള്ളേരെ കയറ്റാൻ ഇഷ്ടം പോലെ കാറ് ഞാൻ കൊണ്ടുവരൂല്ലേ. പിന്നെ ചിക്കില് കറക്റ്റ് ആയിട്ട് ഇങ്ങ് പോരണം. രൊക്കം ഏർപ്പാടേ ഉള്ളൂ, കടമില്ല. നീ കാറേറ്റോ? ആ, എന്നാ കാശ് ഞാനേറ്റു. പിന്നെ ഒരു കാര്യം, ഇതുപോലെ ആക്രി വണ്ടി ഒന്നും കൊണ്ടുവരരുത്. അയ്യോ അണ്ണ, ബെൻസ്, ടയാട്ട, ഇമ്പാല ഒക്കെ കൊണ്ട് ഇറക്കൂലേ. കഴിഞ്ഞ ഒരു വർഷക്കാലമായി എലീനയുടെ ഫ്ലൈറ്റ് ഇവിടെ ലാൻഡ് ചെയ്യുമ്പോ ഒരു ചെറുപ്പക്കാരൻ എലീനയെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു നോക്ക് കാണാൻ, ഒന്ന് കാണാൻ മാത്രം. അത്രമാത്രം എലീന അയാളുടെ മനസ്സിൽ പതിഞ്ഞുപോയി. അയാളുടെ ഒരു ആത്മസുഹൃത്തെന്ന നിലയ്ക്ക് ഇക്കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് എലീനയെ ഞാനിവിടെ വിളിച്ചു വരുത്തിയത്. ഞാൻ അറിയാതെ എന്നെ അത്രയധികം സ്നേഹിക്കുന്ന മനുഷ്യൻ ആരാണ്? എനിക്കൊന്ന് കാണാൻ പറ്റുമോ? ജസ്റ്റ് എ മിനിറ്റ്. ശ്യാം, ഇത് ശ്യാം, ഇത് എലീന. ഹലോ. ഹലോ, ഇരിക്കൂ. താങ്ക് യു. ഫ്ലാറ്റ്. നടക്കോ? ഫ്ലാറ്റ്. നീ എന്താ പറഞ്ഞു പഠിക്കാണോ? ഫ്ലാറ്റ് 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 എന്ന് പറ്റിയാലേ പറ. എനിക്ക് വേറെ വഴി നോക്കണമെന്നേ. ചേട്ടാ, ഇത് ഏതാണ്ട് എന്റെ ആവശ്യം പോലെയാണ് അണ്ണൻ പറയണത്. ഒരു ഫ്ലാറ്റ് ഉണ്ട്, പക്ഷെ നമ്മളൊരു അല്പം കുരുത്തക്കേട് കാണിച്ചാൽ നമ്മുടെ കിട്ടും. ആരുടെ? നമ്മുടെ ശ്രീകണ്ഠൻ നായരുടെ. പക്ഷെ അയാളൊരു കഞ്ഞിയാ. കഞ്ഞിയായാലും ചോറായാലും കാര്യം നടക്കാൻ വല്ല വഴിയുണ്ടോ നോക്ക്. പിന്നെ ഒരു കാര്യം, മേല് നോവുന്ന പരിപാടിയാണെങ്കിൽ ഞാനില്ല, ഇപ്പഴേ പറഞ്ഞേക്കാം. ആ, അത് ശരി. പോക്കൃത്തരം കാണിച്ചിട്ട് തല്ലുകൊള്ളാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതൊരു തരം മറ്റേ ഏർപ്പാടല്ലേ. അത് ചിലപ്പോ കൊണ്ടെന്നിരിക്കും, ചിലപ്പോ കൊണ്ടില്ലെന്നിരിക്കും. അതൊക്കെ അണ്ണന്റെ ലക്കി പോലെ ഇരിക്കും. എന്ത് കുന്തം ആയിക്കോട്ടെ, നീ വഴി പറ. പറയടാ. നമ്മുടെ ശ്രീകണ്ഠൻ നായർക്ക് ഒരു ഫ്ലാറ്റ് ഉണ്ട്. അതങ്ങ് ഹിൽവ്യൂ കോംപ്ലക്സിലാ. അത് അയാളുടെ മകൾക്ക് വേണ്ടി ഇട്ടിരിക്കുക. പെണ്ണങ്ങ് അമേരിക്കയിലോ മറ്റോ ആണ്. അവൾ ആള് മകാ പെശകാന്നാ പറയുന്നത്. കേസാ കേസ്. ഭർത്താവിന് വിളുന്താനാ. അവിടെ സായിപ്പുമാർക്കൊക്കെ ഫ്ലാറ്റിന്റെ കാര്യമാണ് ഞാൻ ചോദിച്ചത്, പെണ്ണിന്റെ കാര്യമല്ല. അത് ശരി. അപ്പൊ പെണ്ണ് ഫ്ലാറ്റ് അത് തൂത്തുവാരാനും തുടയ്ക്കാനും സൂക്ഷിക്കാനും ഒരാളെ വേണമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് നാളായി. ഈ മൂപ്പിലാനൊരു പ്രസിദ്ധ എച്ചിയായതുകൊണ്ട് ആരും ഏറ്റിട്ടില്ല. അണ്ണൻ അവിടെ പോയി തൂത്തുവാരി തുടച്ചോളാന്ന് പറഞ്ഞ് താക്കോല് വാങ്ങിച്ചാൽ പദ്ധതി നടക്കും. ഏറ്റവും നീ കൂടെ വരൂ. അയാൾ എന്നെ കണ്ടാ താക്കോല് കിട്ടില്ല എന്ന് മാത്രമല്ല, ആടി പാഴ്സൽ ഷുവർ. അണ്ണൻ പോയാ മതി. പിന്നെ താക്കോല് കിട്ടുമ്പോ കൈ വറക്കരുത്. ഞാൻ പോട്ടാ.
ചുമ്മാ പോണം ധൈര്യമായിട്ട് പോണം. ശരി. ഉം. ആ, എന്താ തന്റെ പേര്? തങ്കപ്പൻ. ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല. എന്തെങ്കിലും ചെയ്യണം. ഒരു നിമിഷം സാർ, എന്റെ കഥയൊന്ന് കേൾക്കണം. ഓ, അത് ശരി. കഥയെഴുത്തുകാരനാണല്ലേ? അല്ല, ഒരു വലിയ കുടുംബത്തെ സംരക്ഷിക്കാനുള്ള ചുമതല ഇന്ന് എന്റെ 2 കൈകളിലാണ് സാർ. രോഗിയായ അച്ഛനമ്മ, വിധവയും ഗർഭിണികളുമായ സഹോദരിമാർ, എല്ലാവരുടെ മുമ്പിൽ ഞാൻ ഇന്നൊരു ചോദ്യ ചിഹ്നമായി നിൽക്കുകയാണ് സാർ. ഇപ്പോ ഞാനെന്ത് വേണം? ഒരു ജോലി എന്ന് സഹായിക്കണം സാർ. ഡ്രൈവിംഗ് അറിയാമോ? അറിയാം. പക്ഷേ ഞാൻ വാഹനങ്ങൾ ഓടിക്കാറില്ല. അടുത്തതിനൊരു മേജർ ആക്സിഡന്റ് ഉണ്ടാവുന്ന ജാതകത്തിൽ പറയുന്നുണ്ട് സാർ. പിന്നെ കുക്കിംഗ് അറിയാമോ? അറിയാം സാർ. പക്ഷേ ശരിയാവില്ല. ഞാൻ എന്തുണ്ടാക്കിയാലും അതിന് ഉപ്പ് കൂടിപ്പോകും സാർ. വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കാനും സൂക്ഷിക്കാനും ഒക്കെ അറിയാവോ? അത് നന്നായിട്ട് അറിയാം സാർ. എനിക്ക് വളരെ ഇഷ്ടമുള്ള ജോലിയാണ്. എന്നാ ഇവിടെ നിന്നോളൂ. ഇവിടെ പട്ടിയുണ്ടോ സാർ? ഉണ്ട്. എനിക്ക് പട്ടിയെ പേടിയാണ്. ഏത് പട്ടിക്കും എന്നെ കണ്ട ഒന്ന് കടിക്കണമെന്നോ സാർ. സാറിന് മറ്റെവിടെയെങ്കിലും വീടുണ്ടെങ്കിൽ 7 രോഗികളുള്ള ഒരു കുടുംബം രക്ഷപ്പെടും സാർ. എന്നെ സഹായിക്കണം സാർ. എനിക്ക് ഹിൽവ്യൂ കോംപ്ലക്സിൽ ഒരു ഫ്ലാറ്റ് ഉണ്ട്. അത് തൂക്കാനും തുടയ്ക്കാനും വൃത്തിയാക്കാനും ഒരാളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. താൻ നാളെ രാവിലെ വന്ന് താക്കോല് വാങ്ങിച്ചോളൂ. വലിയ ഉപകാരം സാർ. അണ്ണാ, അണ്ണാ, ഇതാണ് ഞാൻ പറഞ്ഞ പാർട്ടി. മിസ്സിസ് ഡിക്ക്. ഡിക്കമ്മായി എന്ന് എല്ലാരും വിളിക്കും. ഇതാണ് ശ്യാം. കാര്യങ്ങളൊക്കെ നീ പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ കൊള്ളാം. കാര്യങ്ങളൊക്കെ നീയും പറഞ്ഞിട്ടുണ്ടല്ലോ. മിക്സി വേണം, എന്നെ കൊണ്ട് അരയ്ക്കാനും പിടിക്കാനും വയ്യ. ഗ്രൈൻഡിങ് മെഷീൻ വേണം, എന്നെ കൊണ്ട് ആട്ടാൻ പറ്റില്ല. കുക്കിംഗ് റേഞ്ച് വേണം, എന്നെ കൊണ്ട് തീ എത്തിയാനൊന്നും വയ്യ. പിന്നെ മാർക്കറ്റിൽ ഞാൻ തന്നെ പോവും. ദാരിദ്ര്യ കണക്കൊന്നും ചോദിക്കരുത്. ആ, പിന്നെ എന്നെ കൊണ്ട് താഴെ കിടക്കാൻ പറ്റില്ല. അവളുടെ ബെഡ്. ഇതെല്ലാം ഇപ്പൊ ജോലിക്ക് വരുന്നവരുടെ മിനിമം ആവശ്യങ്ങളാണല്ലോ. അത് ന്യായം. പക്ഷേ അല്ല, ഞങ്ങൾ ഈ ചെറുപ്പക്കാർ ചില കുശലത്തരങ്ങളൊക്കെ കാണിക്കും. അതിന്റെ ഇടയെ കൊണ്ട് ഡിക്കമായി തലയിടരുത്. 1-ാം തീയതി കറക്റ്റായിട്ട് ശമ്പളം തരണം. എന്നിട്ട് എന്ത് കുരുത്തക്കേട് വേണമെങ്കിലും നിങ്ങൾ കാണിച്ചോ. ഐ ഡോണ്ട് മൈൻഡ്. വെരി ഗുഡ്. സോ യു ആർ അപ്പോയിന്റഡ്. ക്യാരി ഓൺ. നല്ല വിശപ്പായിരുന്നു, ഞാനിന്ന് കഴിച്ചു. അതിനെന്താ, സ്വന്തം വീട്ടിൽ ആരെങ്കിലും ഫോർമാലിറ്റീസ് നോക്കാറുണ്ടോ? ഇതൊക്കെ പറച്ചിലേ ഉള്ളൂ. ശ്യാം എന്താണ് ശ്യാമിന്റെ ഡാഡിയെ കൊണ്ട് സംസാരിക്കാത്തത്? സംസാരിക്കാം. ടൈം കിട്ടണ്ടേ? എലീനെ തിരിച്ചു വരുമ്പോഴേക്കും നമുക്ക് ഡാഡിയെ മീറ്റ് ചെയ്യാം. നമുക്ക് സംസാരിക്കാം. എപ്പോഴാണ് എലീനെ തിരിച്ചു വരിക? ഡേ ആഫ്റ്റർ ടുമോറോ. 1 second. So you are coming by Bombay flight, eh? Yeah. എപ്പോഴാ Trivandrum flight? 9 o'clock. Oh, 9 o'clock. Bombay flight, Trivandrum flight 9 o'clock. Trivandrum flight 9 o'clock. Okay. എന്തിനാ ഇതൊക്കെ കുറിച്ചിടുന്നത്? അല്ല, എലീന തിരിച്ചു വരുമ്പോഴേക്കും എനിക്ക് കുറച്ച് ഫ്രീ ആണല്ലോ. അതിനു വേണ്ടിയാണ്. കുറച്ചൊരു കാപ്പി കൊണ്ടുവരൂ. ഈ ചാപ്പി കൊണ്ടുവരും എപ്പോഴും പറഞ്ഞാലേ കാപ്പി ഉണ്ടാവില്ല. ഇത് മന്ത്രവും മായൊന്നുമല്ല. വെള്ളം തിളപ്പിക്കണം, കാപ്പിപ്പൊടി ഇടണം, പാലൊഴിക്കണം, പഞ്ചസാര ഇടണം. പ്രസംഗിക്കണ്ട, പറയുന്ന അങ്ങോട്ട് ചെയ്താൽ മതി. അത് പതുക്കെ പറഞ്ഞാ പോരെ. ഐ ആം നോട്ട് ഡഫ്. ഇത് കണ്ടോ, ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു അവരെ പറഞ്ഞു വിടാത്തത് വേറൊന്നും കൊണ്ടല്ല. എലീന എന്ന് പറഞ്ഞ അവർക്ക് ഭയങ്കര സ്നേഹമാണ്. ഷീ ലൈക്സ് യു സോ മച്ച്. വെറുതെ അവർക്ക് എന്നെ തീരെ ഇഷ്ടമല്ല. ഒരു യജമാനത്തിന്റെ മൊട്ടം പോകുന്നു. നോ, എലീന അവരെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. സ്വന്തം കുഞ്ഞുങ്ങളോട് അമ്മമാർക്കൊരു രീതി ഉണ്ടല്ലോ, അവരങ്ങനെ. അവരുടെ സ്നേഹം എലീനയ്ക്ക് മനസ്സിലാവാഞ്ഞിട്ടാണ്. എങ്കിൽ പിന്നെ എന്തിനത് ഒളിപ്പിച്ചു വെക്കണം? അങ്ങനെയായിരുന്നെങ്കിൽ ശ്യാമൻ ഞാനും തമ്മിൽ അടുക്കുമായിരുന്നില്ല. നമ്മളെ പോലെ
പുരോഗമനപരമായ ഒരു കാഴ്ചപ്പാട് ഒരു വയസ്സായ സ്ത്രീയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. എന്നാലും ഒരു ലിമിറ്റ് ഇല്ലേ? കരിങ്കല്ല് ചുമക്കുന്ന അത്ര പ്രയാസം തോന്നുന്നു സംസാരം കേട്ടെ. ഓക്കെ പുതിയ വയസ്സാരി ആരാ ഇവിടെ കരിങ്കല്ല് ചുമക്കാൻ പോകുന്നേ? നിങ്ങൾക്ക് പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടരുന്ന്? പോയി എലിനയുടെ ബാഗ് വല്ല എടുത്തോണ്ടേ. ഇവിടത്തേക്ക് ഇനി വല്ല ആവശ്യം ഉണ്ടാവോ? എനിക്കൊന്നും വേണ്ട. ആശ്വാസം. കുഴപ്പമില്ല, തന്റെ അച്ഛനെ അവള് കണ്ടോട്ടെ, കല്യാണക്കാരി ഉറപ്പിച്ചോട്ടെ. അതിനെന്താ അത്ര വിഷമം? എനിക്ക് തന്തയില്ല, അത് തന്നെ. അത് നിന്റെ സ്വഭാവം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. അതല്ലെന്നേ, എന്റെ അച്ഛൻ മരിച്ചിട്ട് ഒരുപാട് നാളായി എന്ന് മാത്രമല്ല, അമ്മാവനെങ്ങാനും ഇത് അറിഞ്ഞാൽ ആകെ അലുകുളിത്താവും, എല്ലാം പൊളിയും. അമ്മാവൻ വേണ്ട, ഒരു തന്ത മതി. ഈ നാട് മുഴുവൻ കിടക്കയില്ലേ ലാവിഷായിട്ട് തന്തമാര്. സാറേ, സാറിന് എത്ര തന്തമാരോ? എനിക്കല്ലടേ, യവന്. എന്നാ ഞാൻ നല്ല അന്തസ്സുള്ള തന്തമാരെ കൊണ്ടിറക്കി തരാം. വലിയ ചാർജ് ആവും. ഒരു 100 രൂപ കൊടുക്കുകയാണെങ്കിൽ നല്ല കിളികിളികളി പോലെ തന്തമാര് വരും. അത് കുറയൂല്ലേ? 5 രൂപയ്ക്കും കിട്ടും, പക്ഷേ ചോറി പിടിച്ച തന്തമാര്. അത് വേണ്ട, അത് വേണ്ട. ഇനിയിപ്പോ ഒരു പ്രശ്നവും ഇല്ല. ആ കിളിത്തന്ത എലീനെ കാണട്ടെ. കല്യാണത്തിന് സമ്മതമാണെങ്കിലും അത് 2 വർഷം കഴിഞ്ഞേ നടക്കൂ എന്നുറപ്പുകൊടുത്താൽ മാത്രം. എന്നാ ഞാൻ പോകുന്നു. ഇതാ തന്തയും തേടി. പല പേട്ട് തന്തമാരെയും വിളിച്ചോണ്ട് വന്ന് സംഭവം അൽക്കുലിട്ട് അകല്ലേ. അയ്യോ, സാറ് വിഷമിക്കാതെ. ഒരുത്തനെയും കിട്ടിയില്ലെങ്കിൽ അവന്റെ തന്തയെങ്കിലും മേക്കപ്പ് ഇട്ട് അവൻ വിളിച്ചോണ്ട് വരും. നീ കാര്യം പറ അണ്ണാ. ഒരു ചെറിയ നാടകം. നിറയെ ആളൊക്കെ ഉണ്ടാവുമോ? ഓ, ആളൊക്കെ കുറച്ചേ കാണും. വേഷം എന്താ? തന്തപ്പടി. കാശ് രൊക്കം 50 രൂപ. പെർഫോമൻസ് കഴിഞ്ഞാൽ ഉടനെ എടുത്ത് കൈ തരും. അപ്പൊ എവിടെയാ സ്റ്റേജ്? ഓ, സ്റ്റേജ് വാങ്ങാത്തൊലിയൊന്നുമില്ല. നമ്മുടെ ഒരു കൂട്ടുകാരന് കല്യാണം ഉറപ്പിക്കാനാ. ആളൊരു തന്തയില്ലാത്തവനാ. നാളെ ഹിൽവി കോംപ്ലക്സിൽ കറക്റ്റ് 10 മണിക്ക് ഫ്ലാറ്റ് നമ്പർ 12. ഇത്തരം പന്നത്തരത്തിനെ എന്നെ കിട്ടില്ല. നീ പോയി വേറെ വല്ല പണി നോക്ക്. അണ്ണാ, ഒരു ജീവിതം തകരും. അണ്ണാ, ഒരു പ്രേമം തകരും. അണ്ണാ, എടാ, ആൾമാറാട്ടത്തിന് പോലീസ് പിടിച്ചാലേ എന്റെ എല്ല് തകരും. നീ നിന്റെ കാര്യം നോക്കടാ. തന്നെയൊക്കെ വിളിക്കാൻ വന്ന എന്നെ പറയണേ. നീ പൈസ തരുന്നുള്ള നീ എന്താ ഉറപ്പ്? രാമകുട്ടി അണ്ണ, എന്നെയാണ് വിശ്വാസമില്ല. ഓ, പിന്നെ പറഞ്ഞ വാക്ക് പാലിക്കുന്നില്ലേ നീ? 65 രൂപ 75 പൈസ പറ്റിയിട്ട് 7 മാസം എന്നെ ഒളിച്ചൊന്നും വിളിക്കണല്ലേ നീ? പക്ഷെ കിട്ടിയല്ലോ. ഓ, വീട്ടിൽ വന്ന് കുത്തിനെ പിടിച്ചു. എന്നാലും കിട്ടിയില്ലേ? അണ്ണാ, ഈ തന്ത കേസിൽ അണ്ണൻ എന്നെ ഒന്ന് സഹായിക്കാൻ നീ ഇല്ല. അണ്ണാ, ഛേദമില്ലാത്തൊരു ഉപകാരം. കണ്ണിച്ചോരയില്ലാതെ പെരുമാറരുതണ്ണ. നീ എന്ത് കുന്തം പറഞ്ഞാലും എന്നെ കൊണ്ട് വയ്യ. തന്നെ എന്റെ കയ്യിൽ ഒരു ദിവസം കിട്ടും. ഓ, എന്റെ പട്ടി വരും. ചുമ്മാ നിനക്കെടുത്താ ഫോണോ ഇടുന്നു. ഇന്നത്തെ കാലത്ത് വെള്ളം വായിലിട്ടുണ്ടിരുന്ന 50 രൂപ കിട്ടുമോ? അതില്ല. പക്ഷെ നിന്റെ ഇടപാടായതുകൊണ്ടാ പേടി. നീ ആയിട്ടുള്ള ഏർപ്പാട് മുഴുവൻ എന്തെങ്കിലും കൊലസ്റ്റിലല്ലേ അവസാനിച്ചിട്ടുള്ളൂ. അതെങ്ങനാ? കൊലപാതകത്തിന് തുല്യമായ പണികളല്ലയോ ഒപ്പിച്ചുകൊണ്ട് വരുന്നത്. അയ്യോ, ഇതൊരു സിമ്പിൾ കേസല്ലേ. അനശ്വരമായ ഒരു പ്രേമബന്ധം തകർക്കാതിരിക്കും. അത് ഓതിനല്ല, 50 രൂപ ചൊളപോലെ എണ്ണി വാങ്ങിക്കാമല്ലോ. വേണ്ട, നീ ആയിട്ടുള്ള യാതൊരു ഇടപാടും വേണ്ട. നീന്റെ വാട്ടിട്ടു. തന്റെ ജീവിതകാലം മുഴുവൻ കണ്ടവന് വേണ്ടി അടിച്ചോണ്ടിരിക്കുക. എവിടെ കൊടുപ്പേ? 50 രൂപ. 500 രൂപ കൊടുത്താ വരാൻ. 500 രൂപ? നീ ആര് പെരിയ രജനിയാർത്താ? 500 ഒന്നും തരാൻ മുടിയാതെ 50 രൂപ. ഇല്ല എന്നാ പോ. 50 രൂപ പോയാ എന്റെ വണ്ടി മറിയോടാ. ആലോചിക്കാനൊന്നുമില്ല അച്ചോ. ഏതായാലും നമ്മൾ കള്ളം പറയുന്നില്ല. അച്ചോ എന്ന് വിളിക്കുമ്പോ എന്തോന്ന് വിളി കേട്ടാ മതി. പള്ളിയിൽ അച്ഛനാണോ ശരിക്കുള്ള അച്ഛനാണോ എന്ന് ആരറിയാം? ഇല്ല കുട്ടി, അതൊന്നും ശരിയാവില്ല. ഈ വേഷവും ധരിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള വൃത്തികേടുകൾ കാണിക്കുന്നത് തെറ്റല്ലേ? ഒരു ജീവിതം രക്ഷിക്കാനല്ലേ അച്ചോ? പിന്നെ അച്ഛൻ ഒരു 50 രൂപ കിട്ടും. രൂപയൊന്നും എനിക്ക് വേണ്ട. ഇതിനൊന്നും എന്നെ നിർബന്ധിക്കരുത്. കർത്താവിന് അതൊന്നും ഇഷ്ടമാവില്ല. എന്നാ പിന്നെ കർത്താവിനോട് പറഞ്ഞ് എനിക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരാൻ പറ. ദുഃഖിക്കുന്നവനെ കർത്താവ് കൈവിടിയില്ല മോനെ. എന്നും പറഞ്ഞിട്ട് 26 കൊല്ലമായി. നടക്കാൻ വയ്യാത്ത കാര്യങ്ങൾ ഏക്കരുത്. പറയുന്ന പറച്ചിൽ കേട്ടപ്പോ ഞാൻ വിചാരിച്ച എത്ര ഇൻഫ്ലുവൻസ് എനിക്ക് ഈ സ്ഥലത്തിൽ നിന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്. ഞാൻ എന്ത് ചേട്ടാ? ഏതായാലും നനഞ്ഞിറങ്ങിയില്ലേ, ഇനി കുളിച്ച് കയറാം. ഏതായാലും ഞാൻ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരുത്തം വരാതിരിക്കില്ല. അത്ര സിമ്പതില് ഞാൻ പറഞ്ഞിരിക്കുന്നു. പിന്നെ 50 രൂപ അല്ല 100 രൂപ കിട്ടുന്ന കാര്യം കണ്ട് ആരെങ്കിലും വരാതിരിക്കും? നിന്റെ വാക്കും കേട്ട് വിശ്വസിച്ചിരുന്ന തന്ത പോയിട്ടൊരു മൊന്ത പോലും വരില്ല. പെണ്ണുകൊണ്ടിന്റെ പാട്ടിന് പോകും. ഞാൻ എന്ത് ചെയ്യണം?
ധൈര്യമായിട്ട്. തന്നെ പോലെ കാണാൻ കൊള്ളാവുന്ന ഒരു ചെറുപ്പക്കാരന് തന്തയില്ലെന്ന് പറഞ്ഞ നാണക്കേട്. നല്ല അന്തസ്സുള്ള ഒരു തന്തെ ഞാൻ കൊണ്ടുവരും. ആരാ? അപ്പം തിന്നാ പോരെ, കുഴി എന്നണോ? കൊള്ളാം, പെണ്ണിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇവന്റെ ഒരു തന്ത എന്ന നിലയ്ക്ക് എനിക്ക് മോളോട് ചിലത് പറയാനുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു പയ്യനും 29 വയസ്സ് തികയാതെ കല്യാണം നടന്നിട്ടില്ല. 29 വയസ്സും 29 ദിവസവും കഴിഞ്ഞ് 29 മണിക്കൂറും 29 മിനിറ്റും 29 സെക്കൻഡും ആവുമ്പോൾ പെണ്ണിന്റെ കഴുത്തിൽ കറക്റ്റായിട്ട് താലി കയറും. അതിനി എത്ര നാളുണ്ട്? കഷ്ടിച്ച് 1.5 വർഷം വരും. ഇപ്പൊ തന്നെ വേണമെങ്കിൽ അതിനുള്ള അറേഞ്ച്മെന്റ്സ് നടത്താം. ശരി, ഞാൻ വരട്ടെ. രാവിലെ മന്ത്രി ഒന്ന് കാണാൻ ഇറങ്ങിയതാ. അതിനിടയിൽ എവന്റെ നിർബന്ധം കാരണം കുട്ടിയെ വന്നത് കണ്ടിട്ട് പോകാന്ന് വെച്ചു. ഡോൺ വറി, എല്ലാം നടക്കേണ്ട സമയത്ത് നടക്കും, ഇല്ലെങ്കിൽ ഞാൻ നടത്തും. കപക്ഷ മോനെ, മക്കളെ, ഞാൻ താമസിച്ചു പോയാടാ. അച്ഛൻ അയ്യോ അച്ഛൻ താമസിയാ. അച്ഛൻ എവിടേക്ക് നോക്കി അച്ഛനെ? അയ്യോ, വരില്ലെന്നുള്ള പറഞ്ഞില്ലേ? എന്നിട്ട് ഞാൻ കാരണം ഒരു ജീവിതം തകരരുത്. താൻ കാരണം എല്ലാം പകരം പോകും. അയ്യോ മോനെ, നിന്നെ കണ്ടിട്ട് എത്ര നാളായി? നിന്റെ കല്യാണം ഇപ്പൊ നടത്തണം. എന്റെ മകനെ കയറി മകനെ എന്ന് വിളിക്കാൻ നീ എവിടെ? എന്റെ അച്ഛനെ തല്ലരുത്. അദ്ദേഹം അല്പം മദ്യപിച്ചു എന്ന് കരുതി സ്വന്തം മകനെ തിരിച്ചറിയാൻ കഴിവില്ലാത്ത മദ്യത്തന്തേ. അച്ഛൻ ചളാക്കരുത്. പ്ലീസ് കൂൾ ഡൗൺ ഡാഡി. യുവർ ഹാർട്ട് ബീറ്റ്. നിന്റെ വേല മനസ്സിരിക്കട്ടെ. എനിക്ക് അമ്മ കിട്ടാതെ ഞാൻ പോകത്തില്ല. എന്റെ മോനെവിടെ? മോനെ, മരുമോളെവിടെ? അയ്യോ ഭ്രാന്ത ഭ്രാന്ത ഭ്രാന്ത. ഭ്രാന്തോ? നിന്റെ തന്തയ്ക്കാണോ ഭ്രാന്ത്? മര്യാദക്ക് നീ പറഞ്ഞു രൂപ. പരസ്പര വിരുദ്ധമില്ലാത്ത കാര്യങ്ങൾ പറയുന്നു. രൂപ രൂപ. പരസ്പര വിരുദ്ധമില്ല. ഇന്നലെ വൈകുന്നേരം ഇവൻ എന്റെ കടയിലെന്ന് പറഞ്ഞു ഒരു വേഷം. മകനെ ഞാൻ അച്ചോ നിങ്ങളുടെ അനുഗ്രഹിക്കച്ചോ. അനുഗ്രഹിക്കുക മാത്രമല്ല, നിങ്ങളുടെ കല്യാണം നടത്തി തരാൻ കൂടിയാണ് നിന്റെ അച്ഛനായി ഞാൻ വന്നത്. എന്റെ മാത്രം അച്ഛനല്ല അച്ചോ, ഈ ഇടവകയിലെ എല്ലാവരുടെ അച്ഛനാണ് അച്ചോ. അച്ഛൻ എന്നെ അനുഗ്രഹിക്കച്ചോ, ഈ കൊച്ചിനെ അനുഗ്രഹിക്കച്ചോ. അച്ചോ 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 അച്ചോ, പള്ളിയിലെ പണി കത്തിയച്ചോ. അച്ഛാ പണി വാച്ചോ. എടാ എപ്പോഴാ കല്യാണം? കല്യാണോ പൊണ്ണങ്കെ എപ്പത്താൻ തിരുമണോ? തിരുമണോ? എടാ എപ്പോഴാ കല്യാണം? എടാന്നോ? ഒരാൾക്ക് തിരുമണം, ഒരാൾ എടാന്ന്, പിന്നെ മകനെ എടാന്ന് വിളിച്ചൂടെ? ഇത് എൻ മകൻ. അസംബന്ധം പറയരുത്. In these days of degenerating decencies, when diplomacy and duplicity fails, and this hemoglobin, when India, Mother India. Elena, take away Daddy to his room. He's in a very critical position. Take him. Daddy, relax, Daddy. എന്താ നോക്കിക്കണ പൊയ്ക്കൂടെ? കാശോടെ എന്നെ പേച്ച് കാശ് ഓടിയാ ഉങ്കല്ലേ വീഴും. എല്ലാം ബാക്ക് ആയില്ല. സത്യത്തിൽ ഇന്ദുവിനെ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ കല്യാണമേ കഴിക്കില്ലായിരുന്നു. അണ്ണാ നമ്മുടെ ശ്രീകുട്ടി വരുന്ന ശ്രീ കുട്ടികൃഷ്ണൻ നായർ, നമ്മുടെ ഓഫീസിലെ പ്യൂൺ. ആ, അതിനെ കൊണ്ട് ഭയങ്കര ശല്യമായിരുന്നേ. ആരെ കണ്ടാലും രൂപ അടഞ്ഞു ചോദിക്കും. അതുകൊണ്ട് പലരും പുള്ളി ഒളിച്ചടക്കാം. 1-2 ദിവസമായി 1000 രൂപ എന്നോട് കടഞ്ഞു. അവൾക്ക് അവനിവിടുത്തെ അഡ്രസ് കൊടുത്താരണ്ണ. എങ്ങനെയെങ്കിലും ഞാൻ ഒന്ന് ഒഴിച്ചു വിടാം, അല്ലെങ്കിൽ ഭയങ്കര ഉപദ്രവം. നീ വാ. ശ്രീകുട്ടിയോ? നല്ല ആളാ. വീട് മാറിയ വിവരം ഒന്ന് അറിയിക്കാനുള്ള സാമാന്യ മര്യാദ പോലും ഇല്ലാതായിപ്പോയോ? ചേട്ടൻ അറിയോ, ഞാൻ എത്ര ദിവസമായി എവിടെയെല്ലാം അന്വേഷിച്ചെന്നറിയോ? ശ്യാം ചേട്ടൻ എന്നെ ഇഷ്ടമല്ലെങ്കിൽ അതൊന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്തിനാ വിളിച്ചു വിളി? എല്ലാരും കേൾക്കട്ടെ, എന്റെ ഒരു കഷ്ടം എല്ലാരും അറിയട്ടെ.
അറിഞ്ഞ ഇതിന്റെ ഇരട്ടി കഷ്ടാവും. എന്റെ ശ്രീകുട്ടി, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. എന്റെ ഫ്ലാറ്റ് പെട്ടെന്ന് വിടേണ്ടി വന്നു. വേറൊന്ന് കിട്ടിയതുമല്ല. എന്റെ ഒരു കൂട്ടുകാരൻ ഇവിടെ ഉണ്ട്. ഞാൻ അവന്റെ കൂടെ തൽക്കാലം കഴിയാന്ന് വെച്ചു. ഞാൻ വേറൊരു ഫ്ലാറ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കിട്ടിയാൽ ഉടനെ കല്യാണം. ശ്രീകുട്ടി, ഞാൻ ഹോസ്റ്റലിൽ വന്നുകൊണ്ടോളാം. ഞാൻ വന്നേ പ്ലീസ്. കൂട്ടപ്പാ, ശ്രീകുട്ടിയെ കൊണ്ടുവിടെ. ചെല യോ ഹലോ, ശ്യാം ഹിയർ. ഞാനാണ് എലീന. ഫ്ലൈറ്റിന് എന്തോ തകരാറുള്ളത് കൊണ്ട് 3 മണിക്കൂർ ലേറ്റാണ്. ഞാൻ അങ്ങോട്ട് വരുന്നു. അയ്യോ, അത് വേണ്ട. അത്രയും നേരം കൂടെ ശ്യാമിന്റെ കൂടെ ഇരിക്കാലോ. എന്താ, ശ്യാമിന് സന്തോഷം തോന്നില്ലേ? പിന്നെ ഭയങ്കര സന്തോഷമല്ലേ. എന്നാലും പിന്നെ അത് വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. വേണ്ട, അത്രയും സമയം കളയണ്ട. ഞാൻ അങ്ങോട്ട് വരുന്നു. ഞാൻ പിന്നെ പറയുന്നത് ബെലിന. ആരാ ശ്യാം? അത് പിന്നെ ഒരു ബന്ധുവാ. ബന്ധു എന്ന് വെച്ചാല് പിന്നെ ഒരു അടുത്ത ബന്ധം. അടുത്ത ബന്ധു? അതെ, പിന്നെ ഒരു വകയിലൊരു ഫാദറായിട്ട് വരും. വകയിലൊരു ഫാദർ? ഫാദർ എന്ന് വെച്ചാ പിന്നെ അങ്കിള്, അമ്മാവൻ. ഡോണ്ട് ബി സ്റ്റുപ്പിഡ്. എലീന ശ്യാം പറഞ്ഞല്ലോ, ഞാൻ കേട്ടു. എലീനെ? ഏത് എലീനെ? ഞാൻ കേട്ടല്ലോ. എലീന ഞാൻ പറഞ്ഞോ? പറഞ്ഞു. ഏലിയാസ്, അത് പുള്ളിയുടെ പേരാ. അത് ക്രിസ്ത്യൻ. ഏലിയാസ് മേനോൻ. ഏലിയാസ് മേനോനോ? പുള്ളിയുടെ അച്ഛൻ ക്രിസ്ത്യാനിയും അമ്മ മേനോത്തിയാ. മൈ ഗോഡ്, കേട്ടിട്ട് തന്നെ തല ചുറ്റുന്നു. അപ്പൊ അനുഭവിക്കുന്ന എന്റെ കാര്യോ? എന്ത്? അല്ല, ഞാൻ എന്റെ ഒരു ടെൻഷന്റെ കാര്യം പറയായിരുന്നു. അദ്ദേഹത്തിന് ഇപ്പൊ എന്നെ കാണണം പോലും. എയർപോർട്ട് വെയിറ്റ് ചെയ്യണമെന്ന്. ഞങ്ങളുടെ ഒരു കമ്പനിയിൽ ഷെയർ എടുക്കാൻ പുള്ളിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. ഞാൻ ഒന്ന് പോയിട്ട് വരാം. താങ്ക് യു. ഡിക്കമായി. 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 ബോംബെ ഫ്ലൈറ്റ് പോയിട്ടില്ല. ഏത് നിമിഷവും ഇവിടെ ലാൻഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അത് ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പേ ഞാൻ പോയി തടഞ്ഞോളാം. ഇനി എന്റെ കൈ വിട്ട് ഇവിടെ എങ്ങാനും വന്ന് ലാൻഡ് ചെയ്യുകയാണെങ്കിൽ ആ കൽക്കട്ട ഫ്ലൈറ്റുമായിട്ട് കൂട്ടിമുട്ടി ക്രാഷ് ഉണ്ടെന്ന് പോയിക്കോളാം. ബോംബെ? എന്ത് പാടം. ഞാനിത് എവിടേക്ക് അന്വേഷിച്ചു? ഞാൻ അങ്ങോട്ട് വരികയായിരുന്നു. Come on, let's have a tea. ഓക്കെ. Hello. In the menu here? What? Yes. At what time? 11:45. Okay. I will report before 10:30. Okay? Thank you. എനിക്ക് ഫുഡൊന്നും വേണ്ട, ഞാൻ പോവുകയാണ്. സത്യം പറഞ്ഞാൽ എലീനയുടെ കൂടെ ഇത്രയും സമയം സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്നത് ഞാൻ പണ്ടങ്ങോ ചെയ്തൊരു പുണ്യം കൊണ്ടാണ്. മതി പ്രൈസ് ചെയ്തു. ചങ്കെടുത്ത് കാണിച്ചാലും ചെമ്പരത്തി പോകുമെന്ന് പറയുന്നത് പെൺകുട്ടികളുടെ ഒരു സ്വഭാവമാണ്. ഹലോ, നീ ഇവിടെ ഇരിക്കുകയാണോ? നിന്നെ എവിടെയൊക്കെ അന്വേഷിച്ചു? നീ എന്നെ റിസീവ് ചെയ്യാൻ വരുമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. നീ അവിടെ എവിടെയെങ്കിലും ഇരിക്കുക, ഞാൻ അല്പം ബിസിയാണ്. ഹലോ, ഐ ആം അനിൽ. ഐ ആം എലീന. ഞാനും ശ്യാമും വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആണ്. ക്ലോസ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പരസ്പരം ജീവൻ ത്യജിക്കാൻ വരെ തയ്യാറാണ്. അത്രയ്ക്ക് വലിയ ക്ലോസ് ഒന്നും അല്ല. ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തവരാണ്. എനിക്കൊരു ഇന്റർനാഷണൽ അവാർഡ്. പിന്നെ എന്റെ ഭാവി വധു മിസ് എലീന. ഭാവി വധു. ഞങ്ങളുടെ വിവാഹം ഉടനെ തന്നെ നടക്കും. ഞങ്ങൾക്ക് ചില പേഴ്സണൽ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പ്രൈവസി ഇടാൻ നന്നായിരിക്കും. അതിനെന്താ, സംസാരിച്ചോളൂ. നമ്മൾ തമ്മിൽ ഒരു പ്രൈവറ്റ് കാര്യമില്ലെന്ന് എലീനയ്ക്ക് അറിയാം. എലീനെ തെറ്റിദ്ധരിക്കുന്ന നീ പറഞ്ഞോ? നമ്മൾ തമ്മിൽ എത്രമാത്രം ക്ലോസ് ആണെന്ന് എലീനയ്ക്ക് ആദ്യം തന്നെ മനസ്സിലാക്കി. ഞാനൊന്ന് ഓഫീസിൽ റിപ്പോർട്ട് ചെയ്തിട്ട് വരാം. വീട്ടിലുണ്ടാവുമെന്നാ പറഞ്ഞിരുന്നത്. ഇതിനൊക്കെ എവിടെ നോക്കിച്ചളിയായേ? കണ്ടാ കൊള്ളാവുന്ന ആണുങ്ങളെ പെമ്പിള്ളാര് നോക്കും. അതിന്റെ ഇടയിൽ കയറി വന്ന് കൊളാക്കുന്ന വൃത്തിയോടെ കേട്ടോ. അല്ല, എന്റെ മോതിരവും വാച്ചും ഒക്കെ താഴെ പോയി. ഇന്ദു എന്താ ഇവിടെ? ഫ്ലൈറ്റ് ടൈം മാറ്റിയത് കൊണ്ട് പുതിയ ടൈം ഞാൻ ഓർത്തില്ല. ഇപ്പൊ അല്പം നേരത്തെയാണ്. ഐ ആം അനിൽ ഫ്രം ബോംബെ. ഇതെന്റെ ഭാവി വധുവായിരിക്കും. എങ്ങനെ മനസ്സിലായി? അല്ല, ഞങ്ങൾ തമ്മിൽ വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആണ്. ഇവൻ എന്റെയും എനിക്ക് അവന്റെയും മനസ്സ് നല്ലപോലെ അറിയാം. ഇദ്ദേഹം അല്ലേ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നത്? ബ്രേക്ക്ഫാസ്റ്റ് അല്ല, നമ്മുടെ വീട്ടിലെ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ.
ഹോസ്റ്റസ് ഫ്ലൈങ് ടു കാൽക്കട്ട റിപ്പോർട്ട് ഇമ്മീഡിയറ്റ്ലി. എനിക്ക് പോകാൻ സമയമായി. സോറി, ഹോസ്റ്റസ് ഫ്ലൈങ് ടു കാൽക്കട്ട പുതിയ ഷെഡ്യൂൾ ഇമ്മീഡിയറ്റ്ലി. കറക്റ്റ് സമയം പറയാൻ ഓർത്തില്ല. ഓക്കേ, സീ യു. ബൈ. നിന്റെ സമയം തെളിഞ്ഞിരിക്കുകയാളിയാ. മനുഷ്യർക്ക് ഈ ഭാഗ്യം വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതുപോ എനിക്ക് പോകാൻ സമയമായി. സീ യു സൂൺ. ഓക്കേ, ഹാപ്പി ജേർണി. സമ്മതിച്ചു വന്നിരിക്കുന്നറിയാ. നിന്നെ ഞാൻ സമ്മതിച്ചു വന്നിരിക്കുന്നു. നമുക്ക് ഈ സെറ്റപ്പ് ഒന്ന് കൊഴിപ്പിച്ചെടുക്കണം. ഞാൻ എന്റെ കംപ്ലീറ്റ് ലഗേജുമായിട്ട് അളിയന്റെ വീട്ടിലോട്ട് വരാം. എന്നിട്ട് അവർ നമുക്ക് നിർത്തിന്ന്. എടാ, ഫ്രോഡ് പണി കാണിച്ച് ഒറ്റയ്ക്ക് ഞാൻ ബോംബെക്ക് പോയില്ലേ? അന്ന് അളിയനും മച്ചപ്പിയൊന്നും ഉണ്ടായിരുന്നില്ല. അതോടുകൂടി നിർത്തി. ഇനി നീയായി നിന്റെ പാടായി, ഞാനായി എന്റെ പാടായി. ഗുഡ് ബൈ. അളിയാ, അളിയന്റെ ബിൽ. ചേട്ടാ, ഐശ്വര്യമായിട്ട് അതങ്ങ് പോക്കറ്റ് വെച്ചേ. 20 രൂപ. പ്രതീക്ഷിക്കുന്ന സഹായം. ചേട്ടന്റെ വായി കിടക്കുന്ന നാവ് നിശബ്ദത പാലിക്കാൻ വേണ്ടിയാണ് ഈ ഫീസ്. വ്യക്തമായില്ല. മറ്റവൻ ലാൻഡ് ചെയ്തിട്ടുള്ളത്. എന്റെ ഇപ്പോഴത്തെ മേൽവിലാസമോ മറ്റ് സംഭവങ്ങളോ ഒന്നും ആ ദ്രോഹി അറിയാൻ പാടില്ല. തന്റെ ആത്മാർത്ഥ സുഹൃത്തല്ലേ? അസൂയക്കും കുശുമ്പിനും കഷണ്ടിക്കും അവനും മരുന്നില്ല. അതുകൊണ്ടാ. അത്രേ ഉള്ളൂ. ഏറ്റു. ഇനിയും ഞാൻ വേണ്ടതുപോലെ കണ്ടോ. ഇപ്പൊ ഒന്നുകൂടെ കാണണം. കാശും വാങ്ങിച്ചോണ്ട് ഒരുമാതിരി മറ്റേ ഇടപാട് കാണിച്ചോണ്ടോ. ശ്യാമണ്ണന്റെ ഒരു സമയം എന്നല്ലാണ്ട് എന്തോ പറയാൻ. കലാക്കാൻ ഒരു ഫ്ലാറ്റ്, 3 അലുവ പോലത്തെ ചരക്കുകൾ, ആകപ്പാടെ ഒരു ഗ്ലാമറുകൾ കണ്ടാ. ഓഹോ, എനിക്ക് അവനെ കാണാൻ കൊതിയായി. വന്നിട്ട് ഇതുവരെ കണ്ടില്ലേ? അതെങ്ങനെ? താമസിക്കുന്ന സ്ഥലം അറിയണ്ടേ? എന്റെ കുട്ടപ്പ, എത്ര രാത്രികൾ അവനെ ഒരു നോക്ക് കാണാൻ കഴിയാതെ ബോംബെയിൽ ഞാൻ ഉറങ്ങാതെ കിടന്നിട്ടുണ്ട്. അയ്യോ കഷ്ടം. എനിക്ക് അവനെ കാണാൻ ധൃതിയായി. അവന് ഓഫീസിൽ പോയാ പോരെ? വരുന്ന വഴിയല്ലേ കുട്ടപ്പ, ഇങ്ങനെ കൂടെ കയറി ചെല്ലാക്കൂ. എനിക്ക് അവൻ താമസിക്കുന്ന സ്ഥലം കണ്ടാ മതി. അവനെ കണ്ടതുപോലെയാണ്. എനിക്ക് ധൃതിയായി കുട്ടപ്പ. വാ കുട്ടപ്പൻ, കൈ കാറി കയറി പറയാം, എല്ലാം പറയാം. കേറ്. ഇതാണ് സാക്ഷാൽ ഡിക്കമ്മായി. അവൻ എഴുതിയിരുന്നത് പോലെ തന്നെ. നിങ്ങൾ ആരാ? അനിൽകുമാർ. എന്ന് വെച്ചാ നമ്മുടെ ശ്യാമണ്ണന്റെ ക്ലോസ് ഫ്രണ്ടാ. അങ്ങ് ബോംബെന്ന് വരിക. ഞാനിന്ന് വരുന്നു അവനെ അറിയിപ്പിച്ചിരുന്നില്ല. അറിഞ്ഞിരുന്നെങ്കിൽ അവ എയർപോർട്ടിൽ വന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞ ആ കൂടെ ചളവാക്കിയനെ. അല്ല, സ്നേഹം കൊണ്ടാണേ. അല്ല, അതെണ്ണം പറഞ്ഞ ശരിയാ. ഞാൻ വരുന്നു എന്ന് പറഞ്ഞപ്പോഴേ അവൻ എനിക്ക് എഴുതി, നീ വന്നാൽ എന്നോടൊപ്പം താമസിച്ചില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്ത് കളയുന്നൊക്കെ. സ്നേഹത്തിന്റെ ഒരു ഡെപ്തേ. നിങ്ങൾക്ക് താമസിക്കാൻ ഏത് മുറിയാന്ന് പറഞ്ഞിട്ടുണ്ടോ? ഏത് മുറിയാന്നാ പറഞ്ഞത്? അല്ല, ഒന്നും പറഞ്ഞില്ലല്ലേ? അല്ല, അതിനെ നിങ്ങളമ്മ കണ്ടില്ലല്ലോ. അതാ ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ലല്ലോ. അമ്മച്ചി ഏത് മുറി എന്നാലും മതി. അവൻ ഏത് മുറിയാണെങ്കിലും ഒരു കുഴപ്പമില്ല. നിങ്ങൾ കല്യാണം കഴിച്ചാണോ? ഇല്ല, നോക്കിക്കൊണ്ടിരിക്കുന്നു. അടുത്തവൻ വന്നിരിക്കുന്നു. എന്താ? ഏയ്, ഒന്നുമില്ല. ഇത് ശ്യാമിന്റെ ഓഫീസ് ബെഡ്റൂം. ഇത് അദ്ദേഹത്തിന്റെ ഡേ ബെഡ്റൂം. ഇത് നൈറ്റ് ബെഡ്റൂം. അതാണ് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ബെഡ്റൂം. ആകെ ഒരു ലോഡ്ജ് മാതിരി ഉണ്ടല്ലോ, നേരത്തെ പിടിച്ച് ബെഡ്റൂം. അതിന്റെ ആവശ്യം കുറച്ചുകൂടെ കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നാൽ ഞാനൊന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ടിരിക്കാം. അവൻ വരുമ്പോ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ. അവന്റെ പേഴ്സണൽ ബെഡ്റൂം തന്നെ ഉപയോഗിച്ചാൽ. നീ വയ്ക്കൂ. കയ്യും വീശിയോ? പോക്കറ്റിൽ കുറച്ച് രൂപ ആയിരിക്കും, മുഴുവൻ എടുത്തു. 2 രൂപയോ? എന്താ പോരെ? പഴയ എച്ചിത്തരം എപ്പോഴും വിട്ടു മാറിയിട്ടില്ല അല്ലേ? ഇതും കൂടെ നിങ്ങൾ വെച്ചോ. നീ പോരെ. പോണ വഴിക്കേ ഞാൻ ശ്യാമണനെ കണ്ട കാശ് വാങ്ങിച്ചോളാം. നിങ്ങൾ ഇവിടെ കൊണ്ടാക്കി വരും പറഞ്ഞോളാം. നീ വാരേ. ഉപകാരം ചെയ്തില്ലേ ഉപദ്രവം ചെയ്യാതെ. നീ നിന്റെ പണി നോക്കണേ. പോരെ. അല്ല, എനിക്കിത് വേണം. എന്റെ അമ്മയ്ക്ക് സാർ ജീവിക്കാൻ സമ്മതിക്കില്ലല്ലേ? ഇല്ല. നിനക്ക് എന്റെ വണ്ടി കണ്ടല്ലോ ചാടി ചാവാൻ.
കഥ കഴിഞ്ഞില്ലേ? ഇല്ല സർ, പാതി ആയതേ ഉള്ളൂ. ഇന്റർവെൽ. ശ്യാം ഹിയർ. ഓ പത്മ, ഞാൻ കാത്തിരിക്കായിരുന്നു. ഒരു കാര്യം ചെയ്യൂ, പത്മ നേരെ ഫ്ലാറ്റിലേക്ക് പോയിക്കോളൂ, ഞാൻ അങ്ങോട്ട് വരാം. ഓക്കെ? ആരാണ് താൻ? എന്ത് ധൈര്യത്തിലാണ് എന്റെ ദേഹത്ത് തൊട്ടത്? ആ ചോദ്യം ചോദിക്കുമ്പോ ഞാനാണ്, പക്ഷെ ഞാൻ അത്ര ക്രൂരനല്ല. Shut up. നിങ്ങൾ ആരാണ്? എന്തിനോട് വന്നു? അത് തന്നെ ഞാൻ തിരിച്ചു ചോദിക്കുന്നു. ഇത് എന്റെ വീടാണ്. ഓഹോ, ഇതെന്റെ ആത്മാർത്ഥ സുഹൃത്തിന്റെ വീടാണ്. ഓഹോ, അപ്പൊ ശ്യാമിന്റെ ഫ്രണ്ട് ആണല്ലേ? അതെ, പക്ഷെ ശ്യാമിന്റെ വീട് എങ്ങനെ നിങ്ങളുടെ വീടായി എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഞാൻ ശ്യാമിന്റെ ഭാവി വധുവാണ്. ഓഹോ, എന്ന് വെച്ചാൽ ശ്യാം കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് അല്ലേ? എന്നിട്ടാണോ ഒരു അന്യപുരുഷനായ എന്നെ നിങ്ങൾ കയറി കെട്ടിപ്പിടിച്ചത്? നിങ്ങൾക്ക് ലജ്ജയില്ലേ? ശ്യാം ആണെന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. പക്ഷെ നിങ്ങളോ? നിങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നോ? ഒരു പെൺകുട്ടിയെ നിങ്ങൾ എങ്ങനെ കെട്ടിപ്പിടിച്ചു? ശ്യാമാണെന്ന് കരുതിയാണ് ഞാൻ നിങ്ങളെ ആശ്ലേഷിച്ചത്. ഞാൻ കരഞ്ഞപ്പോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാനൊരു പെണ്ണാണെന്ന്? ഞാൻ വിചാരിച്ചു ശ്യാം ചിരിച്ചതാണെന്ന്. പോട്ടെ, നമുക്ക് രണ്ടുപേർക്കും തെറ്റുപറ്റി. പക്ഷെ ഒരു ചെറിയ തെറ്റ് ചിലപ്പോൾ മറ്റൊരു വലിയ ശരിയിലേക്കുള്ള വഴികാട്ടിയായിരിക്കും. ഇന്നലെ ചെയ്തോരബദ്ധം ഇന്നത്തെ ആചാരമാകാം, അത് നാളത്തെ ശാസ്ത്രവുമാകാം എന്ന് കുമാരനാശൻ പാടിയിട്ടുണ്ട്. ശ്യാമാണെന്ന് കരുതിയിട്ട് തന്നെയാണോ സത്യത്തിൽ നിങ്ങളിത് ചെയ്തത്? എങ്കിൽ ഞാൻ മാപ്പ് തരാൻ ഒരുക്കമാണ്. മാപ്പ് തന്നാൽ മായ്ച്ചു കളയാൻ കഴിയില്ലല്ലോ ഈ സ്പർശന സുഖം. സത്യം പറയട്ടെ, എന്റെ ജീവിതത്തിൽ ഇന്നോളം ഒരു പെൺകുട്ടിയെ ഞാൻ നോക്കിയിട്ട് പോലുമില്ല. ഒരിക്കലും ഈ ആശ്ലേഷം എന്റെ മനസ്സിൽ നിന്നും മായുകയില്ല. പണക്കാരനാണെങ്കിലും അവിവാഹിതനായ ഞാൻ എങ്ങനെ ഇനി മറ്റൊരു പെൺകുട്ടി എന്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കും? അതുകൊണ്ട് 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 മാത്രമല്ല, എല്ലാം കൊണ്ടും ഐ ലവ് യു. ഐ ലവ് യു. വിവാഹ നിശ്ചയം കഴിഞ്ഞ ഒരു പെൺകുട്ടിയാണ് ഞാനെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മാഡം, ഞാൻ പറയുന്നതിന്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം ഞാൻ ആ കുട്ടിയോട് പറയുകയായിരുന്നു ശ്യാം എത്രമാത്രം അവളെ ലവ് ചെയ്യുന്നുണ്ടെന്ന്. ഐ ലവ് യു എന്ന് പറഞ്ഞാൽ ശ്യാം അവളെ ലവ് ചെയ്യുന്നു എന്നാണോ അർത്ഥം? അല്ല, ഐ ലവ് യു എന്ന് ഇവളെ പറ്റി എന്നോട് ശ്യാം പറഞ്ഞതിനെ പറ്റി ഞാൻ അവളോ. മനസ്സിലായി, വിഷമിക്കണ്ട. അമ്മച്ചി എന്തോ തെറ്റിദ്ധരിച്ചുകൊണ്ട്. ഞാൻ ആരുടെയും അമ്മച്ചിയല്ല. അല്ല, പ്രായം കൊണ്ട് ഒരിക്കലുമല്ല. പക്ഷെ സ്നേഹത്തിന്റെയും വ്യക്തിത്വത്തിന്റെയും മുമ്പിൽ ആരും അമ്മായിയെ അമ്മച്ചി എന്ന് വിളിക്കും. ദാ ഇനി ആവർത്തിക്കില്ല. ആ, അമ്മായി നേര് പറ. അമ്മായിക്ക് എത്ര വയസ്സായി? 30ഓ 32ഓ? അതില് കൂടുതലൊക്കെ ഉണ്ട്. ഏതായാലും 33 കൂടില്ല, കൂടാൻ ഞാൻ സമ്മതിക്കൂല. അമ്മായി അളിയോ, പൊന്നളിയാ, നീ എവിടെ ആയിരുന്നു അളിയോ? എന്റെ പൊന്നളിയാ, കൈയെടുക്കാൻ നിനക്ക് എന്ത് വെച്ചോ? ഇവൻ ഇങ്ങനെയാണ് സ്നേഹം പ്രകടിപ്പിക്കുന്നത്. എനിക്ക് നിന്നോട് സ്നേഹോ? എന്തിന്? അത് കളാ, എനിക്ക് നിന്നെ അറിഞ്ഞൂടെ? എന്തിനാണ് എന്നോടുള്ള സ്നേഹം ഒളിച്ചു വെക്കുന്നത്? നിനക്ക് അങ്ങനെ വല്ല തെറ്റിദ്ധാരണ ഉണ്ടെങ്കിലേ അതിപ്പോ തന്നെ മാറ്റിയേക്കാം. എനിക്ക് നിന്നോട് അശേഷം സ്നേഹമില്ലെന്ന് മാത്രമല്ല, നിന്നോട് അർപ്പും വെറുപ്പാണ്. ഇറങ്ങട്ടെ വെളിയിൽ. നീ എങ്ങനെയൊക്കെ എന്നെ തള്ളി പറഞ്ഞാലും ശരി, നിമിഷം പ്രതി നിന്നോടുള്ള സ്നേഹം എനിക്ക് വർദ്ധിച്ചു വരിക. എനിക്കും വർദ്ധിച്ചു വരുന്നുണ്ട്. സ്നേഹമല്ല, കൈയുടെ തരിപ്പ ആശേഷിക്കാനായിരിക്കും. എനിക്കറിയാളിയാ, അതാളിയാ സ്നേഹം. ഇതാണ് സ്നേഹമെങ്കിലേ ഇതിന്റെ മൂർധന്യാവസ്ഥയിൽ ഞാൻ എന്നെ തന്നെ മറന്ന് പ്രവർത്തിക്കും. അതൊരു മരണത്തിൽ കലാശിക്കും. അതാണല്ലേ സ്നേഹം. ഇതെന്താ? ഇതെന്താ? ലിപ്സ്റ്റിക്കോ? എന്താണ്? ചോദിച്ചിട്ടില്ലേ? അത് രാവിലെ ഷേവ് ചെയ്തപ്പോ മുറിഞ്ഞ ചോര, ചുവന്ന ചോര. നിന്റെ ചോരയ്ക്ക് എന്താ സെന്റിന്റെ മണം? അത് അന്തസ്സുള്ള ആൾക്കാരുടെ ചോരയ്ക്ക് ചിലപ്പം സെന്റിന്റെ മണം കാണും. അത് അസുഖപ്പെട്ട കാര്യമില്ലേ? ഫോണോടെ പത്മ ഉണ്ടോ? ദൈവമേ, ഞാനാ ശ്രീകുട്ടി. ചേട്ടൻ എന്താ ഹോസ്റ്റലിൽ വരാന്ന് പറഞ്ഞിട്ട് വരാത്തെ? അത് പിന്നെ ഞാൻ പിന്നെ ഒരു വലിയ ഫോട്ടോ എടുപ്പ് പരിപാടിയായിരുന്നു. അതിന്റെ പ്രിന്റും പബ്ലിസിറ്റി ആയിട്ടൊക്കെ ആകെ ബിസി ആയിപ്പോയി മോളെ. അതാ ഞാൻ വരാ.
ഹലോ. എന്ത് പറ്റി ചേട്ടാ? ഒന്നും പറ്റിയില്ല, ശബ്ദം പോയി, നല്ല സുഖമില്ല. ആ പിന്നെ വിളിച്ചാ മതി. ആ ആരാ വിളിച്ചത്? ഡാഡിയാ. വെസ്റ്റ് ജർമ്മനിയിൽ ഒരു ഗോൾഡൻ പോമറേനിയൻ പട്ടിയെ കൊണ്ടുതരുന്നു. അതിനെല്ലാം സുഖമില്ല, അത്ര കഷ്ടമായിപ്പോയി. വാട്ട് ഹാപ്പൻ ശ്യാം? ശബ്ദത്തിന് എന്ത് പറ്റി? എന്റെ ശബ്ദത്തിന് ഇടയ്ക്കിടയ്ക്ക് ഒരു കുഴപ്പമുണ്ട്. പോവും പിന്നെ തിരിച്ചു വരും. ഓഹോ ശ്യാം, എനിക്കൊരു സന്തോഷ വാർത്ത പറയാനുണ്ട്. എന്താ? ഞങ്ങളുടെ ഫ്ലൈറ്റ് മുഴുവൻ മാറ്റാൻ പോവുകയാണ്. അതുകൊണ്ട് ഇപ്പൊ 11:30 എത്തുന്ന ട്രിവാൻഡ്രം ഫ്ലൈറ്റ് ഇനി മുതൽ 7:30 തന്നെ ലാൻഡ് ചെയ്യും. ദാറ്റ് മീൻസ് നമുക്കൊരു ദിവസം 3 മണിക്കൂർ കൂടുതൽ കിട്ടുന്നു അല്ലേ? യെസ്. അപ്പോ ബോംബെ ഫ്ലൈറ്റ് പഴയ സമയത്ത് തന്നെയാണോ? ഇല്ല, അത് മാറും. രക്ഷപ്പെട്ടു. അതെന്താ അങ്ങനെ പറഞ്ഞത്? എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞത്? ഞാൻ പറഞ്ഞില്ല. പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല. നീ പറഞ്ഞതാ, ഞാൻ കേട്ടതല്ലേ. സത്യം പറയൂ, ശ്യാം ഏത് പെൺകുട്ടിയോടാണ് സംസാരിച്ചത്? നീ അല്ലാതെ ഒരു പെണ്ണിന്റെ മുഖത്ത് ഞാൻ ഇന്നുവരെ നോക്കിയിട്ടില്ല. ഞാനൊരു പെണ്ണിനോട് സംസാരിച്ചത്. ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെട്ടാണ്ടല്ലോ. ആരാ ഇന്ദുമേനോൻ? ഒരു ഇന്ദുമേനോൻ എഴുതിയ കത്ത് ഇവിടെ ഇരിക്കുന്നു. ഇന്ദുമേനോനാ? ഞാൻ എഴുതിയതായിരിക്കും. അതിന് നിന്റെ പേര് ഇന്ദുമേനോനാണ്? വഴിയാണോ ഒരു പെണ്ണ് ഇവിടെ എഴുത്തെഴുതി വെക്കൂ. അറിയാം, നമുക്കിത് കണ്ടുപിടിക്കാം. നിനക്ക് ഇത് അറിഞ്ഞിട്ട് എന്താ കാര്യം? ഇറങ്ങി പോടാപ്പില്ലേ. പക്ഷെ എനിക്കറിയണം ആരാ ഇത് എഴുതിയെന്ന്. അത് പിന്നെ ഇന്ദു. ഞാൻ കൊറേ ദിവസം കൊണ്ട് ഒരു കാര്യം പറയണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. വാട്ട് ഈസ് ദിസ്? ഇറ്റ്സ് എ ലെറ്റർ. അതെനിക്കറിയാം. ഇത് ആരെഴുതി, ഇതെങ്ങനെ ഇവിടെ വന്നു എന്ന് എനിക്കറിയണം. ആരാണ് ഇന്ദു മേനോൻ? ഓ, ഇന്ദു മേനോൻ. ആ, ഈ താഴത്തെ ഫ്ലാറ്റിൽ താമസിക്കുന്ന മേനോനില്ലേ? മേനോന്റെ ഭാര്യയുടെ അനിയന്റെ മകന്റെ ഭാര്യ ഇന്ദു. മകന് മേനോനാകുമ്പോ മകന്റെ ഭാര്യ മേനോത്തിയാണോ? ആണോല്ലോ, ഇന്ദു മേനോൻ. ഇനി ഫ്ലാറ്റ് മാറി ലെറ്റർ ചിലപ്പോ അവിടെയും ഇവിടെയും. ഇതെങ്ങനെ? എന്നെ മറ്റേതെങ്കിലും പെൺകുട്ടികളായി ബന്ധപ്പെടുത്തി പത്മ ചിന്തിക്കുന്ന എനിക്ക് വളരെ സങ്കടമുണ്ട്. സോറി ശ്യാം, ശ്യാമിന്റെ കാര്യത്തിൽ ഞാൻ വളരെ പോസിറ്റീവാണ്. ഇറ്റ്സ് ഓൾ റൈറ്റ്, ഓൾ റൈറ്റ്. നിന്റെ ഉദ്ദേശം എന്താണ്? നീ ഒരു മുസ്ലിം ആയിരുന്നെങ്കിൽ അവരുടെ നിയമം അനുസരിച്ച് 3ഓ 4ഓ കല്യാണം കഴിക്കാമായിരുന്നു. എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഈയിടെ എന്നുപോലെ ഹിന്ദുക്കൾക്ക് 3ഉം 4ഉം കല്യാണം കഴിക്കാനുള്ള നിയമം ഉണ്ടായത്? ഭാര്യമാരാണെങ്കിലേ പ്രശ്നമുള്ളൂ. ഭാവി വധു എന്നൊരു ഏർപ്പാടിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഒരു ഭാര്യയുടെ എല്ലാവിധ ഗുണങ്ങളും ഒരു ഭാവി വധുവിൽ നിന്ന് പ്രതീക്ഷിക്കാം. എന്നാൽ ഭാര്യമാരുടെ ഒരു ദൂഷ്യവും നമ്മൾ അനുഭവിക്കാൻ വേണ്ട. മനഃശാസ്ത്രപരമായി കൈകാര്യം ചെയ്താൽ പെണ്ണൊരു സുഖമുള്ള ഏർപ്പാടാ മോനെ. അട്ടെ, എന്തുദ്ദേശിച്ച അളിയൻ ഇവിടെ കറങ്ങി നടക്കുന്നത്? അല്ല, ഈ 3എണ്ണത്തിനെയും ഒറ്റയ്ക്ക് നീ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? ഈ വിഷമവൃത്തത്തിൽ നിന്നെ തനിച്ചാക്കിയിട്ട് ഞാൻ എങ്ങനെ പോവളിയാ? എന്റെ പൊന്നളിയൻ അതോർത്ത് വിഷമിക്കണ്ട. പെട്ടെന്ന് സ്ഥലം വിടാൻ നോക്ക്. ചെല്ല്. എന്നാലും എനിക്കൊരു മനോവിഷമളിയാ. ഇത് മനോവിഷമല്ല അളിയ, ഇത് അസൂയാണ് അളിയ, അസൂയ. അതാ അതിന്റെ പേര്. അളിയൻ പോകുന്നുണ്ടോ അതോ അളിയന്റെ തടി ഞാൻ ചീത്തയാക്കണോ? ഇപ്പൊ പെട്ടെന്ന് ഞാൻ എവിടെ പോവാനാ? വേറൊരു സ്ഥലം എത്താ ഞാൻ ഉടനെ മാറിയേക്കാം. ഉറപ്പാണളിയാ. എന്നാലും നീ എന്നെ ഒരു അന്യനായി കണക്കാക്കുന്നതിൽ എനിക്ക് വളരെ സങ്കടമുണ്ടല്ലേ. നീ ഒന്ന് മനസ്സിലാക്ക്, എന്നെ പോലെ ഒരു ആത്മാർത്ഥ സ്നേഹിതനെ നിന്റെ ജന്മത്തിൽ നിനക്ക് കിട്ടത്തില്ല. എന്നെ വിശ്വസിക്കളിയാ. അല്ലെ, കൈ കൊടുക്കളിയാ. ശരിയാവില്ല. ഒളശേട്ടൻ എന്നോട് പണ്ടേ ഒരു പ്രത്യേക സ്നേഹമുണ്ടെന്ന് എനിക്കറിയാം. ഇല്ലെങ്കിൽ എന്നെ വിളിച്ചൊന്നും പറഞ്ഞു തരില്ലായിരുന്നു. മനുഷ്യന് അസൂയ പാടില്ല. അനുലൂട്ടി നന്നായി പോയത് അവന് സഹിച്ചില്ല. കാന്താരിയല്ലേ കാന്താരി. എന്നാ എന്ത് ഫ്രാഡ് പണി കാണിച്ചാലും വേണ്ടില്ല, അനുലൂട്ടിയെ കടത്തി വെട്ടണമെന്ന് വാശി. അതിനുവേണ്ടി ഒപ്പിച്ചെടുത്ത ഈ സെറ്റപ്പ്. ഓഹോ, അവൻ അത്രയ്ക്കായോ? സത്യത്തിൽ ആ പെമ്പിള്ളേർക്ക് അവനോട് എന്തെങ്കിലും മതിപ്പുണ്ടോ? എവിടെന്ന്? പിന്നെ എങ്ങനെ വശമായിട്ടാ? ഒപ്പി ഒളച്ചെങ്കിൽ ഒളച്ച നമുക്ക് എന്ത് സഹിക്കാം. പക്ഷേ മാണിക്യ വീണ മുതലാളയന്തിയും അതാലസ മഞ്ജുള വാക്യുലാസിയും അത് സഹിക്കില്ല. എന്ന് വെച്ചാ എന്ന് വെച്ചാൽ
മാണിക്യ വീണയാണെന്നും പറഞ്ഞു മരവീണ കാണിച്ച് മതാലസകളെ വളയ്ക്കുന്ന ഏർപ്പാട് പ്രാട് പണി എച്ചിത്തരവാ. എച്ചികളെ അത് ചെയ്യൂ. പക്ഷെ നമ്മളോട് അങ്ങനെ കാണിച്ചാൽ നമ്മളും തിരിച്ചടിക്കണം. എങ്ങനെ? അനിലൂട്ടി തിരിച്ചു അങ്ങോട്ട് പ്രാടുവേല കാണിക്കണം. അപ്പൊ ഞാനും ഒരു എച്ചി ആവൂലേ? ആണല്ലോ. അല്ല, ആവണമല്ലോ. എങ്കിലേ നമുക്കും നേടാൻ പറ്റും. ആദ്യം ആ ഫ്ലാറ്റ് കയ്യിൽ ഒതുക്കണം. എന്നിട്ട് വാ, ബാക്കി ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഞാൻ ഇതൊക്കെ പറഞ്ഞെന്ന് ആരോടും പറയരുത്. പറഞ്ഞ ഞാൻ ഇനി ഒരു കാര്യത്തിനും സഹായിക്കില്ല. ഇല്ല. ആരുടെ ഈ ഫ്ലാറ്റ്? മേജർ ശ്രീകണ്ഠൻ നായർ, നമ്പർ 19 4th Avenue, ടി നഗർ, മദ്രാസ്, പിൻ 6017. മേജർ ശ്രീകണ്ഠൻ നായർ, 4th Avenue, നമ്പർ 19. കാശ് എനിക്കൊരു പ്രശ്നമല്ല. പക്ഷെ അവനെ ഇവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കണം. പാത്രം അറിഞ്ഞു വേണമല്ലോ ഭിക്ഷ കൊടുക്കാൻ. ഏത് പാത്രത്തിൽ വേണം എന്ന് ഉപദേശിച്ചാൽ മതി. ആത്മപ്രശംസ എനിക്ക് ഇഷ്ടമല്ല. ഇവിടുത്തെ ചീഫ് എഡിറ്ററിനേക്കാളും മാനേജ്മെന്റ് തലത്തിൽ എനിക്ക് പിടിപാടുണ്ട്, ആൾ സ്വാധീനമുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ നീയാ തീരുമാനിക്കേണ്ടത്. മുഖസ്തുതിയാണെന്ന് വിചാരിക്കരുത്. ചേട്ടന്റെ മുഖം കണ്ടാൽ അറിയാം ചേട്ടൻ ഇതിന് പറ്റിയ ആളാണ്. കാശൊരു പ്രശ്നമല്ല, സംഭവം നടന്നാൽ മതി. കാശ് പ്രശ്നമാണ്, സംഭവം നടക്കും. ഏറ്റല്ലോ. ഹലോ, ശ്യാമല്ലേ? ആ, ശത്രു സജീവമായി മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏത് നിമിഷത്തിലും എന്തും സംഭവിക്കും. മനസ്സിലായി. ശത്രുവിന്റെ എല്ലാ നീക്കങ്ങളും നിരീക്ഷിക്കാൻ ഏർപ്പാട് ചെയ്യുക. ചെയ്യാനൊന്നുമില്ല. ഞാൻ നേരിട്ട് ഈ കേസിൽ ഇടപെടുക. സാമ്പത്തിക ലാഭം മാത്രമാണ് എനിക്ക് ഈ കേസിലുള്ള താല്പര്യം എന്നറിയിച്ചുകൊള്ളുന്നു. വെക്കട്ടെ, ബൈ. ആവശ്യത്തിനുതകുന്ന സുഹൃത്താണ് യഥാർത്ഥ സുഹൃത്ത്. മൂക്കി തൊടാ ഇങ്ങനെ തൊട്ടാ പോരെ, അതിന് ഇങ്ങനെ ചുറ്റണോ? കാര്യം പറഞ്ഞു തൊലയണ്ണ. അതായത് ശ്യാം ഇപ്പോൾ ജീവിക്കുന്ന പോലെ ആ ഫ്ലാറ്റിൽ ഞാൻ ജീവിക്കുന്നു എന്ന് വെക്ക. അതങ്ങനെ അങ്ങനെ വെക്ക്. വെച്ചു. ഒപ്പം ഈ പെൺകുട്ടികളും ഉണ്ടെന്ന് വെക്ക്. അതങ്ങനെ അങ്ങനെ വെക്ക്. വെച്ചു. നിനക്ക് ഞാൻ ഇപ്പോൾ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പണം തരുന്നെന്ന് വെക്ക്. നടക്കാത്ത കാര്യം ചുമ്മാ എന്തോ. അങ്ങനെ വെക്കണ്ട കുട്ടപ്പാ. വെച്ചു വെച്ചു. എന്നാൽ നീ ഇപ്പൊ അവന് ചെയ്യുന്ന പണി നിർത്തി അതേ പണി എനിക്ക് ചെയ്യൂ. അത് ശരി. അപ്പൊ അണ്ണൻ പാരവയ്ക്കാൻ ഇറങ്ങിയിരിക്കാനല്ലേ? ഏയ്, അങ്ങനെയൊന്നുമില്ല. അവനിപ്പം സ്ഥലമാറ്റം കിട്ടി പോവുകയോ മറ്റോ ചെയ്താലും അവൻ ഉണ്ടാക്കിക്കൊണ്ടുവന്ന ഈ സെറ്റപ്പ് നമ്മൾ നിലനിർത്തിക്കൊണ്ടു പോകണ്ടേ? അല്ല, അതാണല്ലോ അതിന്റെ ഒരു. അണ്ണനാണ് അണ്ണ ആത്മാർത്ഥ സുഹൃത്ത്. ഇങ്ങനെ കുറെ സുഹൃത്തുക്കളെ കിട്ടിയാൽ മതിയല്ലോ ജീവിതം ധന്യമാകാൻ. ഏതായാലും എന്റെ കാര്യത്തിൽ പേടിക്കണ്ട. ചിക്കിലി കറക്റ്റായിട്ട് കിട്ടിയാ ഞാൻ ആർക്ക് വേണ്ടിയും എന്ത് പണിയും ചെയ്യും. അതാണ് കുട്ടപ്പന്റെ ഒരു തത്വം. ഉറപ്പാണല്ലോ? ഉറപ്പ്. ഷുഗർ ആണല്ലോ? ഷുഗർ. അപ്പൊ എനിക്ക് മുന്നോട്ട് പോകാമല്ലോ. ഓ അണ്ണാ മുമ്പ്. എന്നാലും ഈ വയസ്സുകാലത്ത് അമ്മായിയെ കൊണ്ട് അവനിങ്ങനെ പണിയെടുപ്പിക്കാൻ കഴിയുമോ? ആ കണ്ണിച്ചോരയില്ലാത്തവൻ. ശരി, പോട്ടെ. ചെയ്യുന്ന പണിക്കനുസരിച്ച് കാശ് തരുന്നുണ്ടോ? ഒരിട്ട് സ്നേഹം തരുന്നുണ്ടോ? എത്രയാ? 150 ഉലുവ. മഹാഭാവി. അടിമപ്പണി എന്നേ ഈ ലോകത്ത് അവസാനിപ്പിച്ചു കഴിഞ്ഞു. പക്ഷെ ഇന്നും ഈ 4 ചുവരുകൾക്കുള്ളിൽ അമ്മായിയെ അടിമയാക്കി വെച്ചിരിക്കുകയാണ് അലവനാഥി. ഒന്ന് ആലോചിക്കുമ്പോ കുട്ടി പറഞ്ഞതൊക്കെ ശരിയാ. പക്ഷേ ഇതൊക്കെ ഒരു പിള്ളേര് കളിയായിട്ടേ ഞാൻ കണക്കാക്കിയിട്ടുള്ളൂ. അതാണ് അമ്മായിക്ക് പറ്റിയ തെറ്റ്. ഒന്നും അങ്ങോട്ട് പറയാതിരിക്കുക. അതാണ് അവന് വളം. അവന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇതിന് ഇരട്ടി ശമ്പളം ഞാൻ തരും. ഇതിന് ഇരട്ടി സ്നേഹം ഞാൻ തന്നേനെ. കൂടുതൽ സംസാരിച്ച എന്റെ മൂന്നയ്ക്ക് ധ്യാനം തരും. അമ്മായി ഒരിക്കലും. പന്ന കഴിവറുടെ മോനെ, നീ എനിക്കൊരു പാരയും വാങ്ങിച്ചോണ്ട് ആളിനോടാ ബോംബെന്ന് വന്നിരിക്കുന്നത്. എന്തോന്ന് വാങ്ങിച്ചെന്നാ അളയാ? ഈ പുറപ്പെടുന്ന ധൃതിയിൽ അളയിൽ ഒന്നും മേടിക്കാൻ പറ്റിയില്ല. പക്ഷെ ഞാനൊരു സംഭവം മേടിച്ച് വെച്ചിട്ടുണ്ട്. എനിക്കിട്ട് വെച്ചത് ഞാൻ അറിഞ്ഞു. അതെ, വാങ്ങിക്കാനല്ല, അതിലും വലിയ ഒന്ന് കണച്ച് തരാനാ വന്നിരിക്കുന്നത്. നീ ഇവിടെ ഒരു നിമിഷം താമസിച്ചാൽ നിന്റെ കൈയും കാലും അടിച്ചൊടിച്ച് ഉത്തരത്തി തൂക്കും. ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെട്ടാണല്ലോ നിങ്ങളും വാങ്ങിക്കും. അറബി കൂടാരത്തിൽ ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത മാതിരി ആയാലോടാ നിന്നെ കയറ്റി താമസിപ്പിച്ചത്. എന്നെ ഇവിടുന്ന് ഇറക്കി വിട്ടിട്ട് സുഖലോലുപനായിട്ട് കഴിയാന്ന് വിചാരിച്ചു അല്ലടാ? നിന്നെ കൂടും കുടുക്ക എടുത്ത് നീ ഒന്നുകൂടെ ആലോചിക്കണേ. പെട്ടിയെടുത്താൽ ആരാണ് പൊട്ടുന്ന സാധനം അടിച്ചു പൊട്ടിക്കും.
ഇതെല്ലാം കെട്ടിപ്പറക്കരുതുകൊണ്ട് ഇവിടെ ഇപ്പൊ ഇറങ്ങണം, ഇപ്പൊ ഇറങ്ങണം. ഒന്നുകൂടി ആലോചിച്ച് മിണ്ടിപ്പോരുത്. അവസാന തീരുമാനമാണോ? നീ എന്റെ അത് ചവിട്ട് വാങ്ങിച്ചാലേ ഇറങ്ങുള്ളൂ. ഗുഡ് ബൈ. ഇനി ഞാൻ എവിടെ പോകാൻ? ആ ശ്രീകണ്ഠൻ നായരുടെ അല്ല പിന്നെ ശ്രീകണ്ഠൻ നായരോ? അല്ലടേ, ആ ശ്രീകണ്ഠൻ നായർ അഡ്രസ് എന്തോന്ന്? നമ്പർ 19 4th Avenue, ടി നഗർ. അല്ല ശ്രീകണ്ഠൻ നായർ നീയായിട്ട് എന്താ ബന്ധം? ഒരു ബന്ധമില്ല. പിന്നെ അല്ല, പുള്ളിക്ക് ഇതുപോലെ വല്ല ഫ്ലാറ്റുകളും സൂക്ഷിക്കാനുണ്ടോ എന്ന് ഞാനൊന്ന് അല്ല ഞാൻ പറഞ്ഞോട്ടെ, നമ്മൾ തമ്മിൽ പല പ്രശ്നങ്ങളും കാണും, അത് നാട്ടുകാരെ മുഴുവൻ അറിയിക്കണോ? നമ്മൾ തമ്മിൽ എന്തോന്ന് പ്രശ്നം? ഞാൻ ആ ശ്രീകണ്ഠൻ നായരെ ഒന്ന് കാണുന്നു, ചില പ്രശ്നങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു. ഈ ഡിസ്കസ് ചെയ്യാനേ നീയും ശ്രീകണ്ഠൻ നായരുമായിട്ട് വല്ല പാർട്ട്ണർഷിപ്പ് ബിസിനസ് നടത്തുന്നുണ്ടോ? വേണ്ടറിയാ, വേണ്ട. മുന്നോട്ട് വെച്ച കാല് മുന്നോട്ട് തന്നെ പോട്ടെ. അതാണളിയാ, മുന്നോട്ട് വെച്ച കാല് പിന്നോട്ട് പോരട്ടെ. അതാണളിയാ സ്നേഹം. വേണ്ടളിയാ, അതിസ്നേഹം ബദ്ധവിരോധം എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. ഞാൻ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ അതിസ്നേഹമാകും, വെട്ടും കുത്തും. ആരെ കുത്തും? ഞാനോ? അളിയന് വേണമെങ്കിൽ എന്റെ നെഞ്ചത്ത് കുത്തിക്കോ. പക്ഷെ നമ്മുടെ സ്നേഹം നിലനിൽക്കാൻ വേണ്ടി ഞാൻ 1 2 കുത്ത് സഹിക്കും. പക്ഷെ നീ ഒരു കാര്യം ഓർമ്മിച്ചോ, എന്നെ പോലൊരു ആത്മാർത്ഥ സുഹൃത്തിനെ ലൈഫിൽ നീ മഷീട്ട് നോക്കിയാൽ പോലും കിട്ടില്ല. ഈ പറഞ്ഞതിന് മാറ്റമുണ്ടോ? ഇല്ല. ഉറപ്പാണല്ലയാ? കൊടലേ കൈ ഉറപ്പാണല്ലോ. അല്ലേ? കൊടലേ കൈ. അങ്ങനെയാണ് നീ ആ ഒളിച്ചു വെച്ചിരിക്കുന്ന സ്കോച്ചിനകത്തുനിന്ന് ഒരു പെക്കിഞ്ഞെടുത്ത്. ഞാൻ കണ്ട് ഗുഡ് ബൈ. അയ്യോ, അല്ല അമ്മായി എവിടെ പോന്നു? എങ്ങോട്ടെങ്കിലും. എനിക്ക് വയ്യ, ഇവിടെ നിൽക്കാൻ ഒട്ടും വയ്യ. അമ്മായി, ഞങ്ങളുടെ പ്രശ്നം തീർന്നമ്മായി. അമ്മായി എങ്ങോട്ടും പോവില്ല. പിള്ളേരുടെ കുസൃതിയാണെന്ന് വിചാരിച്ച് ഞാൻ ഒരുപാട് സഹിച്ചു. ഇനി എന്നെ കൊണ്ട് വയ്യ, ഞാൻ പോകുന്നു. അമ്മായി, ഞാൻ വിടൂല. ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് അമ്മയുള്ള സ്നേഹം കൊണ്ടല്ലേ. അളിയാ, ഒരു അമ്മയെ പോലെ അളിയാ ഞാൻ അമ്മയെ സ്നേഹിക്കുന്നത്. സ്നേഹം എന്നെ തള്ളേന്ന് വിളിച്ചതും തള്ളി താഴെയിട്ടതും ഒക്കെ സ്നേഹം കൊണ്ടാണെന്ന് വിചാരിക്കാൻ എനിക്ക് വിഷമമുണ്ട്. ഈ തള്ള എന്ന് പറഞ്ഞാൽ ആരാണ്? ആരാ? അമ്മ. ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇവനും എന്റെ അമ്മയെ തള്ളി താഴെയിട്ടാലും ഞാൻ പറയും അത് സ്നേഹത്തിന്റെ പുറത്താണെന്ന്. അതെ. അമ്മായി ഒരു കാര്യം ആലോചിക്കണം. കുറച്ചു മുമ്പ് ഇവനെ ഞാൻ കഴുത്തിന് പിടിച്ച് ഞെരിച്ച് ഇവിടെ 4 പ്രാവശ്യം തലക്കടിച്ചില്ലേ? എന്നിട്ട് മുമ്പ് പറഞ്ഞോ എന്താ സ്നേഹം? ആത്മാർത്ഥ സ്നേഹം. അമ്മായി, ഞങ്ങളുടെ സ്നേഹത്തിന്റെ വിജയത്തിന് വേണ്ടി അമ്മ ഒരു സ്മോൾ അടിക്കണം. വായിലൊഴിച്ച് കൊറേ അടിക്കണം. എങ്ങും പോകണ്ട അമ്മായി, എങ്ങും പോകണ്ട. വാളിയാ, നമുക്ക് സ്റ്റൈലായിട്ട് കുടിക്കാം. എന്തോന്നു ഇതാ? അണ്ണാ, അയ്യോ അണ്ണാ, അയ്യോ ചവിച്ചണ്ണ അണ്ണോ. അണ്ണന്റെ മുറപ്പണ് ഒരു തടിയിലും കൂടെ താഴെ വയ്ക്കുന്ന ആ കൂടെയുള്ള തടീനെ കണ്ടിട്ട് അണ്ണന്റെ സ്വന്തക്കാരാണെന്ന് തോന്നുന്നു. വേറും ചത്തല്ലോ. എങ്കിൽ എന്റെ അമ്മാവനെ ശ്രീകുട്ടിയുടെ അച്ഛൻ ചതിച്ചല്ലോ. എല്ലാ ഗെറ്റടി, അമ്മ വന്നിരിക്കുന്നു പെണ്ണ് കാണാൻ. പിന്നെ വളരെ ബഹുമാനത്തോടെ ഇരിക്കണം. എനിക്ക് എന്റെ അച്ഛനേക്കാൾ പേടിയാണ് അമ്മാവനെ. പിന്നെ ഒന്നും ചോദിക്കാൻ പറയൊന്നും വേണ്ട. വാ. പിന്നെ കൂടെ ഉള്ളത് മറ്റാരുമല്ല, വകയിൽ എന്റെ ഒരു പെങ്ങളാ. ഒന്നും തെറ്റിദ്ധരിക്കരുത്. എന്തൊന്നും തെറ്റിദ്ധരിക്ക. പിന്നെ അമ്മാവനെ കാണാൻ ഞാൻ കൊതിച്ചിരിക്കുകയായിരുന്നു. കത്ത് എഴുതിയിരുന്നെങ്കിൽ ഞാൻ എയർപോർട്ടിലെ പിന്നെ ബസ് സ്റ്റാൻഡിലല്ല പിന്നെ അമ്മ ട്രെയിനിലാണ്, ടാക്സിയിലാ. അത് ശരി. പിന്നെ ഇതെന്റെ കൂട്ടുകാരൻ അനിൽ. ഇവന്റെ വീടാ ഇത്. സ്വന്തം വീടാ, വാടകയൊന്നുമല്ല. ഇത് ഡ്രൈവർ കുട്ടപ്പൻ, നല്ല അന്തസ്സുള്ള ചെറുപ്പക്കാരൻ. ഡ്രൈവർ? അതെ. നീ വണ്ടി വാങ്ങിച്ചോ? വാങ്ങിച്ചു. പക്ഷേ പിന്നെ വാങ്ങിച്ചതല്ല. പിന്നെ ഞാൻ കാറിലാണ് കൂടുതൽ സഞ്ചാരം. അതിനുള്ള കാശെല്ലാം കമ്പനി തരും. നല്ല അന്തസ്സുള്ള കമ്പനി. വരണം വരണം. കഥ തുറക്കാം. വരണം. ഇരിക്കണം. പിന്നെ അനിലിന്റെ അമ്മയും സഹോദരിയും താമസിക്കുന്ന സ്ഥലത്ത് എനിക്കെന്ത് കാര്യം എന്ന് അമ്മാവൻ ചിന്തിക്കുന്നുണ്ടാവും.
കഷ്ടമാണ് അമ്മാവ. അനിലിന്റെ ഏക സഹോദരി ബ്രെയിൻ ട്യൂമർ പിടിപെട്ട് മരണവുമായി മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ്. നീയാണോ ചികിത്സ? കണ്ടോ, ഞാൻ പറഞ്ഞിട്ടില്ലേ അമ്മാവൻ അങ്ങനെ ഇരിക്കുമ്പോ ചില കാച്ച് നമ്മള് ചിരിച്ചിരിച്ച് തമാശക്കാരനാണെന്ന് പറഞ്ഞെങ്കിലും ഞാൻ എന്ത് പറഞ്ഞാ നിങ്ങൾ ചിരിക്കുന്നേ? അമ്മാവൻ സീരിയസ് ആയിട്ട് ചോദിച്ചാണോ? സോറി അമ്മാവ. നിമിഷങ്ങൾ എണ്ണി കഴിയുന്ന പെങ്ങളെ ഓർത്ത് നെഞ്ചുരുകുന്ന അനിലിനെ ആശ്വസിപ്പിക്കാൻ ഞാനിവിടെ അങ്ങ് കൂടിയെന്നേ ഉള്ളൂ. ചേട്ടൻ പറഞ്ഞാൽ ഇതാണോ? അതെ അതെ. അയ്യോ, ചുമ്മാ ഇങ്ങനെ കാര്യം പറയാൻ നോക്കുന്നു. അമ്മാവ സാരല്ല അമ്മാവ. പ്രശ്നം അവസാനിക്കാൻ പോകുന്നുണ്ട്. ആരെ കണ്ടാലും ഇത് പതിവാ. അമ്മാവന്റെ ആദ്യത്തെ അനുഭവം ആയതുകൊണ്ട് ഞെട്ടിപ്പോയതേ ഉള്ളൂ. കണ്ടാ തോന്നില്ല അല്ലേ മോളെ? എലീന ഒരു ക്രിസ്ത്യൻ പെണ്ണാണെന്ന് കണ്ടാ തോന്നുകയില്ലെന്ന്. അതല്ല, എന്നെ വിളിച്ചോ? മനസ്സിലായി കാണുമല്ലോ. ചായ. ഹേയ് വേണ്ട, നേരമില്ല. അത് പറ്റില്ല. അല്ല, എന്താ നിന്റെ ഉദ്ദേശം? വിവാഹം ഞാൻ നീട്ടിക്കൊണ്ടുപോയാൽ? നീട്ടുന്നില്ലല്ലോ. അന്ന് തീരുമാനിച്ച പോലെ തന്നെ എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അമ്മാവനും അമ്മാവയും കൂടി ഒരു തീരുമാനം എടുത്ത് എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണം. എനിക്കാണെങ്കിൽ കല്യാണം കഴിക്കാൻ ധൃതിയായി. എത്ര നാളായിട്ടാ ഞാൻ ഇവിടെ ഒറ്റത്തടിയായിട്ട്. ആ വിചാരം ഉണ്ടായിരുന്നെങ്കിൽ നീ എന്നെ അറിയിച്ചാൽ അപ്പൊ തന്നെ കല്യാണം നടത്തി തരില്ലേ? പിന്നെ അമ്മാവന് ഞാൻ അന്യജാതിപ്പെട്ട ഒരു പ്രശ്ന പെൺകുട്ടിയെ ഇഷ്ടപ്പെടുന്ന വിവരം അറിയാൻ പറ്റുമോ? അല്ല, എലീന ക്രിസ്ത്യൻ ആണല്ലോ. അപ്പൊ കല്യാണത്തിന് പിന്നെ അവരുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് അവരൊക്കെ വരും. യാഥാസ്ഥിതികനായ അമ്മാവനെ അത് ഇഷ്ടപ്പെടുമോ എന്നെനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. കല്യാണത്തെ സംബന്ധിക്കാൻ പറഞ്ഞ പോലെ മതം നോക്കാൻ മാത്രം അല്ല, അത്രയ്ക്ക് പഴഞ്ചൊന്നുമില്ല. എനിക്കത് മനസ്സിലായി. പക്ഷെ അതെ, ഇങ്ങനൊരു സന്ദർഭത്തിൽ എലീനയ്ക്ക് മാനസികമായ ആഘാതം ഉണ്ടാക്കുന്നത് ശരിയല്ലോ. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായില്ലേ? എന്നാ ഞാൻ അങ്ങോട്ട് ഇറങ്ങുന്നു. അതാ നല്ലത്. അപ്പൊ ചായ വേണ്ട. നീ എന്നാ അങ്ങോട്ട് വരുന്നത്? തീയതി നിശ്ചയിക്കണം. ഒരാഴ്ചക്കകം ഞാനവിടെ പറഞ്ഞെത്തും. ഇപ്പൊ എല്ലാ പ്രശ്നവും തീർന്നു. കമ്പനി വണ്ടി കൊണ്ടുവിടും. കമ്പനി വണ്ടി കൊണ്ടുവിടും. അമ്മാവനെ എലിനെ ഇഷ്ടപ്പെടുമെന്നൊരു സംശയം ഉണ്ടായിരുന്നു. ഇപ്പൊ എല്ലാ പ്രശ്നങ്ങളും തീർന്നു. ഗ്രീൻ സിഗ്നൽ കിട്ടി. നമ്മൾ കമ്പനിക്കാരെ പോകാം സാർ. കമ്പനിക്കാർ നിന്റെ നോക്കാൻ എനിക്ക് ആവശ്യമില്ല. വരാൻ അറിയാമെങ്കിൽ പോകാനും അറിയാം. കേറുമ്പോളെ ഇതാ ഇതിൽ തന്നെ പോണോ സാർ? നമുക്ക് കമ്പനിക്കാരെ പോയാ പോരെ സാർ? ഒന്നും പറയണ്ട, പോ. അയ്യോ, അടുത്ത പീസ് മുകളിലുള്ള രണ്ടും കൂടെ ഇടിച്ച് കൊലയും. എലീന എന്ന് വരും? വരുമ്പോ അറിയിക്കാം. മറ്റന്നാളത്തെ ഫ്ലൈറ്റിന് തിരിച്ചു വരും. ഞങ്ങൾ കാത്തിരിക്കും. അയ്യോ, അവിടെ ആരും ഇല്ല. വീട് പൂട്ടിയിട്ടിരിക്കുക. പൂട്ടിയാൽ തന്നെ നമ്മുടെ താക്കോലില്ല. താക്കോലുണ്ടെങ്കിൽ തുറക്കണം. എങ്ങനെ? അവരെല്ലാം ഇല്ല. എന്താ കുട്ടപ്പേ പറയുന്നത്? മാറി സർ. അതല്ല. അയ്യോ, തൊലഞ്ഞ് ഇന്ന് ലോക അവസാനം. ലിഫ്റ്റ് വരുന്നില്ലല്ലോ. മുകളിലോട്ട് വരിക. ഇപ്പൊ വരും. ഇപ്പൊ വരും. ബൈ എലീന. വിഷ് യു എ ഹാപ്പി ഫ്ലൈറ്റ്. ഹായ്. പോയോ? കം കം. വരൂ വരൂ. കുട്ടപ്പാ, വണ്ടി എടുക്ക. എന്താടാ? അപ്പൊ കണ്ടില്ലേ? എന്തോന്ന്? നിനക്ക് എന്താടാ വണ്ടി എടുക്കാൻ? എന്തായാലും വേണം. ഡിക്കമായി. എന്താ? ബോംബെ ഫ്ലൈറ്റ്. ഹലോ. അല്ലെന്താ ലീവിലാണോ? അതെ. ഫ്ലൈറ്റ് സമയം മാറ്റിയപ്പോ വലിയ സൗകര്യമായി. ഇന്ദുവിന് അത് വളരെ സൗകര്യമായി. പക്ഷെ മറ്റു പലർക്കും അത് വളരെ അസൗകര്യമാണ്. അതെന്താ? അല്ല, ഈ അപ്രതീക്ഷിതമായ ലാൻഡിങ്ങും ടേക്ക് ഓഫും നമ്മുടെ ഒരു ടൈമിങ്സ് കംപ്ലീറ്റ് തെറ്റിപ്പോകുമേ. ഇപ്പോഴത്തെ ടൈമിംഗ് യാത്രക്കാരുടെ സൗകര്യാർത്ഥം ചെയ്തതാണ്. പലർക്കും ഈ സമയം മാറ്റം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഉണ്ട്. എങ്കിലും ഈ സമയമാറ്റം കാരണം പ്രോഗ്രാംസ് കംപ്ലീറ്റ് തെറ്റി വെള്ളം കുടിക്കുന്നവരെ എനിക്കറിയാം. ആരാ? അത് നമ്മുടെ ഒരു ഫ്രണ്ടാണ്. കാരണം പുള്ളിക്ക് പഴയ സമയങ്ങളായിരുന്നു സൗകര്യം.
അങ്ങനെ ഓരോരുത്തരെ സന്തോഷിപ്പിച്ച് ഫ്ലൈറ്റ് ചാർട്ട് ചെയ്യാൻ എയർലൈൻസിന് കഴിയുമോ? അതില്ല. കുറച്ചുനാൾ ഒരാൾ സൂഹിക്കുമ്പോ ബാക്കി കുറച്ചുനാൾ വേറൊരാൾ സൂഹിക്കണമല്ലോ. അതാണല്ലോ അതിന്റെ ഒരു ന്യായം. That's right. എന്ത് പറ്റി എന്ത് പറ്റിയെന്നറിയില്ല. ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോ ഒരു കൊളുത്ത് വീണ പോലെ ഇവിടെ ഒരു പെയിൻ. വശക്കരായിട്ട് തിരിയോ മറിയോ ചെയ്തു കാണും. ഞാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ വേണ്ട. എന്താ പറഞ്ഞോളൂ. ഇന്ദു തെറ്റിദ്ധരിക്കും. ഞാനോ? എന്തിന്? ഷുവറായിട്ട് തെറ്റിദ്ധരിക്കില്ലല്ലോ? ഇല്ലെന്നേ. സത്യം സത്യം. പിള്ള മനസ്സിൽ കള്ളമില്ലെന്ന് പറയും. അതുകൊണ്ട് ഞാൻ പറയുക, എന്റെ അച്ഛൻ ഒരു തടവുകാരനായിരുന്നു. ഓ, ഐ എം സോറി. അയ്യോ, എത്ര വർഷം കിടന്നു? എവിടെ? ജയിലിൽ. അയ്യോ, ആ തടവല്ല, ഐ മീൻ ഈ തടവ്. ഞങ്ങൾ ഒരു ആയുർവേദിക് ഫാമിലിയാണ്. റിയലി? യെസ്. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഈ വേദന ഞാൻ വിചാരിച്ചാൽ നിഷ്പ്രയാസം മാറും. പ്ലീസ് ഹെൽപ്പ് മീ അനിൽ. അങ്ങനെയാണെങ്കിൽ ഇവിടെ വേണ്ട. ഇന്ദു അകത്ത് ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് അവിടെ റെസ്റ്റ് എടുത്തോളൂ. ഞാൻ എണ്ണയുമായിട്ട് അങ്ങ് വരാം. ഓക്കെ. ഇത് നല്ല ഇനമാ. കംപ്ലീറ്റ് തടവേണ്ടി. റിലാക്സ് 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 റിലാക്സ്. ഉളുക്ക് പോയി. പോയോ? ഇങ്ങനെ അങ്ങനെ പോവാൻ വഴിയില്ലല്ലോ. പോയി. ഉളുക്കിന് പോലും നമ്മളെ പിടിക്കുന്നില്ല. ആര്? പത്മയോ? എയർപോർട്ടിന്നോ? ഓ, അവിടെ തന്നെ വെയിറ്റ് ചെയ്യൂ. ഫ്ലാറ്റിൽ പോണ്ട, ഞാൻ വന്ന് പിക്ക് ചെയ്യാം. ഓക്കെ? ഇതിനൊന്നും നേരം കാലം ഒന്നുമില്ല. എപ്പോ വേണമെങ്കിലും വരും, എപ്പോ വേണമെങ്കിലും പോകും. കുരിശാ? പട്ടത്തിൽ പെണ്ണേ. ഫോട്ടോ ഞാൻ ശരിയാക്കണം. ആ ഡ്രസ് എടുത്ത് അപ്പുറത്ത് റൂമിലെടുക്കും. അപ്പുറത്തെ റൂമിൽ ഈ തുണി പോയതിനകത്ത് തരാം. ഈ തുണി ഹലോ അനിൽ, എപ്പോ വന്നു? ഞാനിവിടെ ഉണ്ടായിരുന്നു. സുഖമല്ലേ? പരമസുഖം. നീ എപ്പോ വന്നു? ഒന്ന് ഫോൺ ചെയ്തിരുന്നെങ്കിൽ ഞാൻ വരുമായിരുന്നല്ലോ. ഐ ഫീൽ ഹംഗ്രി. കഴിക്കാൻ എന്തുണ്ടെന്ന് നോക്കട്ടെ. ഓക്കെ. അല്ല, ആകെ കൂടി അബദ്ധമായ നീ ഇതിന്റെ അകത്ത് അടയിരിക്കാണോ? എന്നെ ജീവിക്കാൻ സമ്മതിക്കത്തില്ലേ? ആ കൂടെ കുഴപ്പമാണ്. എനിക്ക് എന്റെ പെൺകുട്ടികളായ പല വ്യക്തിപരമായ കാര്യങ്ങൾ സംസാരിക്കാൻ കാണും. അതിന്റെ ഇടയിൽ വായി നോക്കിക്കൊണ്ടിരിക്കുന്ന തെണ്ടിത്തരാണ്. ഇപ്പൊ ഇവിടെ ഇവിടുന്ന് കൊണ്ടുപോയില്ലെങ്കിൽ ആ കൂടെ പ്രശ്നമാണ്. എന്റെ ഫ്ലാറ്റിൽ കയറി വന്ന് എന്നെ ഇറങ്ങിപ്പോകാൻ പറയത്തറ. നോക്കിക്കോ, നീ ഇതിനനുഭവിക്കും, ഞാൻ പറഞ്ഞേക്കാം. ഞാൻ അനുഭവിച്ചോളാം. കേൾക്കും. എന്നിട്ടുണ്ടല്ലോ. അയ്യോ, നോൺസെൻസ്. ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുള്ളതാണ് ഈ വീടിനകത്ത് മത്സ്യമാംസങ്ങൾ കയറ്റാൻ പാടില്ലെന്ന്. അതെ. സോറി, റിയലി സോറി. മീറ്റ് മൈ ഡിയറസ്റ്റ് ഫ്രണ്ട് മിസ്റ്റർ അനിൽ. എനിക്കറിയാലോ. റിമെമ്പർ വാട്ട് ഐ സേ ഈസ് ഈ മീനി കുറച്ചൊക്കെ ഇവൻ പറഞ്ഞിട്ട് വാങ്ങിച്ചാ. ദാറ്റ്സ് ഓൾ റൈറ്റ്. നമുക്കതത്ത് പുറത്ത് കളയാം. ഐ ഡോണ്ട് മൈൻഡ്. ഇപ്പൊ അതെടുത്ത് കളഞ്ഞാൽ തന്നെ വല്ലതും കഴിക്കുമ്പോ അതിന്റെ മണം എവിടെ ഇങ്ങനെ തങ്ങി നിൽക്കും. അതെ. അങ്ങനെ മണം തങ്ങി നിൽക്കുന്ന ഒരിടത്ത് വെച്ച് എന്റെ പത്മ ആഹാരം കഴിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. വി വിൽ ഗോ ഔട്ട്. ഇന്നത്തെ ഡിന്നർ പുറത്തുനിന്നാവാം. ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. പ്രത്യേകിച്ചും ഇങ്ങനെ അപകടകരമായ ഒരു ചുറ്റുപാടിൽ. അപകടമോ? അപകടം എന്ന് ഞാൻ പറഞ്ഞത് ഈ മണത്തിന്റെ മീൻ അല്ല, ഈ മീനിന്റെ മണം. ഈ മീനിന്റെ മണം അത് ഇഷ്ടമല്ലാത്തവര് അത് ശ്വസിക്കുന്നത് തന്നെ ക്യാൻസർ ഉണ്ടാവും. ടൈംസ് ഓഫ് ഇന്ത്യയിൽ. റിയലി ട്രൂലി താങ്കിങ് യു. യു ആർ സിൻസിയർലി. ശ്യാമിന്റെ ഫ്രണ്ട് ഒരു നല്ല തമാശക്കാരനാണല്ലോ. ഈ തമാശയൊക്കെ അവന് ഞാൻ പറഞ്ഞു കൊടുത്താ. പക്ഷെ അത് കറക്റ്റ് സമയത്ത് പറയാനേ ഒരു കഴിവ് വേണം. കോമൺ സെൻസ് നിനക്കതില്ല. നിങ്ങൾ ഹോട്ടലിലേക്ക് പൊയ്ക്കോ. ഞാൻ ഒന്ന് വേഷം മാറിട്ട് വരാം. ആഹാരം കഴിഞ്ഞ് വന്നിട്ട് മതി വേഷം മാറുന്നത്. നീ പോ, സത്യം മാറുന്നേ. ഞാൻ പറയുന്നത് ഇതിന്റെ ഭവിഷ്യത്തിന് നീ അനുഭവിക്കേണ്ടി വരും. പറഞ്ഞില്ല ഭീഷണിപ്പെടുത്താനുണ്ടോ? നീ എന്റെ ആത്മാർത്ഥ സുഹൃത്ത് തന്നെ സമ്മതിച്ചു. എനിക്ക് ഷർട്ട് മാറുന്നേ. എവിടെ നഷ്ടപ്പെടുന്ന ഓരോ നിമിഷങ്ങളും ഞാൻ പറയാം. നിനക്ക് പറ്റ പിടിച്ചോ. മനുഷ്യ സൂര്യം തരില്ല. ഇതെന്താ?
ഏതെന്താ ഏത് ആരുടേതാണ് ലേഡീസ് ബാഗ്? അതെ, ആരുടേതാണ് ലേഡീസ് ബാഗ്? ഓ, ഇത് എന്റെ ബാഗാണ്. നോക്കൂ, ഞാനൊരു പ്രത്യേക സ്വഭാവക്കാരനാണ്. എന്റെ സോപ്പ്, ചീപ്പ്, കണ്ണാടി, ഷേവിംഗ് ലോഷൻ, ആഫ്റ്റർ ഷേവ് ലോഷൻ എല്ലാം ഞാൻ ഇതിനകത്താണ് സൂക്ഷിക്കാറുള്ളത്. പത്മ വിളിക്കുന്നില്ലേ? എന്തിന്? ഡിന്നറിന് പോകാൻ. ഞാൻ പോകുന്നില്ല. അതെന്താ? നോക്കൂ, എത്ര സുന്ദരമായ സായാഹ്നം. രക്തവർണ്ണത്തിലുള്ള മേഘത്തുള്ളികൾ ആകാശത്തിലൂടെ ഒഴുകി നടക്കുന്നു. കൂടണയാൻ പോകുന്ന പറവകളുടെ കളകൂജനങ്ങൾ, ഹാ എത്ര മധുരം. സ്വന്തം കാമുകന്റെ ഓരം ചേർന്ന് ആൾത്തിരക്കില്ലാത്ത രാജവീതിയിലൂടെ നടന്നു നീങ്ങാൻ പത്മയ്ക്ക് ആഗ്രഹമില്ലേ? സാഹിത്യം കൊള്ളാം, പക്ഷെ ഹോട്ടലിലെ ഫുഡ് കഴിച്ച് ഞാൻ മടുത്തു. ഇവിടുന്ന് കഴിക്കാൻ ഞാൻ സമ്മതിക്കൂല. ഹോട്ടൽ എന്ന് പറഞ്ഞാൽ തുക്കട ചായക്കടയൊന്നുമല്ല. കാസിനോയിലേക്ക് പോകൂ, ഇംഗ്ലീഷ് മ്യൂസിക് കേൾക്കൂ, ഒരു 7 കോഴ്സ് ഡിന്നർ കഴിക്കൂ. അതിനകത്തൊരു റൊമാൻസ് ഉണ്ട്, അതിലൊരു ബ്യൂട്ടി ഉണ്ട്. എന്താ അങ്ങനെ തോന്നില്ലേ? ഇല്ല, ഞാൻ ഇവിടുന്ന് കഴിക്കുന്നുള്ളൂ. അതങ്ങ് പള്ളി വല്ല ഹോട്ടലിൽ പോയാൽ മതി. അനിൽ, പത്മയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ നീ എന്തിനു നിർബന്ധിക്കുന്നു? പത്മയുടെ ഇഷ്ടമാണ് എന്റെ ഇഷ്ടം. എടാ, ഒരു സുഹൃത്തിന്റെ ഭാവി വധുവിനോട് എങ്ങനെ പെരുമാറണം എന്ന മര്യാദ നിനക്കില്ലല്ലോടാ. പെതുക്കെ പറഞ്ഞാൽ മതി, പെതുക്കെ പറഞ്ഞാൽ മതി. നീ എന്ത് പറഞ്ഞാലും നിങ്ങൾ രണ്ടുപേരും ഇന്ന് ഹോട്ടലിൽ തന്നെ ആഹാരം കഴിക്കുന്നു. ഞാൻ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങളുടെ കാര്യത്തിൽ നീ ഇടപെടരുന്ന്. ഇടപെടും. എടാ, ഒരു സുഹൃത്തിന്റെ വില എന്താന്ന് നീ പിന്നീട് മനസ്സിലാക്കും. എനിക്കിപ്പം മനസ്സിലാടാ. നിന്റെ ആജ്ഞ അനുസരിക്കാൻ ഞാൻ ആര്? നിന്റെ കൂലിക്കാരനോ? എന്റെ ജീവൻ പോയാലും ശരി, നിങ്ങൾ ഇവിടുന്ന് ആഹാരം കഴിക്കുന്ന പ്രശ്നമില്ല. അത്രക്കാണ്. Please stop it. എന്നെ ചൊല്ലി നിങ്ങൾ ഫ്രണ്ട്സ് വഴക്കിടണ്ട. ഓക്കെ ഷാം, നമുക്ക് ഹോട്ടലിൽ തന്നെ പോവാം. അത് പറ്റില്ല. എക്സ്ക്യൂസ് മീ, എല്ലാരും ഇവിടെ തന്നെ ഭക്ഷണം കഴിക്കുന്നുണ്ടോ? ആ, കഴിക്കും. ഞങ്ങൾ 3 പേരും ഇവിടെ കഴിക്കും. അപ്പൊ എല്ലാരും ഇവിടെ കഴിക്കുന്നില്ല. 3 പേരെന്ന് പറഞ്ഞാൽ എല്ലാരും ആയില്ലേ? എന്തോടാ? ഒന്നുമില്ല. ഓരോ ആൾക്കും ഓരോന്ന് വേണമെന്ന് പറഞ്ഞ് എന്നെ ബുദ്ധിമുട്ടിക്കരുതേ. എല്ലാവർക്കും ഒരേ ഐറ്റംസ് മതിയല്ലോ എന്നൊക്കെ ഇപ്പൊ പറയും. ഉണ്ടായിക്കൊണ്ട് വരുമ്പോ വേറെ ആൾക്കാർ വന്നാ ഇവിടെ വേറെ ആരും അഭിപ്രായം പറയാൻ? അത് അവർക്കറിയാം. നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? നിനക്ക് എന്തോ എന്റെ സുഖനാടാ. ഇതെന്തൊരു കഷ്ടമാണ് നോക്കണേ. ഒരു കാര്യം ഞാൻ പറയാം, എനിക്ക് വലിയ ആരോഗ്യമൊന്നുമില്ല. എല്ലാം ഉണ്ടായിക്കൊണ്ട് വന്നിട്ട് ഞാൻ അല്ലെങ്കിൽ പിന്നെ ഞാൻ ഒന്നും പറയുന്നില്ല. അവർക്കെന്താ പറയാനുണ്ടെന്ന് തോന്നുന്നു. കാര്യം ഞാൻ പറയാം. അവർക്ക് എല്ലാവർക്കും ഇവിടെ വെച്ചു അമ്മ വയ്യ. അതുകൊണ്ടാണ് നിങ്ങൾ പുറത്തുപോയി ആഹാരം കഴിക്കാൻ ഞാൻ നിർബന്ധിച്ചത്. ശ്യാം, അതാണ് നല്ലത്. ഓക്കെ, പത്മയുടെ ഇഷ്ടം. ശരി, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഈ മുറി വേണ്ട, ആ മുറി എടുത്തോ. അതെന്താ? അവിടെയാണ് കൂടുതൽ സൗകര്യം. എടാ, കുറെ സമയമായിട്ട് എന്റെ ക്ഷമ പരീക്ഷിക്കുന്നു കേട്ടോ. അത് തന്നെയാണ് എനിക്ക് നിന്നോടും പറയാനുള്ളത്. പട്ട പിടിച്ചാണോ നിനക്ക്? പുറത്തുള്ള പത്മയുടെ അകത്തുള്ള പത്മ. എന്റെ ഉള്ളിൽ വേറെ പത്മ ഉണ്ടെന്നോ? വാട്ട് യു മീൻ? മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കണോ? ഈ പത്മ മറ്റേ പത്മ മറ്റേ പത്മ കൂട്ടിമുട്ടിയാൽ ഇതുവരെ നിനക്ക് മനസ്സിലായില്ലോ? പത്മ എതിർത്ത് സംസാരിച്ച് എന്നെ കൊന്നാളയും. ഓക്കെ, സി അനിൽ, നിങ്ങൾക്ക് എന്ത് പറ്റി? നിങ്ങൾ എന്തിനാണ് എന്നെ തടയുന്നത്? ഞാൻ പറയാം. എന്റെ കുറെ സ്വകാര്യ വസ്തുക്കൾ ഇതിനകത്തുണ്ട്. അതാരും കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല. എന്താണ് ഇതിന്റെ സ്വകാര്യ വസ്തുക്കൾ? എന്റെ സോപ്പ്, ചീപ്പ്, കണ്ണാടി ഇതൊന്നും ആരും കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇതെല്ലാം പത്മയ്ക്ക് കാണാൻ പാടില്ലാത്താണോ? അത് മാത്രമല്ല, എന്റെ 1-2 അണ്ടർവെയറുകൾ ഞാൻ ഇവിടെ നനച്ചിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് നോക്കുന്നില്ല. ഞങ്ങൾക്ക് വിശ്വാസമില്ല. നിങ്ങൾ നോക്കി പ്ലീസ്. ശരി, ഞാൻ അടുത്ത മുറി പോയിക്കോളാം. എടാ, ഇനിയെങ്കിലും ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. എനിക്ക് കേൾക്കേണ്ടത് ജയിലിൽ പോകാനുള്ള പേര് കൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെ കൊല്ലായിരുന്നത്. എടാ, ഞാൻ പറയുന്നത് എനിക്ക് കേൾക്കേണ്ടത് മനസ്സിലാക്കാ. വാട്ട് ഹാപ്പൻഡ്? ഞാൻ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തോണ്ട് ഒരു ഷോക്ക് അടിച്ചില്ല, രക്ഷപ്പെട്ടു. തൽക്കാലം രക്ഷപ്പെട്ടു. പക്ഷേ ഗുഡ് ബൈ. അളിയാ, അല്ലേ അളിയാ, എനിക്ക് കുറച്ചു കാലം കൂടെ ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പൊ ഈ ഹാർട്ട് അറ്റാക്കിന് പ്രായം നോട്ടമില്ലളിയാ. ശ്യാം, എന്താ കാര്യം? നോക്കിന്തു അനിൽ പോവാണെന്ന്. എന്തു പറ്റി അനിൽ? എന്തിനാ പോകുന്നത്? എന്തു പറയാണെങ്കി ഞാനെങ്ങും പോകുന്നില്ല. എന്നെ തെറ്റിദ്ധരിക്കരുത്. ഇത്രയും നേരത്തെ വരുമെന്ന് അറിയാത്തതുകൊണ്ട് ഇവിടെ പല കുഴപ്പങ്ങളും ഉണ്ടായിരിക്കുകയാണ്. അതൊന്ന് സോൾവ് ചെയ്യാൻ ഞാൻ ഓഫീസ് വരെ പോയിട്ട് വരാം. എന്നെ ഒറ്റയ്ക്ക് വിട്ടിട്ടോ? ഞാനില്ലേ ഇവിടെ? ഇങ്ങോട്ടെ, ഞാൻ വേഗം വരാം. വന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഡിന്നർ കഴിക്കാം. വെജിറ്റബിൾ സൂപ്പ് റെഡി. ആർക്കാ വെജിറ്റബിൾ സൂപ്പ്? പിന്നെ വെജിറ്റബിൾ സൂപ്പ് വന്നിട്ട് പിന്നെ അനില്ല. അതെ, ഇവനില്ലേ രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട്, രാത്രി പ്രധാന ആഹാരം അതാ. ചേച്ചേ, ചുമ്മാതല്ല അനിൽ പിത്തം പിടിച്ച പോലെ ഇരിക്കുന്നത്. സൂപ്പും കോപ്പും വെളി കളഞ്ഞേരെ. ഇനി എന്തും ഇഷ്ടമില്ലാത്ത ഒരൊറ്റ ആഹാരം ഞാൻ കഴിക്കത്തില്ല. അതെടുത്ത് കളഞ്ഞിട്ട് ചിക്കൻ സൂപ്പ് ഉണ്ടാക്കൂ. ഓക്കെ,
ഞാൻ എന്റെ റെഗുലർ എക്സസൈസ് ചെയ്യട്ടെ. എക്സസൈസ് ചെയ്തിട്ട് വരുമ്പോ ഞാൻ ചിലപ്പോ ഉണ്ടാവില്ല. ഡോണ്ട് ഫീൽ ബാഡ് അബൌട്ട് ഇറ്റ്. ഡോണ്ട് ബി സില്ലി. നിനക്ക് ഇതെന്നാ പിന്നെ നേരത്തെ പറഞ്ഞോടായിരുന്നോ? അതങ്ങനെ തോക്കിനകത്ത് കയറി വെടിവെച്ചോണ്ടിരിക്കല്ലായിരുന്നോ നീ? എന്താ ഇത്? ഇതുവരെ നിങ്ങളുടെ വഴക്ക് തീർന്നില്ലേ? എല്ലാം തീർന്നു. അന്തരീക്ഷം പരമാവധി ശാന്തം. ഇനി നമുക്ക് ഏതെങ്കിലും ഹോട്ടലിലേക്ക് പോവാം. എന്ത് പറ്റി? മനസ്സ് മാറിയോ? പത്മയുടെ ഇഷ്ടം ഹോട്ടലിൽ പോണെന്നല്ലേ? നിങ്ങൾ വഴക്ക് കൂടണ്ടെന്ന് വിചാരിച്ച് ഞാൻ സമ്മതിച്ചല്ലേ. ആഹാരം ഇവിടെ മതി. അയ്യോ അത് വേണ്ട. ഞാൻ മാനസികമായി തയ്യാറെടുത്തു കഴിഞ്ഞു. എത്രയും വേഗം ഏതെങ്കിലും ഹോട്ടലിലേക്ക് പോവാൻ എന്റെ മനസ്സ് വെമ്പുകയാണ്. എന്റെ ഇഷ്ടമാണ് ശ്യാമിന്റെ ഇഷ്ടമെന്ന് പറഞ്ഞതോ? അതെ അതെ, ഇഷ്ടം ഇപ്പോഴും അത് തന്നെയാണ്. പക്ഷെ ചില പ്രത്യേക ഗുരുതരാവസ്ഥയിൽ. ചിക്കൻ സൂപ്പ് റെഡി. ആർക്കാ ചിക്കൻ സൂപ്പ്? നീ വന്നേ, നീ വന്നേ. പിന്നെ ഈ നമ്മളെ പുറത്തു പോവാൻ പ്ലാൻ ഇട്ടതുകൊണ്ട് പിന്നെ ഈ ചിക്കൻ സൂപ്പ് ഇവനുമല്ല. ഇവനെ രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് രാത്രി ചിക്കൻ സൂപ്പേ കഴിക്കൂ. ഇനി അഭിപ്രായം മാറത്തില്ലല്ലോ? ഇല്ല മാറില്ല. പിന്നെ സമയം ഞാൻ വേഷം മാറിയിട്ട് വരാം. തലവേദന ഭയങ്കര തലവേദന ഇവന്. ആണോ? ആശുപത്രി കൊണ്ടുവരാം. ആന്റി, ആന്റി എന്റെ ഡ്രസ്സൊക്കെ എവിടെ? എന്തിനാ അവിടെ ഒട്ടി നിൽക്കുന്നത്? ഞാൻ അകത്തോട്ടൊന്നും കയറാൻ പോണില്ല. താങ്ക് യു. ഇതാ ഞാൻ ഇനി ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. ഞാനൊന്ന് ഓഫീസ് വരെ പോയിട്ട് വരാം. പെട്ടെന്ന് വരണം. സംശയമുണ്ടോ? എവിടെ പോയാലും എന്റെ ഇന്ദുവിന്റെ അടുത്ത് എത്താതെ എനിക്ക് ഉറക്കം വരുമോ? പോയിട്ട് വാ. ഓക്കെ ബൈ. പിന്നെ I am also ready. It's beautiful. Fantastic. 5 മിനിറ്റ്, ഒരു 5 മിനിറ്റ്. ഞാൻ ഇവരോട് ഒരു കാര്യം പറഞ്ഞിട്ട് പുറത്തു വരാം. പറഞ്ഞാലും തീരുന്നില്ലേ? 5 മിനിറ്റ് ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യും. വന്നില്ല ഞാൻ പോവും. ബ്യൂട്ടിഫുൾ ഡ്രസ്. പൊന്നളിയാ, ഞങ്ങള് തിരിച്ചു വരുമ്പോഴേക്കും നീ ഹിന്ദുവിനെ കൂട്ടി എവിടെയെങ്കിലും പോണം. ഞാൻ വിളിച്ചാ വരുമോളിയാ? അതൊക്കെ നിന്റെ മിടുക്ക്. എന്റെ സുഹൃത്തെന്നല്ലേ നീ അവളെ ഡിന്നറിന് വിളിക്കണം. എന്നോട് സ്നേഹം കൊണ്ട് അവൾ നിന്റെ കൂടെ വരും. അറിയാ ഞാൻ പറഞ്ഞ. അയ്യോ ശ്യാം ഇതുവരെ പോയില്ലേ? ശ്യാം തിരിച്ചു വരുന്നത് വരെ ഐ വിൽ നോട്ട് ഹാവ് മൈ ഡിന്നർ. ഓ സോ സ്വീറ്റ് ഓഫ് യു ഡിയർ. വസന്തരാവിന്റെ വാതിൽ തുറന്നു വരും മലർ കിളിയേ ഒന്ന് പോടാ മലർ കിളിയേ ഒന്ന്. ഈ പാട്ടിനാണ് കോളേജിൽ എനിക്ക് ബെസ്റ്റ് ഗായകനുള്ള ഫസ്റ്റ് പ്രൈസ് കിട്ടിയത്. അനിൽ പാടും? കൊള്ളാം, പാടുവന്ന. ഇന്ദുവിന് പാട്ട് ഇഷ്ടമാണ്? വളരെ. ആഹാ, അങ്ങനെയാണെങ്കിൽ സംഗീത സാന്ദ്രമായ ഈ അന്തരീക്ഷത്തിൽ നമുക്ക് ഈ സായം സന്ധ്യ ലാവിഷായി ചെലവഴിക്കാം. എന്താണ് അഭിപ്രായം? എങ്ങനെയെന്ന് ചോദിച്ചാൽ ഇങ്ങനെയെന്ന് പറയാൻ എനിക്ക് അറിഞ്ഞു. ഏതായാലും അവൻ കാണിച്ചതുപോലെ അങ്ങനെ ആവില്ല. ഇന്ദുവിനെ പോലൊരു പെൺകുട്ടിയെ ഈ സായം സന്ധ്യയിൽ തനിച്ചാക്കിയിട്ട് ഓഫീസിലേക്ക് പോകാൻ ഇവൻ എങ്ങനെ മനസ്സ് വന്നു? അവന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഓഫീസിന് തീ പിടിച്ചെന്ന് പറഞ്ഞാൽ പോലും ഇന്ദുവിനെ വിട്ട് ഞാൻ പോയില്ലായിരുന്നു. ഞാൻ ക്ഷണിക്കുകയാണ്. ഇന്ദു വരണം. ഏതെങ്കിലും ഒരു ഹോട്ടലിൽ പോയി നമുക്ക് ഡിന്നർ കഴിക്കാം. എന്നെ ഇങ്ങനെ കൺസിഡർ ചെയ്യാൻ തോന്നിയതിന് വളരെ നന്ദി. എന്ന് വെച്ചാൽ എന്റെ ക്ഷണം സ്വീകരിക്കില്ല എന്നാണ്? അല്ല, അനിലിനെ പോലെ വലിയ മനസ്സുള്ള ഒരാളിന്റെ കൂടെ വരാൻ എനിക്കിഷ്ടമാണ്. താങ്ക് യു ഇന്ദു, താങ്ക് യു. ചെല്ലു, ഡ്രസ് ചേഞ്ച് ചെയ്യൂ. ബൈ ഗോയിങ്. അയ്യോ അമ്മ എവിടെ പോകുന്നു? കൂടുതലൊന്നും ചോദിക്കണ്ട, ഞാൻ പോവാണ്. എനിക്കൊന്നും പറയാനില്ല. അയ്യോ അമ്മായി, ഇതൊരു പിള്ളേർ കളിയായി കണക്കാക്കി കൂടെ? കളി കാര്യമാകുന്നതിന് മുമ്പേ എനിക്ക് ഇവിടുന്ന് പോണം. എങ്കിലേ എന്നെ തടിയെങ്കിലും എനിക്ക് ബാക്കി കിട്ടും. അയ്യോ അമ്മായി, ഞാൻ ഇവിടെയാണല്ലോ താമസിക്കുന്നത്. എന്താ ഇത്ര അതിശയം? അമ്മായി, കപ്പല് മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കൈവിട്ട് പോകരുത് അമ്മായി. എന്ത് മുങ്ങിയാലും ശരി, ഞാൻ ഇവിടുന്ന് പോകും. മാറി തോന്നി പൊയ്ക്കോട്ടെ. ഇവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. ആഹാ, എന്നോട് ഇവിടുന്ന് പോകാൻ പറയാം. നീ ആര്? അത് തന്നെ. അമ്മായി ഇവിടുന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഞാൻ പറയണം, അല്ലെങ്കിൽ ഞാൻ പറയണം. അമ്മായി അങ്ങോട്ടോട്ട് പോയി. നീ പറഞ്ഞാലൊന്നും ഞാൻ ഇവിടുന്ന് പോവില്ല. അതിനെ വേറെ ആളെ നോക്കണം കേട്ടാ. വന്നിരിക്കുന്നു ഓരോന്ന്. ഒന്നും പറയാൻ ആളൊന്നും. ശ്യാമ എവിടെ? അത് തന്നെ ഞാനും ആലോചിക്കുന്നത്. എലീന വരുമെന്ന് അവൻ അറിഞ്ഞൂടായിരുന്നു? ഫ്ലൈറ്റിന്റെ സമയം മാറി വിവരം ഞാൻ പറഞ്ഞിരുന്നു. ചിലപ്പോ മറന്നു കാണും. നോ 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 നോ, ഒരിക്കലും അവനങ്ങനെ ചെയ്യാൻ പാടുള്ളതല്ല. താൻ സ്നേഹിക്കുന്ന പെണ്ണിന്റെ സാമീപ്യം ആഗ്രഹിക്കുന്ന ഒരു കാമുകനും ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. എലീന,
എന്റെ പെണ്ണിനോട് ഞാൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യും. അനിലിന്റെ പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. കാണാൻ അങ്ങനെ ഒരാളില്ലല്ലോ. 100% സ്നേഹം കൊടുക്കാൻ ശക്തിയുള്ള ഒരു ഹൃദയവുമായി ഞാൻ കാത്തിരിക്കുന്നു. അടുക്കുമ്പോഴല്ലേ ആഴം അറിയൂ. ഓക്കെ, ശ്യാം വന്നില്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് വിടുന്ന ഡിന്നർ കഴിക്കാം. ഇറ്റ്സ് മൈ പ്ലഷർ. പക്ഷെ ഇവിടെ വേണ്ട, നമുക്ക് ഏതെങ്കിലും ഹോട്ടലിലേക്ക് പോകാം. അതല്ല അനിലിന്റെ ഇഷ്ടം. ശരി, എന്നാലും ഇനി ഒട്ടും താമസിക്കണ്ട. ഞാനൊന്ന് ഡ്രസ് മാറ്റിട്ട്. ഓക്കെ, ഈ മുറി വേണ്ട, ആ മുറിയിലോട്ട് പോയിക്കോളൂ. വൈ? എന്റെ ചില പേഴ്സണൽ കാര്യങ്ങൾ ഈ മുറിയിലുണ്ട്. ഓക്കെ ഓക്കെ. താങ്ക് യു. ആ പോവാം. നമുക്ക് ഏത് റെസ്റ്റോറന്റിൽ പോകാം? അതിപ്പോ എന്തും ഇഷ്ടമുള്ള ഏത് റെസ്റ്റോറന്റ് വേണമെങ്കിലും നമുക്ക് പോവാം. ആരുടെ ബാഗ്? ഇത് ബാഗ്, ഇത് എന്റെ ബാഗാണ്. എന്റെ ചില പേഴ്സണൽ ആയിട്ടുള്ള സോപ്പ്, ചീപ്പ്, കണ്ണാടി, ചെവിത്തോണ്ടി, പല്ലുകുത്തി മുതലാണ് ഞാൻ ഇതിനകത്താണ് സൂക്ഷിക്കാറുള്ളത്. ലേഡീസ് ബാഗ്? ആക്ച്വലി ഇത് ലേഡീസ് ബാഗ് അല്ല, ഇത് ലേഡീസ് ടൈപ്പിലുള്ള ലേറ്റസ്റ്റ് ജെന്റ്സ് ബാഗാണ്. കണ്ടാ പറയത്തില്ലല്ലേ? ഹൗ ഇസ് മൈ ഡ്രസ്? ഡ്രസ് കൊള്ളാം, നന്നായിരിക്കുന്നു. ഒരു സ്കാർഫ് കിട്ടിയാലോ? നന്നായിരിക്കും, ബ്യൂട്ടിഫുൾ. സമയമില്ല, നമുക്ക് ഉടനെ പോണം. ജസ്റ്റ് എ മിനിറ്റ്. വേഗം വരണം, ഉടനെ പോണം. റെഡി? ഞാൻ എപ്പോഴേ റെഡി. അല്ല, എന്റെ ബാഗ് എന്തിനാ കയ്യിൽ വെച്ചിരിക്കുന്നത്? ഇത് ലീനയുടെ ബാഗ്. ഇതിന്റെ സൗന്ദര്യം ഞാൻ നോക്കിയായിരുന്നു. നോക്കൂ, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ബാഗ്. ഇതേതാ ബാഗ്? അപ്പൊ ഇത് ബാഗ്, ഇതാണ് എന്റെ ബാഗ്. ഈ ബാഗാണ്, ഈ ബാഗ് എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ ബാഗ് എടുത്തത്. ഇപ്പോഴാണ് മനസ്സിലായി ഈ ബാഗ് അല്ല, ഈ ബാഗാണ് എന്റെ ബാഗ് എന്ന്. ഇതാണ് ബാഗ്, എന്റെ ബാഗ്. ആകെ അബദ്ധം തന്നെ. അതെ അതെ. ഓക്കെ, ലെറ്റ്സ് ഗോ. ഈ ബാഗ് ഇത് പിടിക്കട്ടെ. കമോൺ. അവസാനായിട്ട് ഞാൻ ചോദിക്കുകയാണ്, ആരൊക്കെ ഭക്ഷണം കഴിക്കാൻ പുറത്തു പോകുന്നു? ഞാൻ ആർക്കൊക്കെ ഭക്ഷണം ഇവിടെ ഉണ്ടാക്കണം? ദയവ് ചെയ്ത് പറയണം. പിന്നെ 2 പേര് പോയി. അല്ല, 2 പേര് ഇപ്പൊ പോകുന്നു. പിന്നെ ബാക്കിയുള്ളവർ പോയോ വരെ എന്താ ചെയ്തു അതിനെപ്പറ്റി അറിയേണ്ട കാര്യം എനിക്കില്ല. എലീന വരൂ. ഐ എം റെഡി. അകത്ത് പോണം. പോയാണോ? ഓന്താനാണത്. ഞാനൊന്ന് എയർപോർട്ടിലേക്ക് ഫോൺ ചെയ്തിട്ട് വരാം. ഓക്കെ, പ്ലീസ്. പത്മ, 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 പ്ലീസ്. ഡോണ്ട് ബി സിലി പത്മ. ഞാൻ പറയുന്നത് കേൾക്കാം. ശ്യാമിന് എന്നെക്കാൾ വലുത് ആ ഫോൺ തന്നെയാണല്ലോ. നമുക്ക് വേറെ ഏതെങ്കിലും ഹോട്ടലിൽ പോവാം. അതെന്താ? അത് ഇവിടെ ഒരു വല്ലാത്ത സ്മെല്ലല്ലേ? എനിക്കൊന്നും തോന്നുന്നില്ലല്ലോ. തോന്നില്ലേ? ജലദോഷം ഉണ്ട്. അതാ. ഒരു ദോഷമില്ല. ഞാൻ ഇപ്പൊ ഫോൺ ചെയ്തിട്ട് വരാം. നിന്റെ ജീവന്റെ ജീവനായ എന്നെ നീ അവിശ്വസിക്കുന്നല്ലേ? നിന്റെ വരവും കാത്ത് കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്ന ഞാൻ. ഓരോ വിമാനവും എന്റെ തലയ്ക്ക് മുകളിൽ പറന്നു പോകുമ്പോഴും എന്റെ ഹൃദയം എന്നോട് മന്ത്രിക്കും. എന്റെ എലി അല്ല, എന്റെ പത്മ അവൾ വരുന്നു. ഒരു മലാഖയെ പോലെ എന്റെ എന്റെ പത്മ പറന്നു വരും. ഏയ് പത്മ, പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. വേണ്ട. നിങ്ങളുടെ വീട്ടിൽ എനിക്കായിട്ടുള്ള മുറിയിൽ ഉറങ്ങാനുള്ള സ്വാതന്ത്ര്യം പോലും എനിക്കില്ലെങ്കിൽ അങ്ങനെ ഒരു വീട് എനിക്ക് വേണ്ട. ഞാൻ പറയുന്നൊന്ന് കേക്ക്. സോറി, എയർപോർട്ടിലേക്ക് ഫോൺ ചെയ്തിട്ട് ഞാൻ വീട്ടിൽ പോകും. അല്ല പത്മ, ഗുഡ് ബൈ. നീ എങ്ങനെ ഇവിടെ വന്നു? ഇന്ത്യയോടെ ആദ്യം അങ്ങോട്ട് കേൾക്ക്. തോക്കിനകത്ത് കയറി വെടിവെക്കരുത്. മറ്റവളുണ്ട് അറിയാതെ ഇവിടെ വന്ന് കയറിപ്പോയി. നിനക്ക് വേറെ ഹോട്ടലിൽ കിട്ടണം കഴിവരെ കൊണ്ടുവരാൻ. നീ അങ്ങോട്ട് എഴുന്നള്ളൊന്ന് പറഞ്ഞു തരണം. ആ പുല്ലേ ഒരു കൊനഷ്ടി ഇരുമ്പോ അടുത്ത കൊനഷ്ടി. ഇത് എവിടെ ചെന്ന് അവസാനിക്കാൻ നടടാ. എന്നിട്ട് ഇന്ദു എവിടെ? ഇന്ദു അല്ല, എലീന. അയ്യോ, അവളെങ്ങനെ ഇവിടെ വന്നു? അത് പിന്നെ ഇന്ദുവായിട്ട് വരാൻ നിന്നപ്പോ എലീന വന്ന് കയറി. പിന്നെ അവളുമായിട്ട് പോന്നു. എന്നിട്ട് ഇന്ദു എവിടെ? ആ വീട്ടിൽ കാണും. അയ്യോ, ആ കൂടെ ചളവാളിയാ. താങ്ക് യു. അളിയ, അവർക്ക് പരസ്പരം മനസ്സിലായില്ലെന്നാ തോന്നുന്നു. ഇങ്ങനെ മനുഷ്യന്റെ ഭാഗ്യമുണ്ടോ? മരണം വരെ ഇങ്ങനെ നിൽക്കും. അളിയ, നീ ഒരു കാര്യം ചെയ്യ്. ഞാൻ പത്മയെ കൊണ്ട് വീട്ടിലേക്ക് വാ. ഞങ്ങൾ അവിടെ എത്തുന്നതിന് മുമ്പ് നീ കിളവിയെ ഫോൺ ചെയ്ത് എങ്ങനെയെങ്കിലും ഇന്നുവിനെ പത്മയുടെ മുറിയിൽ നിന്ന് മാറ്റാൻ പറയണം. എങ്ങനെയെങ്കിലും. അത് നീ കിളവിയും കൂടെ തീരുമാനിച്ചാൽ മതി. ചുമ്മാ അല്ല, കിളവിക്ക് കാശ് എണ്ണി കൊടുത്തിട്ടാ. അവിടെ കാണുന്നില്ല.
ചതിച്ചോ? അവിടെ എവിടെയെങ്കിലും കാണും. നീ നോക്ക്, ഞാൻ പോണു. അളിയാ, അയ്യോ എലിന എന്റെ കൂടെ വന്ന ആളെവിടെ? ഇങ്ങോട്ട് വന്നല്ലോ. ടാക്സി. പത്മ പത്മ ഡോണ്ട് ഗോ പത്മ പത്മ കുട്ടമ്മ വണ്ടി വണ്ടി എടുക്കും. എലീന വണ്ടി നിർത്ത് വണ്ടി നിർത്ത് വണ്ടി എടുക്കൂ. വണ്ടി നിർത്താൻ വണ്ടി എടുക്കാൻ. വണ്ടി ഡ്രൈവർ വണ്ടി എടുക്കൂ. അവൾ അവിടെ എത്തുന്നതിന് മുമ്പ് നമുക്ക് എത്തണം. ഇവിടെ ഇടത്തോട്ട് ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. ആ വഴി ഇവിടെ ഇടത്തോട്ട് ഇടത്തോട്ട്. ഡിക്കമ്മായി ആരെയും സ്നേഹിച്ചിട്ടുണ്ടോ? ആര്? എന്റെ ഭർത്താവിനെ. എന്നിട്ട് അയാൾ എന്റെ അനിയത്തിയെ കല്യാണം കഴിച്ചോണ്ട് പോയി. ഞാൻ ആ കാര്യത്തിൽ എത്ര ഭാഗ്യവതിയാണ്. സുഖമില്ലാത്തതോ? അല്ല, എന്റെ ശ്യാം എന്നെ അല്ലാതെ മറ്റൊരു പെൺകുട്ടിയെ കുറിച്ച് ചിന്തിക്കുക പോലുമില്ല. ബോധം ഉണ്ടെങ്കിൽ കേട്ടോ, അവന്മാര് പറഞ്ഞിട്ടാ ഞാൻ ഇതൊക്കെ ചെയ്തത്. ഇറ്റ് ഈസ് മൈ ഡ്യൂട്ടി. എന്തായി? എല്ലാം ഒതുക്കിയോ? നല്ല ഘനത്തിൽ 2-3 സ്ലീപ്പിംഗ് ഗിൽസ് കൊടുത്തിട്ടുണ്ട്. എന്നാൽ അടുത്ത ഫ്ലൈറ്റ് വരുന്നതിന് മുമ്പേ ഈ മുറിയുന്നേ ആ മുറിയിലോട്ട് മാറ്റാം. ചത്ത ഭാരം തന്നെ. അനാവശ്യം പറയൂ കേട്ടോ. വല്ലതും പറ്റിയാലേ ഉത്തരം പറയേണ്ടത് ഞാനാ. വയസ്സുകാലത്ത് നമ്മളെല്ലാം കൂടെ എന്നെ ജയിലിൽ കേട്ട് ഇതവിടെ. അവിടെ വരുന്നുണ്ട്. അത് വരട്ടെ. എങ്ങനെ ഇവിടെ എത്തി? എന്റെ മനസ്സിനോടൊപ്പം ശരീരവും ഇവിടെ പറന്നെത്തി. പത്മയുടെ ഈ ചന്ദനവർണ്ണ മുഖം ചുവന്ന് തുടുക്കുന്ന കണ്ട എനിക്ക് സഹിക്കാൻ പറ്റില്ല. വരൂ, നോക്ക്. അനിലിനെ ഞാൻ പറഞ്ഞയച്ചു. പത്മയ്ക്ക് വേണമെങ്കിൽ ഈ മുറി ഉപയോഗിക്കാം. വേണ്ട, ഇനി ശ്യാമിന്റെ ഒരു ഔദാര്യം എനിക്ക് വേണ്ട. ഇത് ഔദാര്യമല്ല, പത്മയുടെ അവകാശമാണ്. ആ അവകാശവും സ്വാതന്ത്ര്യവും എന്നോട് കാണിക്കണം. അതാണ് യഥാർത്ഥ സ്നേഹം. ആ സ്നേഹത്തിന് വേണ്ടി ഞാൻ എന്നെ തന്നെ ഇവിടെ ഇറക്കി വിടാൻ തയ്യാറാണ്. ശ്യാം എപ്പോഴും അങ്ങോട്ട് സ്നേഹം ആവശ്യപ്പെടുന്നു, ഇങ്ങോട്ടത് കാണുന്നില്ലല്ലോ. പ്ലീസ് പത്മ, ഇത്ര ക്രൂരമായിട്ട് എന്നോട് സംസാരിക്കരുത്. ഒരു പെണ്ണിന്റെ മനസ്സറിയാനുള്ള കഴിവ് ശ്യാമിനില്ല. ഒരു പെണ്ണിന്റെ എന്നല്ല, ഒരുപാട് പെണ്ണുങ്ങളുടെ മനസ്സറിയുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. എന്ന് വെച്ചാ പിന്നെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് വിമൻസ് സൈക്കോളജി എന്ന പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്. അല്ല, ശ്യാമിന് വേറെ പെണ്ണുങ്ങളുമായി അടുപ്പമുണ്ടെന്നല്ലേ പറഞ്ഞു വന്നത്? Don't talk nonsense. You are talking nonsense. Stop it. പെൺകുട്ടികളായാലേ കുറച്ച് അടക്കം ഒതുക്കൊക്കെ വേണം. ഇതെന്താ ചന്തക്കടയാണെന്ന് വിചാരിച്ചോ? ഒന്ന് പോയി വലിയ തത്വം പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു. ആന കാര്യത്തിലിടാനാണ് ചില കാര്യം. ദയവ് ഇത് ദേഷ്യപ്പെടരുത്. ഞാൻ പറയുന്ന കേൾക്കാൻ, കഥ ഓർക്കാൻ. എന്റെ ചക്കരയല്ലേ, എന്റെ പഞ്ചാരല്ലേ, മോളെ വാതിൽ ഉറക്കാൻ. അയ്യോ, അമ്മ എവിടെ പോകുന്നു? ഞാൻ പോകുന്നു. എന്താ കാര്യം? ഞാൻ പോകുന്നു. നിങ്ങൾ കാശെടുത്തുന്ന പോലുള്ള നിങ്ങൾ വായ കിടക്കുന്നൊന്നും കേൾക്കാൻ നീ എന്നെ കൊണ്ട് വയ്യ. എന്താ കാര്യം? നേരത്തെ ആളോ പോച്ചിനെ കഴിവെന്ന് വിളിച്ചില്ലേ? ആര് വിളിച്ചു? നേരത്തെ
ഞാൻ വിളിച്ചില്ല. അമ്മ ഇങ്ങനൊരു വണ്ടി ആയിപ്പോയോ? ഈ എലീനെ പോന്നു. ഓരോ സെക്കൻഡിലും എലീനെ കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ച വിഷമിച്ചിരിക്കായിരുന്നു. ഇപ്പൊ വന്നേ ഉള്ളോ? ഇനി എന്നെ ഓർത്ത് ശ്യാം അധികം വിഷമിക്കേണ്ടി വരില്ല. എന്താ കാര്യം? എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനുണ്ട്. സംസാരിച്ചോളൂ. ഞാൻ പോകുന്നു. പുറത്തോട്ടല്ല, അകത്തോട്ട്. എങ്ങോട്ടെങ്കിലും ഒന്ന് പോണം. നീ പറഞ്ഞാൽ ഞാൻ എങ്ങനെ പോകണം? എനിക്ക് സൗകര്യമില്ല. എനിക്കൊരു രഹസ്യം പറയാനുണ്ട്. പറഞ്ഞോളൂ. നോക്കണ്ട, ഞാൻ പോയിക്കോളാം. എന്നെ പോണം. എന്താ? വാട്ട് ഹാപ്പൻഡ്? മുഖവര് പറഞ്ഞ് സമയം കളയുന്നില്ല. നമുക്ക് പിരിയാം. അയ്യോ, തമാശയ്ക്ക് പോലും അങ്ങനെ പറയരുത്. എന്റെ ഹൃദയം വളരെ ലോലമാണ്. അത് തല്ലി തകർത്ത് കളയരുത്. എനിക്ക് ഹാർട്ട് അറ്റാക്ക് വരും. അതിന് ഹാർട്ട് ഉണ്ടെങ്കിലല്ലേ നമ്മുടെ ബന്ധം മുന്നോട്ട് പോവുകയില്ലെന്ന് എനിക്ക് മനസ്സിലായി. ശ്യാം, കർത്താവിന് സ്തുതി. പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ എലീന ഇന്നലെ വരെ എന്റെ ഭാവി വധുവായിരുന്നില്ലേ? ഇന്നലെ വരെ എനിക്ക് അനിലുമായി അടുക്കാൻ കഴിഞ്ഞിരുന്നില്ലല്ലോ. അയ്യോ, അനിലോ? അടുപ്പോ? എന്റെ എലീന എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അനിൽ ശ്യാമിനെ പോലെയല്ല, മുഖംമൂടി ഇല്ലാത്തൊരു സുഹൃത്തായിരിക്കുമെന്ന് എനിക്ക് തോന്നി. അയ്യോ, അത് വെറും തോന്നലാണ്. എലീനയ്ക്ക് നിർബന്ധമാണെങ്കിൽ എന്നിൽ നിന്ന് ഒഴിഞ്ഞോളൂ. പക്ഷെ അവനോട്ട് അടുക്കരുത്. അവന്റെ മുഖം കൂടി ഞാൻ ഇളക്കി കാണിച്ചു തരാം. പെട്ടെന്നൊരാളുമായി കേറി അടുക്കുന്ന അപകടമാണ് എലീന. ഒരു സ്നേഹബന്ധത്തിന്റെ നിർണായക ഘടകം ദീർഘമായ ഒരു കാലയളവാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്രയും കാലത്തിനിടയിൽ ഇന്ന് മാത്രമാണല്ലോ എനിക്ക് ശ്യാമിനെ പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിന് തന്നെ വേറൊരാളിന്റെ സഹായം വേണ്ടി വന്നു. ഓക്കെ ശ്യാം, എന്നോട് ദേഷ്യം തോന്നരുത്. കഴിഞ്ഞതൊക്കെ നമുക്ക് മറന്നു. എന്താ ഇവിടെ നിൽക്കുന്നത്? എല്ലാം അങ്ങനെ ചുമ്മാ ഒഴിയാൻ പറ്റുമോ? ഞാൻ പറയുന്നത് കേൾക്കാൻ, കഥ തുറക്കാൻ. എടാ കഴിവറ മോനെ, നീ ഇവിടെ വാ. ശ്യാമവിടെ. ഞാനേ ഒരു ചെടി നട്ടു. എന്റെ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് ഞാനൊരു വെള്ളവും വളവും നൽകി. വല്ല പശുക്കളോ ആടുകളോ അത് തിന്നാതിരിക്കാൻ ഞാൻ കണ്ണിൽ എന്നെ ഒഴിച്ച് കാത്തിരുന്നു. എന്റെ ചെടി വളർന്നു, പൂത്തു, കാച്ചു. ഒരു സുപ്രഭാതത്തിൽ ഒരു അലവലാതി വന്ന കാവറിക്കാൻ ശ്രമിച്ചാൽ ഞാൻ വിടണോടാ? വിടലിയാ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എല്ലാരും കൂടെ എന്നെ എന്റെ എന്നാ തല്ലെങ്കിൽ തല്ലു. ഞാൻ ഇത് കൊല്ലോടാ, കൊല്ലോടാ. മോളെ, ഇവിടെ ഡാൻസ് പ്രാക്ടീസ് നടക്കുകയാണ്. ഞാൻ പോയിക്കോട്ടെ. എന്നിട്ട് അവരൊന്ന് ജീവിച്ചു. അയ്യോ, എവിടെ പോകുന്നു? ആ മുറിയിൽ ഹീറ്റർ വർക്ക് ചെയ്യുന്നില്ല. എനിക്ക് കുളിക്കണം. അയ്യോ, അത് പറ്റില്ല. കാരണം അത് പിന്നെ ഇവന് കുളിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു? നീ പറഞ്ഞു. നീ മറന്നായിരിക്കും.
ആദ്യം കുളിക്കേണ്ടവർ ആദ്യം കുളിക്കട്ടെ, അല്ലെങ്കിൽ ഇത് ഈ വീട്ടൊരു ശാപമാണ്. ഈ വീട്ടിലെ സമാധാനം നഷ്ടപ്പെടും. അതെനിക്ക് ഇഷ്ടമല്ല. അല്ലെ? എനിക്ക് അങ്ങനെ ചില വിശ്വാസങ്ങളുണ്ട്. സത്യമായിട്ടും അല്ലേ? അതെ അതെ അതെ. പിന്നെ ഡിക്കമ്മയുടെ മുറി പോയി കുളിച്ചോ. പോ. നീ തലക്ക് പിടി. നീ തല പിടി. നീ തലക്ക് പിടിക്കാൻ എന്നെയല്ല തലക്ക് പിടിക്കാം. നീ കാലി പിടി. അവിടെ അയ്യോ, I love you. I too. ആ മുറിയിൽ ഫാൻ കറങ്ങുന്നില്ല. ഞാൻ ഈ മുറിയിൽ വന്ന് കിടന്നോളാം. സോറി ലീല, ഈ മുറിക്കകത്ത് ഡിക്കമായി കിടക്കാം. ദേ, എന്നെ വിളിച്ചോ? ഡിക്കമായി ഈ മുറിയിലാണെന്ന് പറഞ്ഞിട്ട് ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞോ? അല്ല, നീ കേട്ടോ? ഞാൻ ശ്രദ്ധിച്ചില്ല. അവനോട്ട് ശ്രദ്ധിച്ചിട്ടുമില്ല, ഞാൻ ഒട്ട് പറഞ്ഞിട്ടുമില്ല. പറഞ്ഞു ചിലപ്പോ ഡിക്കമ്മായിക്ക് ഈ മുറി കിടക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അതവര് പറഞ്ഞാൽ നമുക്ക് കിടത്താതിരിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഡിക്കമ്മയ്യ എലിനയുടെ ചെവിയുടെ കുഴപ്പമായിരിക്കും. നോൺസെൻസ്. ഓക്കെ, ഫാൻ വർക്കിന്നില്ലെങ്കിൽ വേണ്ട. ദേ, കുറച്ച് ഐസ് വാട്ടർ വേണം. വെക്കുമ്പോ നിങ്ങൾക്ക് എന്ത് പറ്റി? കൊറേ നേരം ആയല്ലോ. കെട്ടിപ്പിടിക്കുന്നു, ഡാൻസ് കളിക്കുന്നു. തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? ഞങ്ങൾ അങ്ങനെ അല്ല അളയാ. ഓ, മറന്നു. കൊച്ചേ, മിൽക്ക് ഇസ് റെഡി. കുടിച്ചിട്ട് പോ. ഐ എം സോറി. അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി. ക്ഷമിക്കണം. അയച്ചു. അളിയാ, ഗുഡ് ബൈ. നീ എവിടെ പോന്നു? നിനക്ക് തല്ലി മതിയായെങ്കിൽ ഞാൻ പോന്നു. മതിയായി അളിയാ, മതിയായി. ഈ ലോകത്തൊരു നരകമുണ്ടെങ്കിൽ അത് ഇതാണ്, ഇതാണ്, ഇതാണ്. ഇന്നത്തെ നരകം നാളത്തെ സ്വർഗമാണ് അളിയാ. നിത്യാബോധങ്ങളെ, ഗുഡ് ബൈ. ഇവിടെ ഈ നടുക്കടലിൽ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ നിന്നെ പോകാൻ സമ്മതിക്കൂല. എന്നാലൊരു കാര്യം ചെയ്യ്, എന്നെ അങ്ങ് കൊല്ല്. അതായിരിക്കും ഇതിനും ഭേദം. നീ ഞാൻ പറയുന്നൊന്ന് കേക്ക്. എല്ലാം കലങ്ങി തെളിയും. നാളെ കാലത്ത് എല്ലാം പിരിയും. പിന്നെ കടൽ ശാന്തം. എലീന നിനക്ക്, പത്മേന്ദു എനിക്ക്. കോംപ്രമൈസ്? ഓക്കെ? ഉറപ്പാണോ? എന്റെ അച്ഛനാണ് സത്യം. ഹലോ ഹലോ. പതുക്കെ, മറ്റുള്ളവര് കേൾക്കും. മറ്റുള്ളവരോ? ഇവിടിപ്പോ നമ്മൾ 3 പേരല്ലേ ഉള്ളൂ. അല്ല, നമ്മളിപ്പോ ഇവിടെ 3 ഉള്ളൂ. എന്നാലും അവിടെ അടുത്ത ഫ്ലാറ്റിലുള്ളവർ കേൾക്കണ്ടല്ലോ. രാത്രിയില് ഞാൻ ശ്യാമിനെ വേദനിപ്പിക്കുന്ന തരത്തിൽ വല്ലതും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ശ്യാമിന് എന്നോട് അശേഷം ആത്മാർത്ഥയില്ലെന്ന് മനസ്സിലായത് കൊണ്ട് പറഞ്ഞു പോയതാണ്.
ക്ഷമിക്കില്ലേ? അത് പിന്നെ സംശയമുണ്ടോ? ഞാനത് അപ്പോഴേ ക്ഷമിച്ചില്ലേ? യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ ഇൻ ദിസ് ഫൈൻ മോർണിംഗ്. താങ്ക് യു. ആരേത്? ആരേത്? നിങ്ങൾ തമ്മിൽ പരിചയമില്ലല്ലേ? ഇത് അന്റെ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാ. ഫ്ലൈറ്റിന് സമയം ഞങ്ങളോട്ടെ. പരിചയപ്പെടുത്തുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ? അത് ഞാൻ മറന്നു. ഇത് പത്മ സുബ്രഹ്മണ്യം. ഞങ്ങളോട്ടെ. പരിചയപ്പെടുത്തൽ പൂർണ്ണമായില്ല. പത്മ സുബ്രഹ്മണ്യം ഈ വീടിനകത്ത് എങ്ങനെ എത്തിപ്പെട്ടു എന്നാ ചോദിച്ചത്. ഇവിടെ അത് പറയാൻ മറന്നു. പത്മ ഒരു എയറോസ്റ്റസ് ആണ്. എന്ത് അത്ഭുതമാണെന്ന് നോക്കിക്കോളെ. അല്ല് കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി എയറോസ്റ്റസ്. നിങ്ങൾ ഈ മുറിയിൽ എന്ത് ചെയ്യായിരുന്നു? ഞാൻ എന്റെ യൂണിഫോം ധരിക്കായിരുന്നു. അതെ അതെ, എയറോസ്റ്റസ് ആണെങ്കിൽ യൂണിഫോം വേണമല്ലോ. ഇപ്പൊ ക്ലാർക്കോ ബാങ്കിലോ ജോലിക്കാരാണെങ്കിൽ യൂണിഫോം വേണ്ടല്ലോ അല്ലേ? അതെ അതെ അതെ. പത്മയ്ക്ക് ഫ്ലൈറ്റിന് സമയമായി. അനിലിനെ കുട്ടി പരിചയമുണ്ടോ? ഉണ്ടല്ലോ. ഇവർ ഈ വീട്ടിൽ എന്തിനു വന്നു? അനിലിന് ഇങ്ങനൊരു കാമുകനുണ്ടെന്ന് നേരത്തെ പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ ഇന്നലെ രാത്രിയാണ് ഞങ്ങൾ പരിചയപ്പെടുന്നതും പ്രേമിക്കുന്നതും വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നതും. എവിടെ വെച്ച് പരിചയപ്പെട്ടു? അവിടെ വെച്ച് തന്നെ. ശ്യാമം ഈ പെൺകുട്ടിയായിട്ട് എന്താണ് ബന്ധം? ശ്യാം, പോകുന്നതിന് മുൻപ് എന്റെ ചോദ്യത്തിന് മറുപടി പറയണം. ശ്യാം എന്തുകൊണ്ട് ഈ കുട്ടിയെ വ്യക്തമായി എനിക്ക് പരിചയപ്പെടുത്തി തന്നില്ല? എന്റെ ഭാഗവരനാണ് ശ്യാം. ശ്യാം എന്ന് മുതലാണ് നിങ്ങളുടെ ഭാഗവരനായത്. ഒത്തിരി നാളായല്ലോ. ഓഹോ, മിസ് പത്മ, ഒത്തിരി നാളായി നിങ്ങളുടെ ഭാവിവരനായി കഴിയുന്ന ശ്യാമിന്റെ ഭാവി വധുവായിരുന്നു ഇന്നലെ വരെ ഞാൻ. അതെ, പിന്നെ ഇവിടെ എന്റെ കാമുകയായിരുന്നു. പക്ഷേ ഞാൻ നിന്റെ കാമുകനായിരുന്നു. രണ്ടും ഒന്ന് തന്നെയാ. അതെ, പിന്നെ ഇവൾ പിന്നെ അനിലിന്റെ കാമുകിയായപ്പോൾ ഞാൻ പിന്നെ ഞങ്ങൾ ഇന്നലെ മാത്രം പരിചയപ്പെട്ടവരാണ്. ഈ പരിചയപ്പെട്ട ഇന്നലെ ആണെങ്കിലും പ്രേമം തുടങ്ങിയിട്ട് കുറച്ച് നാളായി. അതാണല്ലോ പ്രശ്നം. അതെ, അത് ശരി. രണ്ടുപേരും കൂടെ ചേർന്നുള്ള ഒത്തുകളിയാണല്ലേ? അനിലിനെ എലീനെ കല്യാണം കഴിച്ചോളൂ. എന്നെ വഞ്ചിച്ച ഒരു പെൺകുട്ടിയാണെങ്കിലും ഞാൻ മാപ്പ് തന്നിരിക്കും. ഒരേ സമയത്ത് നമ്മുടെ രണ്ടുപേരുടെയും കാമുകനായിരുന്നു ഈ വിരുദ്ധ. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇപ്പോ പത്മ എന്റേത് മാത്രമാണ്, എലീന അനിലിന്റെ മാത്രമാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഇനി ഒരൊറ്റ പെൺകുട്ടിക്ക് പോലും കടന്നു വരാൻ സാധ്യമല്ല. ഞങ്ങൾക്ക് മാപ്പ് തന്ന് ഞങ്ങളുടെ കൂടെ ജീവിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഇന്നും ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു, ആത്മാർത്ഥമായി. നിങ്ങൾ മാത്രം. സത്യം, സത്യം. ശ്യാം, എന്താ ഇത്? ആരാ ഇതൊക്കെ? എന്നാ പിന്നെ ഞാനും കൂടെ വരണ്ട. അങ്ങനെ കഥയുടെ ക്ലൈമാക്സും തുടങ്ങി. എനിക്ക് ശ്രീകുട്ടി ഒന്ന് അത്യാവശ്യം. നിങ്ങളാരാ? എന്റെ പേര് ശ്യാം. ഞാൻ ശ്രീകുട്ടിയുടെ. അവള് 8 മണിയുടെ ഫ്ലൈറ്റിന് പോയി. നിങ്ങൾക്ക് തരാനായിട്ട് ഒരു എഴുത്തിവിടെ തന്നിട്ടുണ്ട്. ഏട്ടനെ സ്നേഹിച്ചു പോയി എന്നൊരു കുറ്റം മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഒളച്ചേട്ടൻ ഉള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അദ്ദേഹം എന്നോട് എല്ലാ സത്യങ്ങളും പറഞ്ഞു. ഏട്ടനെ സ്നേഹിക്കാനും ശുശ്രൂഷിക്കാനും സുന്ദരികളായ കുറെ കാമുകിമാരുണ്ടല്ലോ, അവരോടൊത്ത് ഏട്ടൻ സുഖമായി ജീവിക്കുക. ആളപ്പാടെ കുഴപ്പമായി. ഞാൻ വണ്ടി അപ്പുറത്ത് പാർക്ക് ചെയ്തിരുന്നു. അതിന്റെ അപ്പുറത്താണ് വണ്ടിയുടെ ഉടമസ്ഥന്റെ വീട്. അയാൾ എന്റെ തള്ളക്ക് വിളിച്ചിട്ട് വണ്ടി എടുത്തോണ്ട് പോയായിരുന്നു. ശ്രീകുട്ടി 8 മണിയുടെ ഫ്ലൈറ്റിൽ പോകും. ഇനി 1/2 മണിക്കൂറേ ഉള്ളൂ. അണ്ണാ, എനിക്കൊരു 5 മിനിറ്റ് വരും. ഞാൻ നല്ല സ്മാർട്ട് വണ്ടി കൊണ്ടുവരാം. നീ വാ, അണ്ണൻ കൂടെ വാ. എക്സ്ക്യൂസ് മീ, ട്രിവാൻഡ്രം ഫ്ലൈറ്റ് പോയാ? പോയല്ലോ, ജസ്റ്റ് നീ ആളെ കൊണ്ടാക്കി.
ശ്രീകുട്ടി ഐ എം സോറി. അണ്ണന്റെ കള്ളക്കളി ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ നമ്മളെ മുല്ല കമ്പനി അവസാനിപ്പിക്കണം. എനിക്ക് എന്റെ തടി ചെയ്തേക്കാൻ വയ്യ. നീ ആ മോനെ അങ്ങോട്ട് വരും. ഇത് വെച്ചാണല്ലോ നിന്റെ കൊലച്ച് പരിപാടികളൊക്കെ. ആ ഒരു ആ കൈ ഒന്ന് നീട്ടി. നീട്ട് ഇങ്ങോട്ടിട്ട് പറ. നീ ഐശ്വര്യമായിട്ട് കാറിലോട്ടൊന്ന് കയറിയാ. ഒരു കാര്യം ഉണ്ടെങ്കിൽ വണ്ടിയുടെ മുമ്പ് കെട്ടായിരുന്നു. വെച്ചേട്ടെ. ഇതെങ്ങനെയാ ഇത് തുറക്കുന്നത്? അത് തുറന്നാ മതി. ആ മുമ്പ് കയറിയുന്നാട്ടെ. ഇതെങ്ങനെ? അയ്യോ അണ്ണാ കയറിക്കോ, അണ്ണാ കയറിക്കോ.